എന്താണ് മില്ലേനിയം ജനറേഷൻസ്? ഞാൻ ഇതിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നമുക്ക് മുമ്പ് ജനിച്ച ഒരുപാട് പൂർവികർ അവരുടെ ജന്മം കൊണ്ട് സുഹൃതമാക്കപ്പെട്ട, അവരുടെ പാദസ്പർശം കൊണ്ട് പുണ്യമാക്കപ്പെട്ട ഒരു മണ്ണിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. അവരുടെ കാലഘട്ടങ്ങളിൽ വികസനം കടന്നു വരാത്ത, ഒരു കാലഘട്ടങ്ങളിൽ യന്ത്രവൽക്കരണങ്ങളോ അത്രത്തെ അച്ചടികളോ അല്ലെങ്കിൽ സംസ്കാരങ്ങളോ സംസ്കൃതികളോ ഒന്നുമില്ലാത്ത, കൂടലും കൂടിച്ചേരലുകളും കൈകൊട്ടിപ്പാട്ടും തുടികൊട്ടിപ്പാട്ടും കോൽക്കളികളും മാത്രം നിറഞ്ഞു നിന്ന ഒരു പരമ്പരാഗതമായ ഒരു പഴയ കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലെ ജനങ്ങൾ ജീവിച്ചത് എങ്ങനെയാണെന്ന് നമുക്കൊക്കെ അറിയാം. മണ്ണ് മെഴുകിയ തറയില്, കൂര പുല്ലാലും ഓലയാലും അവിടെ ഇവിടെയും മാത്രം കാണുന്ന ചില ഓടുമേഞ്ഞ വീടുകള്. അങ്ങനെ കാലം കുറെ കഴിഞ്ഞപ്പോ അതിനൊക്കെ ചില വികസനങ്ങൾ ഇങ്ങനെ കടന്നു വന്നു. ആ മണ്ണ് മാറി ചാണകം വന്നു, ചാണകം വന്ന് കാവി വന്നു, കാവി മാറി മൊസൈക്ക് വന്നു, മൊസൈക്ക് മാറി ടൈല് വന്നു, ടൈല് മാറി ഗ്രാനൈറ്റ് വന്നു. ഇപ്പൊ സൂപ്പർസോണിക് ടെക്കോസ് ഗ്ലാസുകൾ പോലുള്ള നവീകരമായ സംവിധാനങ്ങൾ കടന്നു വന്നു. അപ്പോ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിന്റെ ചില അപര്യാപ്തതകള് ഈ കാലഘട്ടം ഇന്ന് ഓർക്ക് നേരെ നിന്നതാണ്. അപ്പൊ മില്ലേനിയം ജനറേഷന്റെ കാലഘട്ടത്തിനകത്ത് നമ്മുടെ തലമുറയോടെ ജീവിച്ചത് പട്ടിണിയും പരിവട്ടവും ഒക്കെ കൂടെ ജീവിച്ചു പോകുന്നു. ആ കാലഘട്ടത്തിനകത്ത് വികസനമോ അല്ലെങ്കിൽ ഫോണുകളോ യന്ത്രങ്ങളോ യന്ത്രവൽകൃതങ്ങളോ മോട്ടോർ വാഹന ആക്ടുകളോ IT ആക്ടുകളോ ഒന്നും ഇവിടെ നിലവിലില്ല. പക്ഷെ ആ കാലഘട്ടം കഴിഞ്ഞ് 1940 തുടങ്ങി 1975 വരെ മില്ലേനിയം ജനറേഷന്റെ കാലഘട്ടമാണ്. 1975 തൊട്ടിട്ട് സെഡ് ജനറേഷന്റെ കാലഘട്ടം തുടങ്ങി. സെഡ് ജനറേഷൻസ് എന്താ പ്രത്യേകത? എന്താ? ഞാൻ സെഡ് ജനറേഷൻ കാലഘട്ടം ജനിച്ച ഒരാളാണ്. സെഡ് ജനറേഷന്റെ കാലഘട്ടത്തിലാണ് വികസനങ്ങൾ കടന്നു വരുന്നു, യന്ത്രവൽക്കരണങ്ങൾ വരുന്നു, മോട്ടോർ ആക്ടുകളൊക്കെ കടന്നു വരുന്നുണ്ട്. ആ കാലഘട്ടത്തിലാണ് IT ആക്ടുകൾ കടന്നു വരുന്നു. ആ കാലഘട്ടത്തിലാണ് കടത്ത് വഞ്ചികൾ മാറി യന്ത്രം ഘടിപ്പിച്ച ബോട്ടുകളും അതേപോലെ കപ്പലുകളൊക്കെ കടന്നു വരുന്നു. ആ കാലഘട്ടത്തിലാണ് തുകൽ ഉൽപ്പന്നങ്ങളും തെങ്ങ് ഉൽപ്പന്നങ്ങളും ടെലിവിഷനുകളും ഗ്യാസ് സ്റ്റവുകളും ഒക്കെ കടന്നു വരുന്നു. അങ്ങനെ 1GB 2GB 3GB 4GB 5GB എത്തി. ആ കാലഘട്ടം വയലാർ മനോഹരമായ വരികൾ എഴുതി, യേശുദാസ് മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് സത്യനും പ്രേംനസറും ഒക്കെ അഭിനയിച്ച ഗൃഹാതുരത്വം വളർത്തുന്ന ഒരുപാട് മാനവികത മനുഷ്യത്വം കൊടികെട്ടി നിൽക്കുന്ന എത്രയോ സിനിമകൾക്ക് കലകൾക്ക് ജീവൻ നൽകിയ ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന സെഡ് ജനറേഷന്റെ കാലഘട്ടം. എത്രമേൽ പറയാൻ കിടക്കുന്ന കാലഘട്ടത്തെ കുറിച്ച്. ആ കാലഘട്ടത്തിൽ ജനിച്ചവരാണ് ഈ വേദി എന്ന് ഏറെ പേർ പങ്കിടുന്നത്. എത്ര സുന്ദരമായ ഒരു കാലഘട്ടം. ആ കാലഘട്ടം 2010 കൂടി അവസാനിച്ചു. വരുന്നു പുതിയൊരു കാലഘട്ടം, ആൽഫ ജനറേഷൻ എന്ന് പറയുന്ന കാലഘട്ടം. പ്രത്യേകത എന്താ? ആൽഫ ജനറേഷൻ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഭാഷാരീതി, സ്വഭാവരീതി, പഠനരീതി, വിശ്വാസരീതി, സോഷ്യൽ കമ്മിറ്റ്മെന്റ് ടോട്ടലി ചേഞ്ച് ആണ്. ആൽഫ ജനറേഷന്റെ ഒരു കുഞ്ഞിനെ ജന്മം കൊടുത്തൊരു മാതാവിന് കൈപ്പള്ളി കൊടുക്കാൻ ബുദ്ധിമുട്ടാ. വാന്ന് പറഞ്ഞ പോവുകയും പോന്ന് പറഞ്ഞ വരികയും, ഉറങ്ങാൻ പറയുമ്പോൾ ഉറങ്ങാതിരിക്കുകയും, രാത്രി പകലാക്കുകയും പകൽ രാത്രിയാക്കുകയും, വിവിധ ആഹാരങ്ങൾ കഴിക്കുകയും വിവിധ ആളുകളെ സെലിബ്രിറ്റികളായി സ്വീകരിക്കുകയും, ഒരുപക്ഷെ പഴയ തലമുറ APJ അബ്ദുൽ കലാമിനെ മദർ തെരേസയൊക്കെ അവരിഷ്ടപ്പെടുന്നു. എന്റെ റോൾ മോഡലാന്ന് പറയുന്ന സെഡ് ജനറേഷന്റെ കാലഘട്ടത്തിൽ നിന്ന് മാറി ആൽഫ ജനറേഷൻ കാലഘട്ടം. എന്താ പേരെന്താ? ഡുപ്പിയോ മേത്ത് തുപ്പുക, അപ്പരെ അമ്മ ഉപ്പയും അമ്മയും തെറി പറയുന്ന അല്ലെ പേരില്ല, അവരെയൊക്കെ കൊണ്ടു നടക്കണം നമ്മളെ മക്കള്. അപ്പൊ കാലം അങ്ങനായി. അവര് ഭക്ഷണം കഴിക്കുന്നപ്പോഴാ ആദ്യ തലമുറക്ക് നോക്കാം, മില്ലേനിയം ജനറേഷനിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. അന്ത്യത്താഴം അത്തിപ്പഴമേ എന്ന് പറഞ്ഞ മഹാരഥന്മാരുടെ മണ്ണ്. അവർക്കൊന്നും ശരീരത്തിനൊന്നും വലിയ വണ്ണമില്ല, കുമ്പയില്ല. അത് ശരീരത്തിൽ രക്തം പരിശോധിച്ചാൽ അവർക്കൊന്നും പ്രഷറില്ല, പ്രമേഹങ്ങളില്ല. പക്ഷേ ആൽഫ ജനറേഷൻ കാലഘട്ടത്തിലെ 10 കുട്ടികൾ പരിശോധിച്ചാൽ 5 കുട്ടികൾക്കും ഷുഗറാണ്. അത് 4 പേർ കുമ്പയുള്ളവന്മാരാണ്. ആ 10 പേരെ പരിശോധിച്ചാൽ രാത്രികാലങ്ങളിൽ പെട്ടെന്ന് ഉറങ്ങുന്നവരല്ല. നേരെ മില്ലേനിയം ജനറേഷനിലേക്ക് നോക്കിയാലോ, ആ ജനറേഷൻ കാലഘട്ടത്തിലെല്ലാം 8 മണിക്ക് കിടന്നുറങ്ങി പുലർകാലം ഉടനെ എഴുന്നേറ്റ് പ്രഭാത കർമ്മങ്ങൾ ചെയ്ത് വിശ്വാസ സംഹിതയാൽ ജീവിച്ച ഒരു തലമുറയാണ്. സുബഹി നിസ്കാരങ്ങളൊക്കെ കരഞ്ഞു പ്രാർത്ഥിച്ച ഒരു തലമുറയുടെ പാദപ്രശം കൊണ്ട് മണ്ണാണ് ഈ മണ്ണ്. പക്ഷെ ആൽഫ ജനറേഷൻ കാലഘട്ടത്തിലെ മക്കൾ പവിത്രമായ ഒരു വെള്ളിയാഴ്ച ദിവസം പോലും അങ്ങ് പ്രാർത്ഥന നടക്കുന്ന മസ്ജിദിന്റെ തിരുമുറ്റത്തേക്ക് എത്തണമെങ്കിൽ എപ്പോഴാണ് അവരെത്തുന്നത്? അവിടെ പ്രാർത്ഥനയുടെ പീക്ക് ടൈം അവരെ കാത്തിരിക്കണം.
അതും വാച്ച് നോക്കും. ആ സമയം വരെ മൊബൈലിനകത്ത് തോണ്ടിയും മറിഞ്ഞും കഥ പറഞ്ഞും കിസ പറഞ്ഞും ചായക്കരുടെ പിറകിലും പിൻപിലും വണ്ടിക്കകത്തുമൊക്കെ സമയം ചെലവഴിക്കുന്നു ആൽഫ ജനറേഷൻസ്. വിശ്വാസം കുറഞ്ഞു പോയിരിക്കുന്നു. ആരുടെയാണ് കുറ്റം? വിശ്വാസമില്ല നമ്മുടെ മക്കൾ. ആളുകളെ കാണിക്കാൻ ക്ഷേത്രത്തിന്റെയും ചർച്ചിനകത്തും മസ്ജിദിനകത്തും കുമ്പിടുന്നു നമ്മുടെ മക്കൾ. കാരണം അവരെ നിയന്ത്രിക്കുന്നത് 2 GB 4 GB ഉള്ള ഇലക്ട്രോണിക് ഡിവൈസുകളാണ് നമ്മുടെ തലമുറയെ നിയന്ത്രിക്കുന്നത്. ഒരു തലമുറയല്ല ഞാൻ ഇവിടെ കുറ്റം പറയുന്നു. നമ്മുടെ തലമുറയ്ക്ക് എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, ആരാൽ സംഭവിച്ചു, ആരാണ് ഉത്തരവാദി? ഹു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി? ആര് ഉത്തരവാദിത്തം ഏറ്റെടുക്കും? ഇതൊരു ചോദ്യമാണ്. നമ്മള് ബോധവൽക്കരണം ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. സംഘടന നേതൃത്വത്തിൽ ബോധവൽക്കരണം നടക്കുന്നുണ്ട്, മതപരമായി ബോധവൽക്കരണം നടക്കുന്നുണ്ട്. ഞാൻ പ്രദാനം ചെയ്യുന്ന ക്രൈസ്തവ KCB യുവജന പ്രസ്ഥാനങ്ങളിൽ ബോധവൽക്കരണം നടക്കുന്നുണ്ട്. അധ്യാപകർ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കരുതൽ എന്ന് പറയുന്ന പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് യോദ്ധാവ് എന്ന ക്യാമ്പയിൻ തുടങ്ങി. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വിമുക്തി എന്ന പ്രോഗ്രാം നടക്കുന്നു. നബിദിനാഘോഷങ്ങളൊക്കെ നടക്കുമ്പോ അവിടെ ഒന്നും അവിടുത്തെ ഖുർആൻ അധിഷ്ഠിതമായ വചന പ്രഘോഷങ്ങളല്ല. 138 ഈ പറയുന്ന മസ്ജിദുകൾ ഞാൻ പോയി നടത്തിയത് കാസർഗോഡ് നിന്ന് കന്യാകുമാരി വരെ. അവിടെ എല്ലാം ഞാൻ നടത്തിയത് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെമിനാറും ഡിബേറ്റുകളും കൺവെൻഷനുകളും ഒക്കെയാണ് നടത്തിയിട്ടുള്ളത്. എന്നിട്ട് തലമുറ എന്തേ തിരികെ വരാത്തത്? ആർക്കാണ് ഇവിടെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്? അല്ലേ? എല്ലായിടത്തും ബോധവൽക്കരണം നടക്കുന്നുണ്ട്, പക്ഷെ തലമുറയ്ക്ക് ബോധം വരുന്നില്ല. പക്ഷെ തലമുറ നല്ല അറിവുള്ളവരാണ്. 2 ഹൈഡ്രജൻ ഒരു ഓക്സിജൻ ചേർന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ H2O, ഉമ്മ ഉപ്പ, അത് വെള്ളമാണ്, ജലമാണെന്ന് നമ്മുടെ മക്കൾ നമ്മളെ പഠിപ്പിക്കും. പക്ഷെ അതേ ജലം തന്നെ ഉമ്മ കാച്ചി വെച്ച വീട്ടിനകത്ത് അടുക്കളയിൽ പോയ മകൻ പോയിട്ട് അടുക്കളയെ പാത്രത്തിൽ നിന്ന് വെള്ളമൊഴിച്ച് ഗ്ലാസ്സിലെടുത്ത് ഒരു അതിഥി വീട്ടിൽ വന്നാല് കൈനിക്കുന്ന മൊബൈൽ ഫോൺ താഴെ വെച്ചിട്ട് അങ്കിളെ ആന്റി കുടിക്കെന്ന് പറഞ്ഞ് ആ വെള്ളം കൊടുത്തുകൊണ്ട് ആ ഫാൻ ഓൺ ആക്കിയിട്ട് അടുത്തിരുന്ന് സാഗൂതം ആ ബന്ധുവിനോട് ചോദിക്കുമോ നമ്മുടെ മക്കള് എപ്പോഴാ വന്നത്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എത്രയാ പഠിക്കണേ, ഉമ്മ ഇപ്പൊ ഒരു പശു കഴിച്ച് കെട്ടാൻ പോയതാണ്, ഉപ്പ ഇപ്പൊ ഒരു താഴത്തെ വീട്ടിൽ പോയതാണ് എന്ന് നമ്മുടെ മക്കൾ എത്ര കൗമാരങ്ങൾ പറയും. എത്ര പെട്ടെന്ന് ചോദിക്കണം ഉപ്പ എവിടെ, ഉമ്മ എവിടെയാണെന്ന് നമ്മുടെ മക്കളോട്. ഒരുപക്ഷെ എന്റെ സംസാരം മക്കളെ കുറ്റപ്പെടുത്താനല്ല, തലമുറയ്ക്ക് എന്തേ ചില മാറ്റം വന്നു. മാറ്റം അനിവാര്യം, കാലാനുസൃതമാണ്. വികസനം അനിവാര്യമാണ്, കാലാനുസൃതമാണ്. അല്ലേ? വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്താൽ നമ്മളൊക്കെ അറിയാം, നമുക്ക് അവിടുത്തെ വികസനം ഇവിടെ വരണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടപ്പിലാകൂല. സാമ്പത്തികം ഒന്നു നിൽക്കുന്ന പല രാജ്യങ്ങളുമാണ് നമ്മൾ പ്രവാസികൾക്ക് ജോലി ചെയ്യുന്നത്. അവിടുത്തെ രീതികൾ ഇവിടെ നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ അത്ര പ്രായോഗികമല്ല. കാരണം എന്താ? സാമ്പത്തികപരമായിട്ടും നമ്മുടെ നാട് അത്ര പുരോഗമനത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ എത്തിയിട്ടുണ്ട്. സംസ്കാരത്താലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം നമ്മൾ മുൻപിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ചിലതുകൂടെ നമ്മൾ കൈക്കലാക്കാറുണ്ട്. സ്നേഹത്തെ നമ്മൾ തോൽപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സ്നേഹസമ്പന്നർ ലോകത്തിന്റെ പട്ടികയിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് നമ്മളാണ്. അല്ലേ? മലയാളിയാണ് സ്നേഹത്തിന്റെ കാര്യത്തിൽ ലോകത്തെ ഏറ്റവും വമ്പൻ. അവനെ കീഴ്പ്പെടുത്താൻ ആർക്കും പറ്റില്ല. പക്ഷേ സ്നേഹ വായ്പകളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ മക്കൾക്ക്. പക്ഷെ നമ്മുടെ മക്കൾക്ക് എന്തേ ചില പരാജയങ്ങൾ സംഭവിക്കുന്നു. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ച തലമുറ ഉണ്ടല്ലോ, ഏത് Z ജനറേഷൻ നിന്ന് മില്ലേനിയം ജനറേഷൻ നിന്ന് Z ജനറേഷൻ, Z ജനറേഷനിൽ നിന്ന് ആൽഫ ജനറേഷൻസ്. അപ്പൊ ആൽഫ ജനറേഷൻസിന് പ്രത്യേകതകൾ, ഒരുപാട് പ്രത്യേകതകളുണ്ട് അവർക്ക്. വീണ്ടും അവർ രാത്രി പകലാക്കുന്നവരാ, പകലിനെ രാത്രിയാക്കുന്നവരാ അവര്. അവർക്ക് രാത്രിയിലൊക്കെ വീട്ടിൽ നമുക്കറിയാം പല വണ്ടികളും വീടിന് മുമ്പിലൊക്കെ വരും. വണ്ടിയുടെ ഒച്ച ഇങ്ങനെ കേൾക്കും ഉമ്മ, അല്ലെ? ഓടിപ്പോയി നോക്കുമ്പോ ആ വണ്ടിയുടെ പുറകെ മകൻ പോയിട്ടുണ്ടാവും. എടാ ജി എവിടെയാടാ? ഞാൻ പോരമ്മ. പിന്നെ കുറച്ച് ഉമ്മയ്ക്ക് നെഞ്ചിൽ തീയ, നീ എവിടെയാ പറയേ, സമയം 11 ഉപ്പ എന്നെ വിളിക്കണ്ടേ? ഉമ്മ അപ്പ വരാൻ ഒന്നും ഉണ്ടാക്കങ്ങളോട് വല്ലാത്തൊരു ഉമ്മന്നെ വെറുപ്പിക്കല്ലേ പ്ലീസ്. ഞാൻ ചെറിയ കുട്ടിയൊന്നല്ല, നിങ്ങൾ അടങ്ങിക്കവിടെ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ബീച്ചിലുണ്ട്, ഇവിടെ DJ പാർട്ടി കേൾക്കുന്നുണ്ട്. ഇവിടെ ഉമ്മക്ക് എന്താ ഭയങ്കര ഒരു ഇടങ്ങേറ്. ഉമ്മനെ കൊണ്ട് കുടുങ്ങിയാൽ അതിനെ വീട്ടിൽ വരാൻ തോന്നാത്ത അല്ലാത്തൊരു തൊണ്ടറ് തന്നെ ഈ ഉമ്മനെ കൊണ്ട്, അല്ലേ? മക്കളെ രാത്രിയിൽ കൃത്യസമയത്ത് മക്കൾ കിടന്നുറങ്ങാത്ത മക്കളായി നമ്മുടെ സാക്ഷര കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാന കാരണങ്ങൾ എന്താ? നൈറ്റ് ക്ലാസ്സുകൾ, നൈറ്റ് ക്ലബുകൾ, ടർഫുകള്, നൈറ്റ് അല്ലെ യാത്രകള്, നൈറ്റ് ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞ പുതിയ രീതി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പുതിയ രീതികൾ അല്ലേ? ഇപ്പൊ മൈതാനങ്ങളൊന്നും ഇല്ല.
എവിടെയെങ്കിലും ഇത്തരത്തിൽ മൈതാനങ്ങളുണ്ടോ? മണ്ണിൽ പന്ത് കെട്ടാൻ നമ്മുടെ മക്കളെ കിട്ടുമോ? രാവിലെ എഴുന്നേറ്റ് ചെരുപ്പിടാൻ നഗ്നപാദങ്ങളാൽ ഒരു മണ്ണിലൂടെ നടക്കാൻ നമ്മുടെ കുട്ടികളെ കിട്ടുമോ? പിള്ളേർക്കാലത്ത് എഴുന്നേറ്റ് നടക്കാൻ? ഏതെങ്കിലും മാവിൻ ചൂട്ടി പോയിട്ട് ഞെട്ടറ്റ് വീഴുന്ന മാങ്ങ എടുത്തിട്ട് കല്ലിലൊരു ചൊറിഞ്ഞു കുടിക്കാൻ നമ്മുടെ ബാല്യങ്ങളെ കിട്ടുമോ? ഇല്ല. കുളത്ത് ചേരാൻ മക്കളുണ്ടോ? ഇല്ല. എല്ലാ കുളങ്ങളും പറയാണ്, വരുവിൻ ബാല്യങ്ങളെ എന്നിലേക്കൊന്ന് എടുത്തു ചാടുവിൻ, ഞാനിതാ മാലിന്യം നിറഞ്ഞിങ്ങനെ കിടക്കുക, നിങ്ങളത് മുങ്ങാൻ കൂടി ഇടൂ. മാവ് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട ബാല്യങ്ങളെ വരൂ, എന്നിലേക്കൊന്ന് നിങ്ങൾ കല്ലെറിയൂ. ഞെട്ടറ്റ് വീഴുന്ന മാങ്ങയെടുത്ത് നിങ്ങൾ കടിച്ച് നിങ്ങളുടെ മുഖഭാവം ഞാനൊന്ന് കണ്ട് ആനന്ദിക്കട്ടെ. എന്റെ മാവിൻ ചൂട്ടിൽ നിങ്ങൾ എന്തേ വരാത്തത്? നിങ്ങളുടെ കയ്യിലെ ആ യന്ത്രങ്ങളൊന്ന് താഴെ വെക്കുവിൻ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഒന്ന് താഴെ വെക്കുവിൻ, എന്റെ മുഖത്തൊന്ന് നോക്കുവിൻ. വാർദ്ധക്യമുള്ളവർ പറയുന്നു, എന്താ വല്യപ്പമാരും ഉപ്പമ്മമാരുടെ കൈകളിൽ ചുടക്കപ്പെടാൻ, തലയിൽ നരച്ചമുടി വരയ്ക്കാൻ, തലയിൽ തലോട അവരുടെ കൈകളെ കാലുകളൊന്ന് പിടിച്ച് ബലം പിടിക്കാൻ, അവർ ചെരുപ്പൊന്ന് കഴുകി കൊടുക്കാൻ, അവരുടെ വസ്ത്രമൊന്ന് കഴുകി കൊടുക്കാൻ ഉപ്പാപ്പമാർക്കും വല്യപ്പന്മാർക്കും എന്ന് പേരക്കിടാങ്ങൾക്ക് സമയമില്ല. കാര്യം എന്താ? അവരുടെ കൈകളിലെല്ലാം ഈ പറഞ്ഞ ഇലക്ട്രോണിക് ഡിവൈസുകൾ കടന്നു വന്നു. അവരെല്ലാം ഒറ്റയ്ക്കാണ്. കവലകളിലും കലുങ്കുകളിലും പാലത്തിനടിയിലും മുകളിലും ആൾക്കൂട്ടങ്ങളിലും സദസ്സുകളിലും വേദികളിലും മുഴുവനും ബാല്യങ്ങളുടെ കൈകളിൽ ഈ പറയുന്ന യന്ത്രങ്ങൾ കടന്നു വന്നു, ഈ പറയുന്ന ഡിവൈസുകൾ കടന്നു വന്നു. പരസ്പരമുള്ള സംസാരങ്ങൾ കുറഞ്ഞു. എന്തിനേറെ പറയുന്ന കട്ടിലെ കിടക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും സംസാരിക്കാൻ സമയമുണ്ടോ? കിട്ടുന്ന സമയം ഭർത്താവും തോന്നും ഭാര്യയും തോന്നും. ഭാര്യ പൊട്ടിച്ചിരിക്കും, ഭർത്താവും ചിരിക്കും, രണ്ടാളും ചിരിയാണ് അല്ലെ? ആ ശരിയും കടയിലെ ഭാര്യ ചിരിച്ച് ഭർത്താവിനോട് തള്ളി നിലത്ത് കിടന്ന് നോക്കി, അറിഞ്ഞില്ല പാവം പിടിച്ചോളൂ. ഭർത്താവ് നിലത്ത് പോയപ്പോ പിടിച്ചു വന്നിട്ട് പറഞ്ഞു, നീ കിടക്കടിയാ. എവിടെ കേൾക്കാൻ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ചെവിയിലൊക്കെ പുതിയ സാധനം ഭർത്താവ് വാങ്ങി തന്നിട്ടുണ്ട് അല്ലെ, ഇയർബഡ്സ്. അപ്പൊ നിങ്ങൾ ചിരിക്കുക, റീൽസ് കണ്ടിട്ട് ഭക്ഷണം ഉണ്ടാക്കണോ അത് ഇതും കുട്ടി കാണിക്കണ കണ്ട് പെരും ചിരിയ. രാവിലെ 10 മാസം സാധനം നമ്മുടെ മകന്റെ മോളെ കയ്യിലായിരുന്നല്ലോ. ഇഷ്ടംപോലെ തുണികളൊക്കെ ഉണ്ടായിരുന്നു, മോക്ക് കൊടുത്തു, കീറിയപ്പോ കൊടുത്തു അല്ലെ, പഞ്ചായത്ത് മൊത്തം അവള് കീറി ഇല്ലേ, ഒച്ച ഉണ്ടാവും. എത്ര തുണിവേലും അലക്കാം, ആരോട് വേണേലും സംസാരിക്കാം, എന്ത് കാര്യങ്ങളും ചെയ്യാൻ, തുടയ്ക്കാം, വർത്തമാനം പറയാം, മിണ്ടാൻ പറയാം, ഒക്കെ ചെയ്യാം. ആ മൊബൈലിൽ ലോക്കൊന്ന് മാറ്റിയിട്ട് നമ്മുടെ 1, 2, 3, 4 വയസ്സുള്ള ആ കിടാവിനെ കിടന്ന് കൊടുത്താൽ മതി. ആ കരച്ചോട് നിൽക്കും. കൊടുത്തില്ലെങ്കിലോ? ഞാൻ പറഞ്ഞു കൊടുക്കരുത്, നാളെ നിങ്ങൾ പോയിട്ട് കൊടുക്കാതിരുന്നാലും അവൻ അല്ലേ കരഞ്ഞിട്ട് ഈ പഞ്ചായത്ത് മൊത്തം നിങ്ങളെ ഇതാക്കൂലേ? അപ്പൊ നിങ്ങൾ നിർത്തിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കൂലേ? അവന് കൊടുക്കുന്ന പാടെന്താ? കരഞ്ഞു കഴിഞ്ഞാൽ സാധനം കിട്ടും, ഉമ്മ തരും. കരഞ്ഞ് തളരുമ്പോ എടുത്ത് തോളത്തൊട്ട് 2 തട്ട് തട്ടിയിട്ട് അങ്ങനെ തൊട്ടിലിട്ട് 2 ആട്ടാട്ടുമ്പോൾ ആ കരഞ്ഞതിന്റെ ബാക്കി പത്രം എന്താ? സുഖമായിട്ട് കുഞ്ഞങ്ങോട്ട് ഉറങ്ങും, മനസ്സിലാക്കും, ചിന്ത വരും. കരഞ്ഞാലൊന്നും സാധനം കിട്ടും ഉമ്മാന്റെ കയ്യിൽ. ആ വിളവ് നടക്കൂല. നിലത്ത് കിടന്ന് കൈകാലിട്ടടിക്കും ഇല്ലേ? നമ്മൾ കൊടുക്കും. നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ് സത്യത്തിൽ. നമുക്കെന്താ? സ്വസ്ഥത വേണം, സമാധാനം, സ്വസ്ഥത. ഈ സ്വസ്ഥത കൊണ്ടു ചെന്നെത്തിക്കുന്ന എവിടെയെന്ന് അറിയുമോ? ഒരിക്കലും തിരിച്ചു വാങ്ങാൻ പറ്റാത്ത ഒരു കാലത്തിലേക്ക് വെക്കട, ഉണ്ണട, ഉറങ്ങട, അലക്കട, മുടിയൊന്ന് ചെയ്യട, മുടിയൊന്ന് വെട്ടട, ബെഡ്ഷീറ്റ് തിരിച്ചട, മുറി അടുക്കലെ തുറന്നിട്, ഞാൻ വൃത്തിയാക്കട്ടെ എന്നൊക്കെ നമ്മുടെ മക്കളോട് പറഞ്ഞാലോ അതെല്ലാം അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. കാര്യം എന്താ? അവനെ വല്ലാതെ സ്വാധീനിച്ചു അവന്റെ കയ്യിരിക്കുന്ന ആ സ്വാധീനം. പിന്നെ അത് വാങ്ങാൻ പറ്റുമോ? മാറ്റി വെക്കാൻ പറ്റുമോ? മാറ്റി വെച്ചതിന്റെ ഫലമല്ലേ 1238 അമ്മമാരുടെ ശരീരം മുറിവേറ്റത്. അതിൽ തന്നെ 48 അമ്മമാര് അല്ലെ, നാഷണൽ ക്രൈം ബ്യൂറോ റിക്കവർ 48 അമ്മമാര് ഈ ഇന്ത്യ മഹാരാജ്യത്ത് മരിച്ചുപോയില്ലേ? ആഴമുള്ള മുറിവുണ്ടാക്കിയിട്ടില്ല അമ്മമാരുടെ കഴുത്തിലും അല്ലെ, ശരീരത്തും, തലയ്ക്കകത്തൊക്കെ മക്കളും. ചെറിയ കണക്കല്ല കേട്ടോ, ഈ കണക്ക് ചെറിയ കണക്കല്ല. കാര്യം എന്താ? അത്രമേൽ നമ്മുടെ മക്കളെ സ്വാധീനിച്ചിരിക്കും. ആരും ഉത്തരവാദി? ഇവിടെയാണ് നമ്മൾ ഒരു പുനർവിചിന്തനം നടത്തേണ്ടത്. അപ്പൊ വീണ്ടും കാര്യത്തിലോട്ട് വരാം. ആൽഫാ ജനറേഷന്റെ സവിശേഷത പിന്നെ എന്തൊക്കെയാ നടക്കണേ? അവരുടെ ഭാഷാരീതി, പഠനരീതി, സ്വഭാവ രീതി, വിശ്വാസ രീതി, സോഷ്യൽ കമ്മിറ്റ്മെന്റ് ടോട്ടലി ചേഞ്ച് എന്ന് ഞാൻ പറഞ്ഞു. അവർ ഇഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. അവർ ഭക്ഷണം കഴിക്കുന്നൊന്നും റൈറ്റ് ടൈമിലല്ല. രാത്രി നിങ്ങളിത് പുറത്തിറങ്ങി നോക്കി, ഈവനിങ് സ്നാക്സുകളാണ് മുഴുവനും. ശരിക്കും എന്താ ഈവനിങ് സ്നാക്സ്? എന്താണത്? നമ്മുടെ മക്കൾ എത്ര ഞാൻ നാളെ നോക്കുമ്പോൾ ഞാനും ചെയ്തും വരുമ്പോ ഞാൻ നാദാപുരത്ത് പ്രോഗ്രാം കഴിഞ്ഞ് വരികയാണ്. ഒരു കാറിൽ ഒരാൾ കൊണ്ടു കൊടുക്കുന്നുണ്ട്, നോക്ക് ഒക്കെ തിന്നണതാരെന്ന് പറഞ്ഞാൽ ഉപ്പയും മോനും ഭാര്യ പുറകിരിക്കുന്നുണ്ട്. ഈ കുട്ടി ഇവരുണ്ട്, ഇവരെ കാറിന്ന് പുറത്തിറങ്ങിയ ഇവരെ കാലൊന്നും പുറത്തേക്ക് ഇറങ്ങൂല, അത്ര നല്ല തടിയുണ്ട്.
ഒരു 9 സമൂസ ഇവനെ കൊണ്ട് കൊടുത്തു, ചിക്കൻ സമൂസ. ആ വെള്ളം ഇതിനകത്ത് മുക്കി അടിക്കാണ്ട് ഇതിലൊക്കെ ഒരു കൊമ്പമീശ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അവിടെ പലതും. ചിരിച്ചോ? നമ്മൾ ഈ പാവങ്ങളെ എങ്ങനെയല്ലേ പഠിപ്പിച്ചു കൊടുത്തിരിക്കണം കുഞ്ഞുങ്ങളെ. മക്കളെ എന്തോ വിളിക്കണം കുട്ടികള്, മക്കളെ. ഓ ഇവിടുക്ക് നല്ല ഒന്നും കൂടെ ഒച്ച വെക്കണേ. മക്കളെ പോരല്ലോ, ഒന്നിച്ച്. മക്കളെ കോഴി നമുക്ക് എന്താ തരിക? മുട്ട. പശു നമുക്ക് എന്ത് തരും? പാല്. ഒന്നും കൂടെ പറഞ്ഞേ. കോഴി നമുക്ക് മുട്ട തരും, പശു നമുക്ക് പാല് തരും. ഞാൻ പഠിപ്പിച്ചല്ലത് കേട്ടോ, ഞാൻ പഠിപ്പിച്ചല്ല. ഇങ്ങനെ നമ്മൾ മക്കളെ പഠിപ്പിച്ചിരിക്കണം. കോഴി നമുക്ക് മുട്ട തരും, പശു നമുക്ക് പാല് തരും. പശു എവിടെ നമുക്ക് പാല് തരണേ? ആ കുട്ടിനെ വിട്ടിട്ട് അകിട് ഇങ്ങനെ അടിച്ച് ചുരത്തിയിട്ട് മൊത്തം കാർന്നിട്ട് അവസാനത്തെ ആ വെള്ളം കൂടെ ഊറ്റിയെടുത്തിട്ട് നമ്മൾ കൊണ്ട് കൊടുക്കും. കോഴിയുടെ മുട്ട എടുത്തിട്ട് അതിന്റെ കുഞ്ഞിനെ ഉണ്ടാക്കി ഇല്ല ഇവിടുത്തെ രീതികൾക്ക് നമ്മൾ അതിനെ പെറുക്കി ആംബ്ലേറ്റ് അടിച്ച് പുഴുങ്ങി നമ്മൾ അടിക്കും. അപ്പൊ കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ? കുട്ടികൾ അങ്ങനെ നിഷ്കളങ്കരാണ്. കുട്ടികൾ നിഷ്കളങ്കരാണ്. അത്ഭുതങ്ങളെ ഇതിഹാസങ്ങളെ തേടി പോകുന്നവരാണ് നമ്മുടെ മക്കള്. അവരെ ചേർത്ത് പിടിക്കണം, അല്ലേ? ചേർത്ത് പിടിക്കണം. അപ്പോ ഈ പറയുന്ന ആൽഫ ജനറേഷൻ എന്ന് പറയുന്നത് അവരുടെ കാലഘട്ടമാണ്. 2010 ശേഷം ജനിച്ച് 2025 വരെയുള്ള തലമുറയെ ആൽഫ ജനറേഷൻ വിളിക്കപ്പെടുമ്പോൾ നമ്മളെല്ലാം നമ്മുടെ മക്കളും നമ്മുടെ കൂടപ്പിറപ്പിന്റെ ഒക്കെ വയസ്സൊന്ന് നോക്കണം. ശരിയാണോ ഈ പറയുന്നത്? ഈ കാറ്റഗറി പെട്ടവരാണോ? ഇവരുടെ രീതി എന്താ? വിശ്വാസം എന്താ? ഭക്ഷണ രീതി എന്താ? പെരുമാറ്റ രീതി എന്താ? ഇവർ വിശ്രമം എന്താ മനസ്സിലാക്കണം, അല്ലേ? അവർ ഈ കാലത്തിലെ മക്കൾക്കൊക്കെ വല്ല കട ഉൾക്കാണ്ടത്തൊക്കെ ഇവിടെ നിങ്ങൾ ആരെങ്കിലും വല്ല പാണക്കാട്ട് തങ്ങന്മാരെയോ അല്ലെങ്കിൽ ആരെയൊക്കെ വിളിച്ചാൽ വല്ല മതവിശ്വാസത്തിന് ആളുകളെ വിളിച്ചാൽ നമ്മുടെ മക്കളെ കിട്ടുമോ? കിട്ടൂല. അതൊക്കെ പഴയ കാലമാണ്. ഇപ്പോഴൊക്കെ ചില ആൾക്കാരെ വിളിക്കണം, അവരെ വിളിച്ചാൽ ആൾക്കാർ കൂടുള്ളൂ. ആ പേര് ഞാൻ പറയില്ല, പറഞ്ഞാൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. തിരുവനന്തപുരത്ത് കാസർഗോഡ് എന്റെ സ്ഥലം ബന്ധപ്പെട്ടുകൊണ്ടൊരു സാധു സ്ത്രീ ദയാബായി അവിടെ 80 വയസ്സിലും അവിടെ നിരാഹാരം കിടന്നു. സെക്രട്ടറി മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ പോയിട്ട് അവിടെ ഒരു സെൽഫി എടുത്തിട്ടില്ല. 200 മീറ്റർ അപ്പുറത്ത് നോക്കിയാൽ കാണുന്ന ദൂരത്ത് ഒരു കടയ്ക്ക് ഒരു ഉദ്ഘാടന സെലിബ്രിറ്റി വന്നതാ. 40 പോലീസുകാരാ എലനൂട്ടിക്ക് അവിടെ നിന്നത്. പിള്ളേരെ നമ്മളെ കുട്ടികളെ ഈ ആൽഫ ജനറേഷൻ മാറ്റാൻ വേണ്ടിട്ട് അവിടെ മാറണം പറഞ്ഞ് മാറണ്ടേ? ഒന്ന് കണ്ടോട്ടെ, തൊട്ടോട്ടെ, തൊട്ടാ പോകാം, കണ്ടാ പോകാം, സെൽഫി എടുത്താ പോകാം. എവിടുന്നൊക്കെയാ വന്നേക്കെന്ന് പറയും. 3 നല്ലോണം ബൈക്ക് കയറിയിട്ട് മക്കൾ അങ്ങനെ അവരങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വയലാർ മനോഹരമായ വരികയിൽ സത്യനും പ്രേമസുരൊക്കെ അഭിനയിച്ച മനോഹരമായ സിനിമകളൊക്കെ ഉണ്ടായിരുന്ന നാട്ടിൽ പണ്ട്. ഇപ്പൊ സിനിമയോ? മക്കളോട് ചോദിച്ചു ഏതാ നല്ല സിനിമകളൊക്കെ ചോദിച്ചായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? നിങ്ങളെ സ്വാധീനിച്ച സിനിമ ഏതാ? കുട്ടികൾ പറയാണ് ഏതൊക്കെയാ സിനിമ അവരെ സ്വാധീനിച്ച? ആവേശം, പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്. ഈ 3 സിനിമയുടെ ആത്മാവ് എവിടെയാ? അടി, ഇടി, കുടി. തോട്ടം തൊട്ട് അടിയാണ് ആവേശ സിനിമ. പിന്നെ ഫുൾ ടൈം കുടി, പിന്നെ ഫുൾ ടൈം വലി. ഇതാണ് മക്കൾക്ക് ഇഷ്ടം. പ്രേമലു, മഞ്ഞുമൽ ബോയ്സ് എല്ലാം ഒന്ന് പരിശോധിച്ചോളൂ. ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നില്ല, ഫിലിം ഇൻഡസ്ട്രിയെ കുറ്റപ്പെടുത്തി. എല്ലാ കലകളിലും കൂടെ അല്ലെ സന്നിവേശിക്കപ്പെടുന്ന മഹത്തരമായ ഒരു കലയാണ് സിനിമ എന്ന് പറയുന്ന മാധ്യമം. കേവലം എന്റർടൈൻമെന്റ് അല്ല, അത് സമൂഹത്തെ കൺസ്ട്രക്ട് ചെയ്യണം, സമൂഹത്തെ നയിക്കപ്പെടണം. ഈ സിനിമകളോടെയാണ് സമൂഹത്തെ നയിക്കുന്നത്. നമ്മുടെ മക്കളൊക്കെ പലരും റോൾ മോഡൽ, ബ്രാൻഡ് അംബാസഡർ ഒക്കെ എത്ര ആളുകളാണ്. പല മക്കളുടെയും മൊബൈലൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് പൃഥ്വിരാജും ഇന്ദ്രജിത്തും ദുൽഖറും മമ്മൂട്ടി മോഹൻലാലൊക്കെ അവരുടെ ആ സ്ക്രീൻ സവറിനകത്തുള്ളത്. ഒരു ഉപ്പയുമ്മയുടെ ഫോട്ടോ ഞാൻ കാണാറില്ല. ഇപ്പൊ ചെറിയ മക്കളൊക്കെ പൊടിക്കുട്ടികളൊക്കെ ഒരു തൊപ്പി വെച്ചൊരു ഫോട്ടോ ഇട്ടാണ് നടക്കണേ. മേത്ത് ഇങ്ങനെ തുപ്പുക, അപ്പനെ അമ്മയും കുറ്റം പറയുന്നു, അവനെ കൊണ്ടാണ് നടക്കണേ മക്കള്. നമ്മുടെ മക്കള് എന്ത് പറ്റിയെന്നറിയില്ല. ഇവരൊക്കെ കഴിക്കണ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? പുതിയ രീതി അറിയാം. ഇത് ഇന്നലെ മിഞ്ഞാന്ന് ഫേസ്ബുക്കിൽ നിൽക്കുന്നു പുതിയ അലുവയും മീൻചാറും വാളംപുളിയും കട്ടൻ ചായയും, പിന്നെ പറയാം ലഡു ചമ്മന്തി. ലഡു ചമ്മന്തി കഴിച്ചിട്ടുണ്ടോ? കഴിക്കണം എന്ന് അവര് പറയണേ കുട്ടികൾ. വറുത്ത ഇലയും തൈര് സലാഡും, മീൻ വറുത്തതും തൈരും ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയില്ല. നെയ്യപ്പം പോത്തിറച്ചി, ഏത്തപ്പഴവും പോത്തിറച്ചി, അല്ലേ? അപ്പൊ അലുവ മീൻ ചാറ്, ഇതൊക്കെയാണ് അവരുടെ ട്രെൻഡ്. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മക്കൾ അങ്ങനെ ആയി മാറി. ഇനി അവിടെ വെക്കട്ടെ, ഇനി നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാം കേട്ടോ. അപ്പൊ മില്ലേനിയൻ, Z generations, Alpha generations, then coming to startup up to ഏതാണ്? ബീറ്റ ജനറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. 2025 ജാനുവരി 1 തൊട്ട് ജനിക്കുന്ന തലമുറകളെ വിളിക്കുന്ന പേരാണ് ബീറ്റ ജനറേഷൻസ്.
അതായത് 2025 ശേഷം ജനിച്ച കുളൈന്തകൾ, ജനിച്ച കുട്ടികള് മിടുക്കന്മാരാണ്, ശ്രേഷ്ഠന്മാരാണ്, അവർക്ക് വിശ്വാസം ഉണ്ടാവില്ല എന്ന് ശാസ്ത്രലോകം പറയുന്നു. അവരെ ഒന്നും ചർച്ചിനകത്തോ പള്ളിക്കകത്തോ ക്ഷേത്രങ്ങളൊന്നും അവരെ കിട്ടൂല, കുമ്പിടൊന്നും അവരെ കിട്ടൂല. അവർ റെസ്റ്റോറന്റുകളും ഹോട്ടലുകളിലും അടുക്കളകളിലും ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കൂല. അവര് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റൂല, ആദ്യം എടുക്കും, പെട്ടെന്ന് ഭക്ഷണം കിട്ടണം. ക്ഷിപ്ര ഗോപികൾ എന്ന് പറയപ്പെടുന്നു. അപ്പോ ഓൾസോസ് കാർട്ടൂൺ വരച്ച മനോഹര ചിത്രം കണ്ടായിരുന്നു നിങ്ങൾ? ഭാവനാത്മകമായ ചിത്രം വരച്ചു ബീറ്റാ ജനറേഷനെ കുറിച്ച്. ഒരു സിസ്റ്റർ അമ്മ പ്രസവിച്ച കുഞ്ഞിനെ ഇങ്ങനെ ആ ടർക്കിയിൽ പട്ടുപോലെ ടർക്കിയിൽ പൊതിഞ്ഞിട്ട് ഭർത്താവിനെ കാണിക്കാൻ ഇങ്ങനെ കൊണ്ടുവരിക. ഭർത്താവ് ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ അവന്റെ 2 കൈയും ടർക്കിയുടെ പുറത്തായിരിക്കണം, ചോര കുഞ്ഞിന്റെ. പ്രസവിച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്, പക്ഷെ അവന്റെ 2 കൈയിലും ആ നേഴ്സിന്റെ ഫോണും അടിച്ചു മാറ്റിയിട്ട് അവൻ വരുന്നത്. അവന്റെ 2 കൈയിലും ഫോണുണ്ട്, ആ കുഞ്ഞു കയ്യിൽ ഫോണ് പിടിച്ചിട്ട് വിടുന്നില്ല ആ ഫോണ്. ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മൈൻഡ് ക്രിയേറ്റ് ചെയ്ത ഒരു ജനറേഷൻ പിറവിയെടുത്തിരിക്കുന്നു 2025 ശേഷം. അവർ ഇമാജിനിങ് തോട്ട്സുകളാൽ, റിയാലിറ്റി തോട്ട്സുകളെല്ലാം മാറ്റിവെച്ച് ഇമാജിനിങ് തോട്ട്സുകളാൽ കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു തലമുറ ഇതാ നമ്മുടെ മണ്ണിൽ പിറന്നിരിക്കുന്നു. അവർ വിളിക്കുന്ന പേരാണ് ബീറ്റാ ജനറേഷൻസ്, അല്ലേ? അവരുടെ ജീവിത രീതികൾ മുഴുവനും സൈബർ റിലേറ്റഡ് ആണ്, അവരുടെ ചിന്തകൾ മുഴുവൻ സൈബർ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് 2024 ഡിസംബറിൽ ചൈനയിൽ ചോങ്കിങ് സിറ്റി എന്ന് പറയുന്ന സിറ്റി ഉണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കണം. ആ ചൈനീസ് സിറ്റിയിൽ വിചിത്രമായൊരു മത്സരം നടന്നു. മത്സരം എന്താണെന്ന് അറിയാമോ? 1000-ഓളം വരുന്ന മക്കളെ ഇവിടെ നോക്കുക, ഒരു കാര്യം പറയാം. ഇവിടെ നല്ല കുട്ടികളാണ്, ഗുഡ് ബൈ. ഓക്കെ, കുട്ടികളൊക്കെ നോക്കണേ, ഒരു കാര്യം പറഞ്ഞുതരാം. എവരിബഡി ലിസൺ ഹിയർ. ഓക്കെ, 2024 മക്കളൊക്കെ കേൾക്കണം കേട്ടോ. ഒരു മത്സരം നടന്നു. മത്സരം ഇങ്ങനെയാണ്: 1000 എൻട്രികൾ അവർ ക്ഷണിച്ചു ചോങ്കിങ് സിറ്റിയിൽ. ആ ഒരു ഓഡിറ്റോറിയത്തിനകത്ത് എല്ലാവരും 1000 പേരെ അതിനകത്തേക്ക് അക്കോമഡേറ്റ് ചെയ്തു. അതിനകത്തുനിന്ന് 100 പേരെ ഫൈനലായിട്ട് സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്തതിന്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ്? ഈ 100 പേരോടും പറഞ്ഞത് 8 മണിക്കൂർ സമയമുണ്ട്, വർക്കിംഗ് ഹവേഴ്സ് 8 ഹവേഴ്സ് ആണ്. 8 മണിക്കൂറിനുള്ളിൽ ആരും സെൽഫ് ഫോണുകളോ ഒരു തരത്തിലുള്ള ഡിവൈസുകളോ ലാപ്ടോപ്പുകളോ ഇല്ലെങ്കിൽ അത്തരമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്മാർട്ട് ഉപകരണങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങളുടെ മാനസിക മനോനിലകളും നിങ്ങളുടെ ശാരീരിക ചലനങ്ങൾ, ബോഡി ലാംഗ്വേജ് മൊത്തം എക്സ്പേർട്ട് പാനൽ അനലൈസ് ചെയ്യും. ആഫ്റ്റർ അതിനനുസരിച്ചൊരു മാർക്ക്, ഈ പറഞ്ഞ സൈക്കാട്രി ഇന്റർവെൻഷനോട് കൂടി മാർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യും. ആ മാർക്കാണ് നിങ്ങളെ മത്സരത്തിന്റെ രുചിയായിട്ട് പ്രഖ്യാപിക്കുക. ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കിട്ടുന്ന ആൾക്ക് കിട്ടുന്ന സമ്മാനം എന്ന് പറയുന്നത് 10 lakhs rupees പ്രത്യേകം മെമന്റോയും. അങ്ങനെ 1ാം സമ്മാനം കിട്ടിയ 19 വയസ്സുകാരെ പെൺകുട്ടിക്ക് കിട്ടിയത് 189 മാർക്കാണ് കിട്ടിയത്, 89 മാർക്ക്. പക്ഷെ അവള് പിന്നിട്ട സമയം 8 hours ആണ് മാക്സിമം ടൈം. പക്ഷെ അവള് 6 മണിക്കൂർ മാത്രമേ അവൾ എത്തിയിട്ടുള്ളൂ. അപ്പോഴേക്കും അവളെ മൈൻഡ്, മെസ്സേജ്, ചാറ്റിംഗ്, സുഹൃത്ത്, അവളുടെ ഈ കാര്യങ്ങളിലേക്ക് അവളുടെ മൈൻഡ് അതിലേക്ക് സ്പ്രെഡ് ചെയ്തു. ബോഡി ഞങ്ങൾക്ക് ചേഞ്ച്, അവളുടെ ഐ ടു ഐ കോണ്ടാക്ട് ചേഞ്ച് ആയപ്പോൾ അവൾ ആണ് മാക്സിമം എത്തി. സെക്കൻഡ് സമ്മാനം കിട്ടിയ കുട്ടി 3 മണിക്കൂറാണ് പിന്നിട്ടത്. 3ാം സമ്മാനം കിട്ടിയ കുട്ടി 1.5 മണിക്കൂറാണ് പിന്നിട്ടത്. മനസ്സിലാക്കേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ടുണ്ട് വേൾഡിൽ എല്ലാ വർഷവും നമുക്കറിയാം, എല്ലാ വർഷവും നിങ്ങൾ നോക്കിയെന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഗൂഗിളിലോ ചാറ്റ് ജിപിടിയിലോ ചോദിച്ചാൽ മതി. എല്ലാ വർഷവും ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഒരു വേർഡ് കണ്ടുപിടിക്കുന്നത്, വേർഡ് ഓഫ് ദ ഇയർ 2024 വേർഡ് ഓഫ് ഇയർ ഫ്രം ഓക്സ്ഫോർഡ് ഡിക്ഷണറി ബ്രെയിൻ റോട്ട് ആണ്. വാട്ട് ഈസ് മീനിങ് ഓഫ് ബ്രെയിൻ റോട്ട്? എന്താണ് ബ്രെയിൻ റോട്ട്? തലച്ചോറിന് ചീയൽ വന്നിരിക്കുന്നു. നിലവാരമില്ലാത്ത ഓൺലൈനുകൾ, ട്രേഡിങ്ങുകൾ, ചാറ്റിങ്ങുകൾ, അസമയത്തെ ചാറ്റിങ്ങൾ, അശ്ലീല വീഡിയോ ചിത്രങ്ങൾ, മറ്റുള്ളവരുമായിട്ട് ചാറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആവാസതയ്ക്കും പറ്റാത്ത രീതിയിലുള്ള, നമ്മുടെ സ്വഭാവ രൂപത്തിൽ പറ്റാത്ത രീതിയിലുള്ള ചില അഭിശുദ്ധമായ ചാറ്റിങ്ങളൊക്കെ നമ്മളെ ഒരു അപജയത്തിലേക്ക് കൊണ്ടുചെന്ന് നിർത്തിയിരിക്കുന്നു ഈ തലമുറയെ. ആ തലമുറ പേടിക്കുന്നു, ആ തലമുറ ആശങ്കപ്പെടുന്നു. ആ തലമുറ ഏറിയ പങ്കും ആൽഫ ജനറേഷൻസ്, അതായത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കൊക്കെ, എസ്പെഷ്യലി പെൺകുട്ടികൾ, മൊബൈൽ ഫോണിനകത്ത് മാതാപിതാക്കൾ കാണാതിരിക്കാൻ എല്ലാം ഡിലീറ്റ് ചെയ്യും, ക്ലിയർ ചെയ്യും, ഫോർമാറ്റ് ചെയ്യും. പക്ഷെ പുരുഷവർഗം, ആൺകുട്ടികൾ ഒന്നും ഡിലീറ്റ് ചെയ്യില്ല. കാരണം എന്താ? അവരെ നോക്കാൻ സംവിധാനമില്ല. ആൺകുട്ടികളുടെ മൊബൈൽ ഫോണുകൾ പരിശോധിക്കാൻ മാതാപിതാക്കൾക്ക് സമയമില്ല, ചോദിച്ചാൽ പറയുമില്ല. നമുക്ക് അവരോടുള്ള ഇടപെടലക്കകത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പെൺകുട്ടികളാണല്ലോ നമുക്കുള്ള നമ്മൾ ആധിപത്യം. അതുകൊണ്ട് അവൾ അമ്മ കാണാതെയും ഉമ്മ കാണാതെയും അച്ഛൻ കാണാതെയും ഒക്കെ ഡിലീറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്ന ദോഷം എന്താ? ആ 3 പേരുടെ പോണു. ഹലോ 3 ആള് വാ, ഇങ്ങോട്ട് ഇപ്പൊ കഴിയും, ഇങ്ങോട്ട് വാ. അങ്ങനെ വിടൂല. ഞാനേ കണ്ണൂർ ഇത്രയും ദൂരം ഈ കമ്മിറ്റിക്കാരെ കൊണ്ടുവന്നതേ, പുറത്ത്
പിള്ളേരല്ല, അവിടെ ഇരുന്നോ. അത് ശരി. ആ അപ്പോ ഒറ്റ ഒന്ന് പോയാൽ ഞാൻ പുറകെ ഒന്ന് പിടിച്ചോണ്ടെടുത്തു, ഞാൻ ഉറപ്പാ. അപ്പൊ നോക്ക്, നിങ്ങൾ പോയാൽ എനിക്ക് വലിയ സങ്കടം മക്കളെ, വേറെ ഒന്നും. ഇത്രയും വലിയ സാഹസം ഞാൻ ആദ്യമായിട്ട് കാണാം. അതെങ്ങനെയൊക്കെ പറയുന്നത് സത്യം. എന്തെല്ലാം സാഹസം നോക്കിക്കേ. ഇവിടുത്തെ ഈ ഒരു അടുക്കും ചിട്ടയും കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അത് ഇവിടുത്തെ യൂത്ത് ലീഗിന്റെ കുട്ടികളെ ഞാൻ പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുകയാണ് കേട്ടോ, വളരെയധികം അഭിനന്ദിക്കുകയാണ്. കാരണം എത്ര മനോഹരമായ ശബ്ദമാണ് നോക്കി. ഏതാ ശബ്ദം? ഏതാ ശബ്ദം? ബാസി അരുവാട്ടി ഇവിടെ ഉണ്ടോ? ആളെന്ത് എഞ്ചിനീയറെ കാണുന്നില്ലല്ലോ. ആ ഓക്കെ. അപ്പം ഇവിടെ നല്ല ശബ്ദമാണ്, നല്ല പ്രകാശം, എല്ലാം നല്ലതാണ്. അതുകൊണ്ട് ഞാൻ നീട്ടി ഒന്നും കൊണ്ടുവരും, പെട്ടെന്ന് നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ശ്രദ്ധയെല്ലാം അവിടെ വരണം. കുഞ്ഞുങ്ങളൊക്കെ കളിച്ചോട്ടെ, അവരൊന്നും നിങ്ങൾ തടുക്കണ്ട. പക്ഷെ ഒരു കാര്യം ചെയ്യണം, ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല കുട്ടികളോട്. അവരെ മടി പിടിച്ചിരുത്തിയാൽ വലിയ സന്തോഷമാണ് കേട്ടോ. കളിക്കാൻ പറഞ്ഞ കുടിയും അതേ ഓടുന്നൊരുത്തൻ. ആ ഒരു ഡോക്ടറാ പോണത് കണ്ടില്ലേ. അപ്പൊ ഓക്കെ. അപ്പോ എവിടെ പറഞ്ഞു നിർത്തിയെന്ന് അറിയാം? എവിടെ പറഞ്ഞു നിർത്തിയ? എവിടെ ഞാൻ പറഞ്ഞു നിർത്തിയ? എവിടെയാ പറഞ്ഞു നിർത്തിയ? ആദ്യം പറഞ്ഞു നിർത്തിയേ. ഒരു കണക്ഷൻ എന്താ? വണ്ടി സ്റ്റാർട്ട് ആകട്ടെ. ഏത്? അല്ലേ? അപ്പം ഈ പറയുന്ന ഓൺലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഇടപെടലുകളും മനുഷ്യൻ നടക്കുമ്പോ മനുഷ്യനൊരു പരാജയം, അപജയം സംഭവിച്ചിട്ടുണ്ട്. അപജയത്തിന്റെ പേര് ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഇട്ടൊരു വേർഡ്, കുഞ്ഞു വേർഡാണ് ബ്രെയിൻ റോട്ട്. തലച്ചോറിന് ചീയൽ സംഭവിച്ചിരിക്കുന്നു വർത്തമാന കാലഘട്ടങ്ങളിൽ. അപ്പൊ ഇത് ഒരു സൈബർ റിലേറ്റഡ് കാലഘട്ടമാണ്. എന്റെ അന്ന് വന്നപ്പോൾ വാച്ച് എന്റെ കൈ കിടക്കണം. എന്റെ മകന് വീട്ടിലൊരു വണ്ടിയായിട്ട് പോയാൽ ഒരു ലോറിക്കകത്ത് കയറ്റാൻ മാത്രം വസ്ത്രവും ചെരുപ്പും ഷൂ ഒക്കെ എന്റെ മകനുണ്ടാവും. അവന്റെ സൈക്കിളും അവന്റെ മൊബൈലും അവന്റെ കളിപ്പാട്ടങ്ങളും വീട്ടിലുള്ള സ്ഥലം. എനിക്കൊന്നുമില്ല, ഞാൻ അവർക്ക് വേണ്ടിയാണ് ജീവിച്ചത്. പക്ഷെ ഇന്ന് എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്? എന്റെ യൗവനം മുഴുവൻ പോയില്ലേ. ഞാൻ പറയുമ്പോഴൊക്കെ എന്റെ ഭാര്യ കുറ്റമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഫോൺ വിളിച്ചാൽ മൊത്തം നിങ്ങൾ ഇന്ന കാര്യം ചോദിക്കാൻ വയ്യ. ഞാൻ അങ്ങനെ ആയി പോയി സാർ, എനിക്ക് അവളോട് സ്നേഹമില്ലാത്തോണ്ടല്ല, ഞാൻ അങ്ങനെ ആയിപ്പോയി, എന്റെ മനസ്സങ്ങനെ ആയിപ്പോയി. വീട്ടിൽ ചെല്ലുമ്പോ സമാധാനം വേണ്ടേ? വീടെല്ലാം ഉണ്ടാക്കി സാറേ, വലിയ വീടാ, പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്, വണ്ടിയുണ്ട്, വീട്ടിൽ സൗകര്യങ്ങളുണ്ട്, ലാൻഡ് ഫോണുണ്ട്, ഫോണുണ്ട്, മക്കളുണ്ട്, പഠിക്കുന്നുണ്ട്, വസ്ത്രമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സമാധാനമല്ല സാറിന്റെ വീട്ടിൽ. സത്യ സമാധാനമല്ല. ഇവിടേക്ക് സഹോദരന്മാർ മുഴുവനും ഭർത്താക്കന്മാർ വിദേശത്തായിരിക്കും. ആ വിദേശത്തുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഇട്ടിരിക്കുന്ന മനോഹരമായ വസ്ത്രങ്ങൾ, നിങ്ങളുടെ കയ്യിലെ വാച്ചുകൾ, ആഭരണങ്ങൾ, നിങ്ങൾ ഇട്ടിരിക്കുന്ന വില കൂടിയ പർദ്ദകൾ മുഴുവനും പ്രവാസ ലോകത്തിന്റെ കണ്ണീരും വേർപ്പുമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ അതിന്റെ ദശാംശം അവർക്ക് തിരിച്ചു കൊടുക്കുന്നില്ല എന്നാണ് സങ്കടം പലപ്പോഴും, അല്ലേ? ഒരുവളെങ്ങനെ കരുതണം, ഒരുവളെങ്ങനെ മഹത്വത്തിന്റെ പട്ടികയിൽ ജീവിക്കണം. അല്ല, ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ ചില ചെലവാക്കലുകൾ, നമ്മുടെ ജീവിത ചെലവാക്കലുകൾ. പ്രവാസികൾക്ക് ഒരുപാട് GCC കണ്ടുകൾ ഞാൻ യാത്ര ചെയ്ത് പോയാളാണ്. കഴിഞ്ഞ ആഴ്ച 4-5 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അബുദാബിയിൽ ഞാൻ കൂടി തിരിച്ചു വരും. ഇസ്ലാമിക് സെന്ററിലായിരുന്നു എന്റെ പ്രഭാഷണം. അവിടെ KMCC തിരുവമണ്ഡലത്തിന്റെ പ്രോഗ്രാം കഴിഞ്ഞാൽ ഞാൻ വരണേ. അതിന് 5 ദിവസം മുമ്പ് ഞാൻ ദമാമിലായിരുന്നു. ഇനി 27-ാം തീയതി ഞാൻ ജിദ്ദയിലാണ് പ്രോഗ്രാം. നമ്മൾ പറഞ്ഞു വരുന്നത് എന്നെ മഹത്വവൽക്കരിച്ചല്ല. ഏപ്രിൽ 7-ാം തീയതി US-ലാണ്, ഏപ്രിൽ 23 ഞാൻ കാനഡയിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെല്ലാം അവിടെ എല്ലാം പ്രവാസികളുണ്ട്, അവിടെ എല്ലാം ജീവിക്കുന്ന മനുഷ്യഗണങ്ങളുണ്ട്. പക്ഷേ അവിടെ ഒക്കെ ഭാര്യമാരവിടെ ജീവിക്കുന്നുണ്ട്. പക്ഷെ രണ്ടുപേരെയും ഒരു തുലാസിൽ ഇങ്ങനെ തുലനം ചെയ്താൽ ഭാര്യയുടെ പക്ഷത്തും ഭർത്താവിന്റെ പക്ഷം നീതിയുണ്ട്. പക്ഷെ പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്ന ചില വൈരുദ്ധ്യങ്ങൾ ഇതിനിടയിൽ കിടന്ന് കളിക്കുന്ന വൈരുദ്ധ്യങ്ങൾ മക്കളാൽ. അല്ലെ, ചില അമ്മമാര് പറയും നീ കാരണം കൊണ്ടാ എങ്ങോട്ടെങ്കിലും പോടാ, ഞാനും എന്റെ ഒറ്റ പ്രശ്നമില്ല, പക്ഷെ നീ കാരണം കൊണ്ടാ, എന്റെ ഒറ്റ കാരണം കൊണ്ട് എനിക്ക് സമാധാനമില്ലാത്ത വീട്ടില് പറയും അമ്മമാര് പറയും. അത് എന്നെ കേൾക്കുന്ന മക്കളൊക്കെ ശ്രദ്ധിക്കണം. അമ്മയും അച്ഛനൊന്നും സ്നേഹിച്ചിട്ടില്ല ഉമ്മയിപ്പയും. കാര്യം എന്താ? നീയൊന്ന് വളർന്ന് വലുതായപ്പോ, നിന്റെ മാർക്കൊന്ന് കുറഞ്ഞപ്പോ, നിന്റെ കൂട്ടുകെട്ടുകൾക്കൊന്ന് സ്ഥാനചലനം സംഭവിച്ചപ്പോ, നീ വൈകുന്നേര സമയങ്ങൾ വീട്ടിൽ കണയാത്ത സമയത്ത് അമ്മ ഉരുകുന്ന ഫലമായി, ഇപ്പൊ വീഡിയോ കോൾ വിളിക്കുമ്പോൾ നിന്നെ കാണാത്തൊരു ഫലമായി, അനക്ക് എന്താ അവിടെ പണിയും ചോദിച്ചുകൊണ്ട് അമ്മയോട് സ്നേഹ സല്ലാപങ്ങൾ സമർപ്പിക്കേണ്ട നിമിഷങ്ങളിൽ നീ എന്ന കാരണത്താൽ ആ വീടിനകത്ത് നിനക്ക് ഉത്തരവാദിത്വം പകരാൻ പറ്റാത്ത ഫലമായി ഉമ്മയും ഉപ്പയും മിണ്ടാതിരിക്കുന്ന ഫലവുമെല്ലാം നിന്നിൽ അർപ്പിതമാണ്. അതിലെല്ലാം മക്കളെ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. സത്യം, നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. പലപ്പോഴും അമ്മയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്, അല്ലെ? പലപ്പോഴും മക്കൾക്ക് മുമ്പിൽ നീ എന്ന രീതി, ഉപ്പ എന്ന സങ്കല്പത്തിന് പലപ്പോഴും നീ ദ്രോഹിച്ചിട്ടുണ്ട്. വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിന്ത കൊണ്ടൊക്കെ ദ്രോഹിച്ചിട്ടുണ്ട് നമ്മൾ പലപ്പോഴും. അതെല്ലാം മക്കൾ കണ്ടിട്ടുണ്ട്. ബഹുമാനം കിട്ടുമോ? ഒരിക്കലും കിട്ടൂല. പക്ഷെ പറയപ്പെടുന്ന വ്യത്യാസം പറയുന്നുണ്ട്, നിന്റെ ഭർത്താവിലുള്ള ചില പാപഭംഗിതമായ തെറ്റുകളെ നീയായിരിക്കുന്ന മുറിക്കകത്തേക്ക് നിന്റെ കഥകളെ കുത്തിയിട്ട് നിന്റെ ഭർത്താവിന്റെ ചാരത്തിനോട് കണ്ണിൽ നോക്കി നിങ്ങൾ എന്നെ സങ്കടപ്പെടുത്തിയില്ല മനുഷ്യ എന്ന് ചോദിച്ചുകൊണ്ട് ശിരസിൽ കൈവച്ചുകൊണ്ട് ഒരുവൻ ചോദിക്കുന്നിടത്ത് ഒരുവൻ കേൾക്കാൻ ഇടവരുമെന്ന് പറയണം. പക്ഷേ ആൾക്കൂട്ടങ്ങളിലോ മക്കൾക്കിടയിലോ
നമ്മുടെ ബന്ധുക്കൾക്കിടയിലോ നമ്മുടെ ഈ പറയുന്ന ബെറ്റർ ഹാഫിന് ഭർത്താവിനെ നമ്മൾ അവരുടെ ചെറിയ കുറ്റങ്ങളെ പർവ്വതീകരിച്ച ആ കുറ്റങ്ങളിലൂടെ നമ്മൾ അവർ ചേർത്ത് പിടിക്കുമെന്ന് വിശ്വസിക്കരുത്. അവിടെ നമ്മളെ അവര് ചെറിയ രീതിയിൽ അകറ്റാൻ തുടങ്ങും. ഒരു സംശയമൊന്നുമില്ല, ചെറിയ രീതിയിൽ അകറ്റാൻ തുടങ്ങും. അവിടെ ഓത്യാസ് പറയുന്നുണ്ട്, നീയായിരിക്കുന്ന മുറിക്കകത്തേക്ക് 4 ചുവരുകൾക്കകത്ത് ആ കഥകളെ കുറ്റിയിട്ട് നിന്റെ മക്കൾ കേൾക്കാതെ നിന്റെ ബെറ്റർ ഹാഫിനോട് നീ സംസാരിക്കാൻ, നിങ്ങൾ എന്നെ സങ്കടപ്പെടുത്തിയില്ലേ മനുഷ്യ, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഒരുങ്ങിയത്, നമ്മൾക്ക് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, എന്തേ എന്നെ അറിയിക്കാത്തത്? എന്റെ മക്കൾ അറിയരുത്, നമ്മുടെ മക്കൾ അറിയരുത്, അല്ലേ? നിങ്ങളുടെ മക്കളല്ല, എന്റെ മക്കളല്ല, നമ്മുടെ മക്കൾ അറിയരുത്. ഒരുപക്ഷെ അവർക്ക് നിങ്ങൾ ഉപ്പയാണ്, അവരുടെ ബ്രാൻഡ് അംബാസഡർ ആണ് നിങ്ങൾ, അവരുടെ റോൾ മോഡലാണ് നിങ്ങൾ, അവരറിയരുത്. എത്ര മനോഹരമാണ് ആ മനുഷ്യനിലേക്ക്, ആ മനുഷ്യന്റെ കുഞ്ഞു തെറ്റുകളെ ചുവരിന് പുറത്തേക്ക് കേൾക്കാതെ ഒരു വീടിന്റെ ആ 4 ചുവരുകൾക്കകത്ത് ആ മനുഷ്യനോട് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവളുടെ പേരല്ലേ ഉത്തമമായ ഭാര്യ? അല്ലേ? ലൈവ് ന്യൂസ് നടക്കാന്നാണ് സെയ്ദ് പറഞ്ഞത്. തിരുവനന്തപുരത്ത് ഒരു മകൻ അല്ലെ ഉമ്മനെ വെട്ടി മരിച്ചുപോയിരിക്കുന്നു. ഉമ്മ 6 പേര് മരിച്ചു. അത് സെയ്ദ് പറഞ്ഞേ, 6 പേര് മരിച്ചു. നോക്കണം. ഈ അടുത്തിടയ്ക്കുള്ള ദുരന്തങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് ദുരന്തങ്ങൾ തിരുവനന്തപുരത്ത് നടന്നു എന്നാ പറയണേ. ലൈവിൽ കേട്ട ന്യൂസാണ്. ഇവിടെ ലൈവാണ് നടക്കുന്നത്, അല്ലേ? ലോകത്തിന് എന്താണ് പറ്റിയത് പ്രിയപ്പെട്ടവര്? ഇന്ന് ഇവിടെ കണ്ണൂർ ജില്ലയിലെ അരിപ്പാമ്പ്രയിൽ നമ്മൾ ഇന്ന് ഈ മഹാസമ്മേളനം നടക്കുമ്പോൾ തലസ്ഥാന നഗരത്തിന്റെ ഏതോ കോണിൽ മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു അമ്മ മകനാൽ മരണപ്പെട്ടു. ഇതൊന്നും നിത്യകാഴ്ചയായി മാറിയിട്ടുണ്ട്, അല്ലേ? ഒരമ്മ അതാ കോഴിക്കോട് ജില്ലയില് അങ്ങ് താമരശ്ശേരി അടിവാരത്ത് ഒരു അമ്മ സുബൈദ എന്ന് പറയുന്ന 32 വയസ്സായപ്പോഴേക്കും ഭർത്താവ് വീഴ്ച പോയ ആ സാധു സ്ത്രീ വിവാഹം കഴിക്കാതെ 3 മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ മറ്റു വിവാഹം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം മുൻപോട്ട് നയിച്ചു. 50 വയസ്സെത്തിയപ്പോൾ 60 പിടിപെട്ടു. 52ാമത്തെ വയസ്സിൽ 3 ഘട്ടങ്ങളായിട്ട് മകനെ ചികിത്സയ്ക്ക് കൊണ്ടുപോയി. പല സ്ഥലങ്ങളിലും MDMAക്കും കഞ്ചാവിനും അടിമപ്പെട്ട മകനെ ചികിത്സയ്ക്ക് കൊണ്ടുപോയി. 52ാമത്തെ വയസ്സ് തന്റെ കഴുത്തിൽ കിടക്കുന്ന ആ കുഞ്ഞു ആഭരണം മൂരി കൊടുത്ത് വീണ്ടും മകനെ ചികിത്സയ്ക്ക് കൊണ്ടുപോയി. ചികിത്സ കഴിഞ്ഞ് മകൻ വീട്ടിലെത്തി. ഉമ്മയുമായി വഴക്കുണ്ടാക്കിയിട്ട് അടുക്കളയിൽ മുറിക്കകത്തും പോയി നോക്കിയിട്ടുണ്ട്. മകൻ കത്തിയുണ്ടായിരുന്നു, എടുത്തില്ല. കാര്യം എന്താ? മൂർച്ചയില്ലാത്ത കത്തിയായിരുന്നു. അങ്ങനെ അയൽ വീട്ടിൽ പോയിട്ട് കത്തി വാങ്ങി കൊണ്ടുവന്ന് 9.5 മാസക്കാലത്തോളം ഉദരത്തിൽ ചുമന്ന ആ അടിവരണ്ടാണ് ആദ്യത്തെ വെട്ടുപെട്ടിയത് മകൻ. 2ാമത്തെ വെട്ട് മോനെ ആക്ഷിക്കേ എന്ന് വിളിച്ച കൈകളെ വെട്ടിവീഴ്ത്തി, താരാട്ടുപാടിയ കൈകളെ വെട്ടിവീഴ്ത്തി. 3ാമത്തെ വെട്ട് ആ കണ്ടനാളങ്ങളെ വെട്ടിവീഴ്ത്തി. 4 5 വെട്ടും കാൽത്തുടകളും കാൽപാദങ്ങളും വെട്ടി അരിഞ്ഞിട്ട് ആ ഉമ്മയുടെ ചലനം നിലച്ചപ്പോ ആ രക്തത്തുള്ളികൾ നിബിഡമായ കത്തിയും താങ്ങിപ്പിടിച്ചുകൊണ്ട് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വന്നു ഈ ചെറുപ്പക്കാരൻ. എന്ത് പറ്റിയെന്ന് ആശങ്കപ്പെട്ട് ചോദിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, എന്റെ ഉമ്മയെ കൊന്നിട്ടാ വരുന്നത്. മണിക്കൂറുകൾക്ക് ശേഷം മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യമുണ്ട്, എന്ത് ചെയ്തു നീ? എന്നെപ്പോലെ ഒരു മകന് ജന്മം കൊടുത്തുകൊണ്ടാണ് എന്റെ ഉമ്മയെ ഞാൻ ഇല്ലാതാക്കിയതാണ് ഈ ലോകത്തോട് ആ 24 വയസ്സുകാരൻ വിളിച്ചു പറഞ്ഞത്. ആരും കേൾക്കരുതേ അവന്റെ ഈ കലുഷിതമായ ഈ വാക്കുകൾ, ആരും കേൾക്കരുതേ ഈ നൊമ്പരങ്ങളൊന്നും കാണരുതേ ആരും. ലോകം അങ്ങനെ ആയി. ലോകം അല്ലേ? ആർക്കും എന്തും സംഭവിക്കാം. ലോകം അങ്ങനെയാണ്. ഇവിടെല്ലാം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ലഹരി എന്ന് പറയുന്നത് കേവലം സിഗരറ്റും മദ്യവും ഒക്കെയാണോ? മുറുക്കാൻ മൂക്കുപിടിയാണോ ലഹരി? കാസർഗോഡ് പടതക്കാവ് ഞാൻ കാസർഗോഡ് ചോദിച്ച ചോദ്യമുണ്ട് കുറച്ച് പ്രായമുള്ളവരുടെ, എന്താ ലഹരി എന്ന്. പ്രായമുള്ളവർ പറഞ്ഞു മൂക്കുപ്പൊടി, ബീഡി, കള്ള്, ചാരായം എന്നൊക്കെ പറഞ്ഞു. ചെറുപ്പക്കാരോട് ചോദിച്ചു എന്താ മക്കളെ ലഹരി എന്ന്. പലരും പറഞ്ഞു. എന്താ പറഞ്ഞത്? പലരും പറഞ്ഞു. അവിടെ പറഞ്ഞത് MDMA, പത്തടി, ഹെറോയിൻ, ആൻസ്, കൂള്, കഞ്ചാവ്, സ്റ്റിക്കർ എന്നൊക്കെയാ പറയുന്നത്. ചെറിയ കുട്ടികൾ. എവിടുന്ന് അവർ കേട്ടത്? അവർ ഉപയോഗിച്ചുകൊണ്ടാണോ? അല്ല. ഈ വർത്തമാന കാലഘട്ടത്തിൽ, ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ നവമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും അവർ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന തരത്തിലുള്ള സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന്റെ വിക്രയങ്ങളും വാങ്ങലും കൊടുക്കലും ഉപയോഗങ്ങളുമാണ്.
അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഇന്നലെ നാദാപുരത്ത് വലിയൊരു ജനകീയ സദസ്സുണ്ട്, മീറ്റപ്പ് ഉണ്ടായിരുന്നു. ആ മീറ്റപ്പ് വലിയ മീറ്റപ്പായിരുന്നു. ഇതുപോലെ തന്നെ ആ നാട് ഉണർന്നു. അവർക്ക് ചില തിരിച്ചറിവുകൾ വന്നു നാടിന്. അങ്ങനെ മാറി വന്ന ചില രാഷ്ട്രീയ സംവിധാനങ്ങളെല്ലാം ഒന്നായി ഒരു കുടക്കീഴിലേക്ക് വന്നു. ലഹരി എന്ന് പറയുന്ന മഹാദുരന്തത്തിനെ പിഴുതറിയണമെങ്കിൽ ഒരു കുടക്കീഴിലേക്ക് വരണമെന്ന് പറഞ്ഞ മഹാദുരന്തത്തിന്റെ ഒരു ബാക്കി പത്രം ഇനി നാട്ടിൽ വേണ്ട എന്ന തീർച്ചപ്പെടുത്തലാണ് ഇന്നലെ നാദാപുരം സാക്ഷ്യം വഹിച്ചത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷം. ഇത് ഇവിടെ ശാഖ മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാർ സംഘടിപ്പിച്ച ഏറ്റവും മനോഹരമായ പരിപാടിയാണ് ഈ പരിപാടി. എത്രയോ ജനങ്ങളെ സഹോദരി സഹോദരന്മാർ, എത്ര മനോഹരമാണ് ഈ സദസ്സ്. നമ്മൾ ചില തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കുടുംബമുണ്ട്, നമ്മളെല്ലാം വിവരവും വിദ്യാഭ്യാസമുള്ളവരാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ മക്കൾക്കറിയാം സിഗരറ്റ് വലിക്കാൻ പാടില്ല, സിഗരറ്റിന് തീയുണ്ട്, ചാരമുണ്ട്, പുകയുണ്ട്, നോ എന്ന് പറയും നമ്മുടെ മക്കള്. മറ്റു കൊടുത്താലും പറയും നോ എനിക്ക് വേണ്ട പോ എന്ന് പറയും. പക്ഷേ ഇപ്പം ഉമ്മയ്ക്കൊന്ന മകനും ഈ താമരശ്ശേരി ഉമ്മയ്ക്കൊന്ന മകനും 4 പേരെ തലക്കടിച്ചു വന്ന മകനും ഈ 1250 അമ്മമാരെ പരിക്കേൽപ്പിച്ച 68 അമ്മമാരെ കൊന്ന ഈ മക്കൾക്കൊക്കെ അവർ ശരീരങ്ങൾ ഓടുന്ന മുഴുവനും ഈ പറയുന്ന കടുത്ത സൈക്കോട്രോപ്പി സബ്സ്റ്റൻസിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഈ സൈക്കോട്രോപ്പി സബ്സ്റ്റൻസിന് ആഫ്റ്റർ എഫക്റ്റാ. ശരിക്കും എന്താണ് ഈ പറയുന്ന ഈ സിന്തറ്റിക് ഡ്രഗിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? എത്ര സഹോദരന്മാർക്കും അറിയാം. MDMA എന്ന് പറയപ്പെടുന്ന ഈ ലഹരി വസ്തു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സുലഭമാണ്. ഇത് വിൽക്കാൻ പാടില്ല, നിയമം വിൽക്കാൻ അനുവദിക്കുന്നില്ല. ഒരിക്കൽ പോലും ഇതിന് ജാമ്യം കിട്ടില്ല. ഉപയോഗിച്ചു കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് മരണം സംഭവിക്കും. ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം 5 വർഷം കൊണ്ട് ഇത് മരണം സംഭവിക്കുന്ന ഡ്രഗാണ് ഞാൻ ഉപയോഗിക്കുന്ന അറിയാം. പക്ഷെ ഇതിന്റെ അപകടം എന്താണെന്നറിയാമോ? ഈ ഡ്രഗിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ PSCക്കൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന അർത്ഥത്തിലുള്ള ചോദ്യങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. മക്കളൊക്കെ പരീക്ഷ എഴുതാൻ പോകുന്നവരൊക്കെ ശ്രദ്ധിച്ചു കേട്ടോ. ചോദ്യങ്ങൾ എന്താണ് കില്ലർ ഡ്രഗ്സ് എന്നൊക്കെ ചോദിക്കും. വാട്ട് ഇസ് മീനിങ് ഓഫ് കില്ലർ ഡ്രഗ്സ്? എന്താണ് പാർട്ടി ഡ്രഗ്? ചോദ്യങ്ങളാണ്. പാർട്ടി ഡ്രഗ് എന്താണ്? കില്ലർ ഡ്രഗ്സ് എന്താണ്? ഒരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ വൃത്തത്തിനകത്ത് കില്ലർ ഡ്രഗ്സ് എന്ന് മുകളിൽ എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് 18 ഐറ്റംസ് സാധനങ്ങളാണ് കില്ലർ ഡ്രഗ്സ്. ഏതൊക്കെയാ? പെപ്റ്റഡിൻ, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ, ആഷിക്, ടോൾസം, MDMA, മെത്താഫെറ്റമിൻ, മെത്തലിൻ ഡയോക്സി, മെത്തൽ ഓക്സൈഡ്, ക്ലാര, ഈ പറയുന്ന കല്ല്, അതുപോലെ ഒരുപാട് സാധനങ്ങൾ. ഈ 18 പരം സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ഈ പറയുന്ന കില്ലർ ഡ്രഗ്സ് കാറ്റഗറിയിലാണ് വരുന്നത്. കില്ലർ ഡ്രഗ്സ് കാറ്റഗറീസ് എന്താണ്? കില്ലർ ഡ്രഗ്സ് കാറ്റഗറീസ് ഒറ്റ തവണ ഉപയോഗിച്ചാൽ, ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തിയാൽ രണ്ടാമത് ഉപയോഗിക്കാൻ ശരീരം ആവശ്യപ്പെടുകയും എന്ന മനസ്സ് നോ എന്ന് പറയപ്പെടുന്ന ലഹരി വസ്തുക്കൾ ഏതോ ആ സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് എല്ലാം കില്ലർ ഡ്രഗ്സ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ഒരു തവണ ഉപയോഗിച്ചാൽ രണ്ടാമത് ഉപയോഗിക്കാൻ ശരീരം ആവശ്യപ്പെടുന്ന ലഹരി പദാർത്ഥങ്ങൾ ഏതോ അതെല്ലാം കില്ലർ ഡ്രഗ്സ് കാറ്റഗറീസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് യാതൊരു കാരണവശാലും കില്ലർ ഡ്രഗ്സ് കാറ്റഗറിയിലെ ഒരു ഡ്രഗും ഒരു മനുഷ്യനും തമാശയ്ക്ക് പോലോ പ്രേരണയാലോ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് പോലും നടത്താൻ പാടില്ല എന്ന് കർശനമായി നാഷണൽ ഡ്രഗ് കൺട്രോൾ സൊസൈറ്റി എക്സ്പെർട്ട് പാനൽ പൊതുസമൂഹത്തോട് ബോധ്യപ്പെടുത്തുന്നു. തമാശയ്ക്ക് പോലും ഫസ്റ്റ് ഡോസ് പോലും എടുത്ത് പരീക്ഷ നടത്തരുത്. എത്ര ശക്തമാനും പ്രബലനുമാണെങ്കിലും ആ ഒരു ഫസ്റ്റ് ഡോസിൽ അതിലേക്ക് അവൻ വീഴും. ഇനി കേട്ടോളൂ, അടുത്ത് കേട്ടോളൂ, അടുത്ത് പറയാം, അടുത്ത് കേട്ടോണം. എന്താണ് പാർട്ടി ഡ്രഗ്? എന്താണ് പാർട്ടി ഡ്രഗ്? പാർട്ടി ഡ്രഗ് എന്താ? പാർട്ടി എന്താണെന്നറിയേണ്ടത്? മ്യൂസിക് ഇവന്റുകൾ, ഡാൻസ് ഹബ്ബുകൾ, DJ പാർട്ടികൾ, ഡാർക്ക് സൈറ്റസ് പോലുള്ള ഡ്രാക്കുള വെബൺസ് ഐസുകൾ, ഇതെല്ലാം എവിടെ നടക്കുന്ന? എവിടെയാണ്? മെട്രോപൊളിറ്റൻ സിറ്റികളിൽ, ബാംഗ്ലൂർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മുംബൈ, ഒറീസ പോലുള്ള ഏറ്റവും കൂടുതൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റികൾ, സർവകലാശാലകൾ, കോളേജുകൾ, ഈ പറയുന്ന ഫാഷൻ ട്രെൻഡുകളൊക്കെ നിലനിൽക്കുന്ന ഈ സ്ഥലങ്ങളിൽ ഈ പറയുന്ന ഡാർക്ക് വെബുകളൊക്കെ ഇപ്പൊ നിലവിലുണ്ട്. ബാംഗ്ലൂരിലൊക്കെ അവിടെ 10 പേരെ പരിശോധിച്ചാൽ 5 പേര് ലഹരി ഉപയോഗിക്കുന്നവരാണ്. ഈ പറയുന്ന MDMA അവിടെ ഉപയോഗിക്കുന്നവരാ. അതിന് വലിയ കണക്കെന്തെന്നറിയാം നിങ്ങൾക്ക്? നിങ്ങൾ നേരെ കൊണ്ടുപോകാം. 10:1 എന്ന് പറയും. 10:1 എന്താണെന്നറിയാം? മുറുക്കാനാണ്. 10:1 10:1 10ൽ ഒരാളെ മുറുക്കണുള്ളൂ. 10:1 10:2 എന്ന് പറയാം. 10 2 പേരെ വലിക്കണുള്ളൂ. സ്മോക്കിംഗ്സ്. 10:3 10ൽ 3 പേര് ഡ്രിങ്കിങ്, മദ്യപാനം. 10:4 എന്താണെന്നറിയുമോ? ഹാൻഡ് സ്കൂൾ പോലുള്ള സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് കയ്യിൽ വെച്ച് തിരുമ്മി ചുണ്ടടി വെച്ചിട്ട് ആ ലഹരി ഉപയോഗിക്കുന്നു. മോസ്റ്റ് ഡേഞ്ചർ ആണ്.
അല്ലെ, സബ് മ്യൂക്കസ് ഓറൽ ഫൈബ്രോസിസ് സിൻഡ്രോം പോലുള്ള കടുത്ത ഈ രോഗം വരെ ക്യാൻസറിന്റെ മറ്റൊരു വേർഷനാണ് സബ് മ്യൂക്കസ് ഓറൽ ഫൈബ്രോസിസ് സിൻഡ്രോം. എന്താ അസുഖത്തിന്റെ പേരെന്താ? മൃദുലമായ കോശഭാഗം ഇലാസ്റ്റിക സ്വഭാവം നശിച്ച് ഗാഢ സ്വഭാവത്തിലേക്ക് പരിവർത്തനം ചെയ്യും. പല്ലുകൾ ഇങ്ങനെ ചുണ്ടി താഴോട്ടാക്കിയാൽ പല്ലിനടിയിൽ വെളുത്ത പ്രതലം ഇങ്ങനെ കാണാൻ പറ്റും. ആ വെളുത്ത പ്രതലം പിന്നെ പല്ലുകളുടെ സപ്പോർട്ടിംഗ് മെറ്റീരിയൽസ് മോണകൾ താഴോട്ടിരിക്കും. പല്ലുകൾ ഇളകാൻ തുടങ്ങും. ഉപയോഗിച്ചതിന് ശേഷം 9 വർഷങ്ങൾക്ക് ശേഷം ഈ ശരീരത്തിനകത്ത് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. ക്യാൻസർ ട്രീറ്റ്മെന്റിലൂടെ മാറില്ല. ആ ക്യാൻസർ എന്ന് പറയുന്നത് ഏറ്റവും സിവിയർ ഡേഞ്ചർ ആണ്. ഈ ക്യാൻസറിന് ചികിത്സയില്ല. ആ ക്യാൻസർ വന്ന് മരിച്ച ഒരാളുടെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ www.national-drug-control-society ഔദ്യോഗിക സൈറ്റിൽ കയറിയിട്ടൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, വയനാട് വൈത്തിരി സ്വദേശിയാണ്. പല്ല് തേക്കുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് ഗാനമേളയിൽ നല്ല രീതിയിൽ പാടുന്ന ചെറുപ്പക്കാരനായിരുന്നു ഗോപാലൻ. കലാമണിയുടെ കാലത്തൊക്കെ കലാമണിയുടെ ഒപ്പം സ്റ്റേജിൽ പാടിയ വ്യക്തിയായിരുന്നു. പക്ഷെ മരിച്ചുപോയി. ഗോപാലൻ പല്ല് ഇങ്ങനെ സ്പീഡ് തേക്കുന്നുണ്ട്. തേക്കുമ്പോൾ ബ്രഷ് തവിള് തുളച്ച് പുറത്തേക്ക് വരും. ഇതിലെ ബ്രഷ് ഇങ്ങനെ പിടിച്ച് വലിച്ചെടുത്തു ഗോപാലൻ. അമ്മ നേരെ കൽപ്പറ്റയിൽ ആരോഗ്യത്തിൽ കൊണ്ടുപോയി. അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പരിശോധിച്ച് ഡോക്ടർ റെഫർ ടു ക്യാൻസർ സെന്റർ തിരുവനന്തപുരത്ത് RCC കൊണ്ടുപോയി പരിശോധന നടത്തി. അഡിനൽ ക്യാൻസറിൽ നിന്ന് ഗോപാലിന് റിസൾട്ട് ക്യാൻസർ പോസിറ്റീവായി. സബ് മ്യൂക്കസ് ഓറൽ ഫൈബ്രോസിസ് സിൻഡ്രോം പിടിപെട്ടിരിക്കുന്നു. 2 വർഷം ഗോപാലൻ ചികിത്സയുമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഗോപാലൻ മരിച്ചുപോയി. ഗോപാലൻ അമ്മ ഇപ്പോഴും RCC ഡെയിലി വേസ്റ്റ് ഉപ്പുവരായിട്ട് അവിടെ ഉണ്ട്. ശാന്തടുത്ത് അവിടെ ഉണ്ട്. ഗോപാലൻ മരിക്കുമ്പോൾ ഒരു വീഡിയോ ഉണ്ട്. ഗോപാലൻ പറയുന്നുണ്ട്, എനിക്ക് വന്ന ഗതി നിങ്ങൾക്ക് വരാതിരിക്കട്ടെ, ആരും ഹാൻസും കൂളും ഒന്നും വെക്കരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ തലമുറകളൊന്നും ഇത് കേട്ട് വിശ്വസിക്കൂല. കാര്യം എന്താ? ഒരു മനുഷ്യ ശരീരത്തിനകത്ത് സമൃദ്ധമായിട്ട് ഉമ്മുന്നൊരു ഗന്ധിയുള്ളത് വായിക്കകത്താണ്, രുചി കുമ്മളയുള്ളത് വായിക്കകത്താണ്. ഞാനിപ്പോ ഇവിടെ നിന്ന് ഒരു മാങ്ങ എടുത്തിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് പൊട്ടിക്കുകയാണ്. ഇങ്ങനെ മാങ്ങ ഇടിച്ച് പൊട്ടിക്കുക. ഈ മെസ്സേജ് നിങ്ങൾ ആർക്കെങ്കിലും പറയണം, അല്ലെങ്കിൽ എന്നെ ലൈവിൽ കാണുന്നവരൊക്കെ ഷെയർ ചെയ്യണം. ഈ മാങ്ങ ഇടിച്ച് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ മാങ്ങയ്ക്കകത്ത് നീരൊക്കെ ഇങ്ങനെ വരും. എന്റെ മാങ്ങ ഞാൻ ഇങ്ങനെ പൊളിക്കുകയാണ്. ഇവിടുന്ന് ഇങ്ങനെ പൊളിച്ചു മാങ്ങ 2 കഷ്ണമാക്കി. നിങ്ങൾ സങ്കല്പിച്ചാൽ മതി. ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ട് മാങ്ങയുടെ മുകളിൽ ഇട്ട് കുറച്ച് മുളക് കൂടി എടുത്ത് ഞാൻ ഇങ്ങനെ ഇട്ടു. 2 കഷ്ണമുള്ള മാങ്ങ ഒന്നിച്ച് വെച്ചിട്ട് ഞാൻ ഒന്ന് തിരുമി എന്നിട്ട് വീണ്ടും മാങ്ങ ഞാൻ 2 സെപ്പറേറ്റഡ് ആക്കി, 2 കഷ്ണങ്ങൾ. നിങ്ങളെ ഒന്നും ഇങ്ങനെ കാണിച്ചിട്ട് ഈ മാംസളമായ മാങ്ങയുണ്ട്, നല്ല മാങ്ങയാണ്, കോമാങ്ങ മാങ്ങ എന്നിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഞെക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ വെള്ളം അങ്ങോട്ട് ഉറ്റാൻ തുടങ്ങി. മുളക് പൊടിയും ഉപ്പും ഈ മാങ്ങയുടെ രുചിയും പുളിയും എല്ലാം കൂടെ അങ്ങോട്ട് കയ്യിലോട്ട് വീഴാൻ തുടങ്ങി. നീരിങ്ങനെ വീണ ശേഷം ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കാണിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങോട്ട് നിങ്ങൾ വായിലൊക്കെ നോക്കി വെള്ളം ഇറക്കണം. ഇറക്കി പതുക്കെ ഇറക്കുക പ്ലീസ് അല്ലേ. ഓരിങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കുന്നുണ്ട് അല്ലേ. എവിടുന്ന വെള്ളം വന്ന എവിടുന്ന സമൃദ്ധമായിട്ട് ഉമ്മിന്നൊരു ഗന്ധിയുണ്ട്, രുചികുമ്പളയുണ്ട് അല്ലെ. കൈയുടെ ഇവിടുന്നോ ഉള്ളം കൈന്നോ തലയുടെ മുകളിൽ നിന്നോ ചെവിക്കകത്തൊന്നും വെള്ളം വന്നില്ലല്ലോ അല്ലെ. സമൃദ്ധമായിട്ട് രുചികുമ്പളയുണ്ട്, സമൃദ്ധമായിട്ട് ഉമ്മിന്നൊരു ഗന്ധികളുണ്ട്. അപ്പൊ ഈ ഉമ്മനീ ഗ്രന്ഥി സമൃദ്ധമായിട്ട് രുചിയുമുള്ള സ്ഥലത്താണ് നമ്മൾ ഈ സാധനം എടുത്തിട്ട് ഇങ്ങനെ നല്ല സുഖം വെക്കാം. കാര്യം എന്താ? ആരും ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് സാധനം എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കവർ പോക്കലിടും, 2 തിരുമല്ലേ. ഇങ്ങനെ ആരും കാണാൻ പേടിക്കാതെ വെക്കണ ഇന്ത്യക്കാർ മാത്രമേ വെക്കുള്ളൂ. ഇന്ത്യക്കാർ അല്ലാത്തൊരു പേടിയാ ഇങ്ങനെ ആക്കി. പിന്നെ അതിൽ പറയണ ഇങ്ങനെ വെക്കും, കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് അല്ലേ. കഴിഞ്ഞു വരടി അല്ല, എത്രേ ഉള്ളൂ അല്ലേ. എവിടെ വെച്ചിരിക്കണേ? വീട്ടിൽ കൊണ്ടിട്ട് ബാത്റൂമിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ബാത്റൂം നടുക്കിട്ട് നോക്കി. വെറും ഇങ്ങനെ 1 2 3 ഒരു 3 സെക്കൻഡ് കൊണ്ട് ബാത്റൂം ഡ്രൈ ആവും, ഉണങ്ങും ബാത്റൂം. ഇതുകൊണ്ടാണ് ഈ ചില ആളുകൾക്ക് ഇത് വെക്കുമ്പോൾ നിങ്ങൾ കണ്ടു കാണാം, ഈ ജലാംശത്തിനെ തള്ളിക്കളയും. ജലാംശമില്ലെങ്കിൽ സാധനം പൂക്കത്തില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നു പറയുമ്പോ, ജലാംശം ഇല്ലെങ്കിൽ പൂക്കില്ല. പണ്ട് കിട്ടിയ ഹാൻഡ്സ് ഒക്കെ പൂക്കുമായിരുന്നു. പുകല പൂക്കും. പുകല കടയിലൊക്കെ ഈ പെട്ടിക്കടയിൽ പോയി കഴിഞ്ഞാൽ പറ്റൂല, നിരോധിത പാൻ മസാലയാണ് ഹാൻഡ്സ്. അപ്പൊ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ സാധനം കടയിൽ വെച്ച് പണ്ടത്തെ ഹാൻഡ്സ് 2 ദിവസം കൊണ്ട് പൂക്കും. ഇപ്പൊ ഈ സാധനം 2 ദിവസമല്ല, 2 മാസമല്ല, 2 വർഷം വെച്ചാലും പൂക്കൂല, പൂത്തുപോകൂല. മഴയത്ത് ചാക്ക് കെട്ടി പുറത്തൊക്കെ വെക്കുക. ഈ സാധനം വിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര ലാഭമല്ലേ. 5 രൂപയിലെ ഹോൾസെയിൽ റേറ്റ് വിൽക്കണത് 80-90 റുപ്യക്കല്ലേ വിൽക്കണേ. കടക്കത്താരും വിൽക്കൂല. നമുക്ക് എവിടെ വിൽക്കണം? അതിന്റെ സമൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, ഫൈൻ അടയ്ക്കാൻ. ഓ ഞാൻ വരാം സാറേ, എത്ര ഇന്ന സ്ഥലത്ത് ഇന്ന CGM കോടതിയിൽ പോയി നിന്നു. ഇന്ന ഫിലിപ്പമ്പാട് സാർ നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ സാർ? ഫൈൻ അടയ്ക്കാൻ തയ്യാറാണോ? യെസ്. ഫൈൻ എത്രയാ? 500 റുപ്യ. 500 ഞാൻ പോവും. നിങ്ങൾ പോലീസിനെ വിളിച്ചായിരിക്കും, പോലീസ് വരും, ജീപ്പായിട്ട് വരും, സാധനം എടുത്തോണ്ട് പോകും. പക്ഷെ തൊലിക്കെട്ടി കുറച്ച് കൂടും. നാട്ടുകാരുണ്ട്, പള്ളിക്കാരുണ്ട്, മകളുണ്ട്, കമ്മിറ്റിക്കാരുണ്ട്, എല്ലാവരും കണ്ടു, ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ കണ്ടു. കാണ്ടാമൃഗത്തെ തൊലിക്കെട്ടിയോ വീണ്ടും വന്ന മനുഷ്യൻ അടങ്ങിയിരിക്കും, വീണ്ടും കച്ചവടം ചെയ്യും. കച്ചവടം ചെയ്യാതിരിക്കണമെങ്കിൽ മനസ്സിനകത്തേക്ക് ചില കുറ്റബോധങ്ങൾ കടന്നു വരണം, ചില നനവുണ്ടാവണം, ചില മനുഷ്യത്വം ഉണ്ടാവണം. ഞാൻ പ്രധാനം ചെയ്ത എന്റെ വിശ്വാസ സംഹിതയിൽ എനിക്കത് റാമാണ്, പാടില്ല ഞാൻ വിൽക്കാൻ.
ഞാനിത് കൊടുത്താൽ അത് വാങ്ങുന്ന ഒരു കുട്ടിയുടെ പോക്കറ്റിൽ നിന്ന് എടുത്താൽ അവന്റെ ഉമ്മ തകർന്നു ഉപ്പ തകർന്നു പോകും എന്ന ചിന്ത മനുഷ്യണ്ടാവണം. മാനവ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസ് എടുത്ത ശേഷം ഞങ്ങൾ പോയി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ വീട്ടിൽ ഒരു കുട്ടി കത്തെഴുതി. അനുഷ പൊന്നുമോള് ഓട്ടോറിക്ഷക്കാരന്റെ മകളാ, 2 മുറിയുള്ള വീട് നമുക്ക്. അവള് ഉമ്മയപ്പ ഉറങ്ങിയപ്പോ അവൾ ഉറങ്ങിയില്ല. രാത്രി 12 മണിക്ക് പേനയും പേപ്പറും എടുത്തു. അവരുടെ പ്രിയപ്പെട്ട ഇക്ക, എന്റെ പേര് അനുഷ സി, മാനവ ഹയർ സെക്കൻഡറി സ്കൂൾ നിലമ്പൂർ 10 സി ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. എന്റെ സ്കൂളിൽ നിന്ന് ഫിലിപ്പേട്ടർ മകേഷ് എടുത്ത് ക്ലാസ് എടുത്തപ്പോൾ മനസ്സിലായത് നിങ്ങളുടെ കടയിൽ വിൽക്കുന്ന മുഴുവനും ക്യാൻസർ പൊതികളാണ്, ഹാൻസ് അല്ല. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വിവേക് പാവമാണ്, അവൻ പലപ്പോഴും നിങ്ങളുടെ കടയിൽ നിന്നാണ് വാങ്ങി ഉപയോഗിക്കുന്നത്. എന്റെ കത്ത് നിങ്ങൾ എപ്പോഴാണോ വായിച്ചു തരുന്നത് അപ്പോൾ നിങ്ങളുടെ കടയിലെ സകല ക്യാൻസർ പൊതികളും എടുത്തുപേക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊള്ളട്ടെ. സ്നേഹപൂർവ്വം അനുഷദാസി, മാനവ ഹയർ സെക്കൻഡറി സ്കൂൾ 10 സി. കത്ത് മടക്കിയിട്ട് ഒട്ടിച്ചില്ല, അവിടെ വെച്ചിട്ട് വീണ്ടും അവൾ ഇങ്ങനെ കിടന്നു എന്നാ പൊന്നുമോള് പറഞ്ഞത്. ഉറക്കം വന്നില്ല അങ്കിളെ എനിക്ക്. നേരം വെളുപ്പോ എഴുന്നേറ്റവള് എല്ലാ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് വിളിച്ചപ്പോ പോയില്ലെന്ന് അവള് പറഞ്ഞേ. വീണ്ടും പേനയും പേപ്പറും എടുത്ത് വീണ്ടും എഴുതി അവൾ അടിയിൽ, പ്രിയപ്പെട്ട ഇക്ക, നിങ്ങൾക്ക് 3 പെൺകുട്ടികളല്ലേ, പലപ്പോഴും അവർക്ക് അടിയുടെ മുമ്പിലേക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഭാവിയില് അവരെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അവരെ കെട്ടിക്കൊണ്ടുപോകുന്ന പുരുഷന്മാർ കടുത്ത ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരാണെന്ന് തിരിച്ചറിയുന്ന അന്ന് ഉപ്പ എന്ന സ്ഥാനം ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുമോ ഇല്ലയോ? അതാണ് മോൾ എഴുതിയത്. അവിടെ ആ കത്തുമായിട്ട് പോയി സ്കൂളിലെടുത്ത് നിന്നിട്ട് കത്ത് കൊടുത്തു. ദാദു പറഞ്ഞു എന്താ വായിക്കാൻ പറഞ്ഞു. വൈകുന്നേരം വന്നപ്പോ കട തുറന്നില്ല. ഉമ്മയുടെ കാര്യം പറഞ്ഞു. നല്ലതല്ലേ എന്റെ പൊന്നുമോൾ ചെയ്തത്, നല്ലതല്ലേ എന്റെ കുഞ്ഞ് ചെയ്തത്. കെട്ടിപ്പിടിച്ച് മൂർത്താവിൽ അവിടെ ഉമ്മ വെച്ചു. പിറ്റേ ദിവസം സ്കൂളിൽ ചെന്നപ്പോ വീണ്ടും അതാ കട അടഞ്ഞു കിടക്കണം. ടീച്ചറോട് പറഞ്ഞു. 2 വൈകുന്നേരം കത്തുമായിട്ട് ഒരു മനുഷ്യൻ സ്കൂൾ വിട്ടപ്പോ മൈതാനത്ത് അമ്മ നിൽക്കുന്നുണ്ട്. ടീച്ചർ എന്താ ചോദിച്ചു. ടീച്ചറെ എനിക്ക് ആ കുട്ടീനെ ഒന്ന് കാണണം, എനിക്ക് ഈ പറഞ്ഞ ഫിലിപ്പമ്പാടിന് മകേഷ് സാറെ ഒന്ന് കാണണം, ഓരോ ഒന്ന് വിളിക്കണം ഇങ്ങോട്ട് പ്ലീസ്. ടീച്ചർ വിളിച്ചു. 3-4 നിന്ന് സ്കൂളിന്റെ ആ മിലി ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ ചെന്നു. 10-300 കുട്ടികളും ഈ കുട്ടിയെ വിളിച്ചു. ഈ മനുഷ്യൻ തലേ താത്തി കൈയും കെട്ടി നിൽക്കുക. 19 വർഷം റിയാദിന്റെ മണ്ണിൽ ജോലി ചെയ്തൊരു മനുഷ്യനാണ്. ആ മനുഷ്യനോട് പറഞ്ഞു, എന്റെ പേര് പറയാൻ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു. 19 വർഷം റിയാദിന്റെ മണ്ണിൽ ജോലി ചെയ്തു. പറയാണ്, സാറേ എനിക്ക് 10-15 കടമുറി ഉണ്ട്, ജീവിക്കാൻ ചുറ്റുപാടൊക്കെ ഉണ്ട് സാറേ, ഒരു പലചരക്കടയുണ്ട് സാറേ, ഈ ബംഗാളിമാര് കൂടുതൽ താമസിക്കുന്നത് എന്റെ വാടക കോട്ടേഴ്സിലാണ്. അയറ്റേക്ക് കൊടുക്കുമ്പോ പലചരക്ക് സാധനം വാങ്ങണമെങ്കിൽ ഈ സാധനം കൊടുക്കണേ, അല്ലെങ്കിൽ എന്റെ കച്ചവടം നിൽക്കും സാറേ, അങ്ങനെ ഞാൻ വിറ്റതാണ് സാറേ. എനിക്ക് അങ്ങനെ മനക്കെട്ടിയുള്ള ആളൊക്കെ തന്നെയാണ് സാറേ, അല്ല ഞാൻ അങ്ങനെ മോശക്കാരനല്ല. അങ്ങനെ കുട്ടികൾ ഇത് വാങ്ങിയിട്ടുണ്ടോ? 5 പ്രാവശ്യം എന്നെ നിലമ്പൂർ പോലീസ് പിടിച്ചിട്ടുണ്ട്. നോക്ക്, 5 പ്രാവശ്യം നിലമ്പൂർ പോലീസ് എന്നെ പിടിച്ചിട്ടുണ്ട് സാർ. എന്നിട്ടൊന്നും മനുഷ്യൻ നിർത്തിയിട്ടില്ല. 14 വയസ്സുള്ള അനുഷിത എന്ന് പറയുന്ന ഒരു പൊന്നുമോൾ രാത്രി ഉറങ്ങാതെ പേനയും പേപ്പറും എടുത്തു. അവളുടെ പദസമ്പത്തിന് മുമ്പിൽ ഒരു 47 വയസ്സുകാരനെ മാനസാന്തരപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എത്ര സുന്ദരമാണ്. അങ്ങനെ എത്രയോ അനുഷതമാർക്കാണ് ഈ അമ്മമാരെ നിങ്ങൾ ജന്മം നൽകിയിട്ടുള്ളത്. നിങ്ങളുടെ ചാരത്തിരിക്കുന്നത്, നിങ്ങളുടെ പക്ഷത്തിരിക്കുന്നത്, നീ സദസ്സ് വേദിയിൽ പങ്കെടുത്ത് എത്രയോ അനുഷതമാർക്ക് ജന്മം കൊടുത്ത സഹോദരിമാരെ നിങ്ങളുടെ മക്കളുണ്ട്. എത്രയോ അനുഷതമാർക്കിടെ ഉപ്പുമാരെ വേദിയിരിക്കുന്നുണ്ട്. ലഹരി എന്ന് പറയുന്ന മഹാദുരന്തത്തിനെതിരെ സായുധ വിപ്ലവത്തിൽ പങ്കെടുപ്പിക്കണം മക്കളെ കൊണ്ട്. നമ്മുടെ പദസമ്പത്തുകൾ മക്കൾ ഉപയോഗപ്പെടുത്തണം. സോഷ്യൽ മീഡിയ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തണം. അവരുടെ എഴുത്തുകൾ, സർഗാത്മകതകൾ, പ്രസംഗങ്ങൾ എല്ലാം ഉപയോഗപ്പെടുത്തണം. ലഹരി എന്ന് പറയുന്ന മഹാദുരന്തം ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ നമ്മൾ ഓരോരുത്തരും റെസ്പോൺസിബിലിറ്റി ഉള്ളവരാണ്. ചോദിക്കില്ലേ പലപ്പോഴും എന്താ നാടിങ്ങനായിരുന്നു? എന്നോട് പല വേദി ചോദിക്കും, സാർ നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്നു, ഒരുപാട് 19 രാജ്യങ്ങൾ യാത്ര ചെയ്ത് ഗിന്നസ് ബുക്കിൽ പേര് വന്നു, 750 പേരെ നിങ്ങൾ രക്ഷപ്പെടുത്തി, നാടെന്താ ഇങ്ങനെ? ആർക്കാണ് ഇവിടെ ബോധം നശിച്ചു പോയത്? അല്ലെ? നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഓൾ ആർ ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ? ഉണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മൾ ഓടി കളിക്കുന്നുണ്ട്. യാത്രയെ കണ്ടിട്ടില്ലേ സഹോദരി? നീ തെങ്ങുംതോപ്പിലോ പാറക്കെട്ടിലോ മൂത്തപ്പരുടെ പിമ്പിലോ പറക്കുമുറ്റാത്ത നിന്റെ മകന്റെ സമപ്രായമുള്ള കുട്ടി വലിക്കുകയും ആൻസറൊക്കെ കേട്ടിട്ടില്ലേ? പോയിട്ടുണ്ടോ മകന്റെ അടുത്ത്? പോകാൻ പറ്റിയിട്ടുണ്ടോ? അയൽപക്കത്തിലെ മൊയ്തീന്റെ, ബീരാന്റെ, കുട്ടന്റെ, ഫിലിപ്പിന്റെ മകൻ ലഹരി പദാർത്ഥങ്ങൾക്ക് നാട്ടിൽ പിടിച്ചു എന്നറിഞ്ഞാ പരിഹസിക്കില്ലേ നമ്മൾ? ആ കൂട്ടങ്ങളിൽ ഒറ്റപ്പെടുത്തിയിട്ടില്ലേ? നമ്മൾ ഒറ്റപ്പെടുത്തിയിട്ടില്ലേ? പാടില്ല, ചേർത്ത് പിടിക്കണം. ഞങ്ങളുണ്ടെന്ന് പറയണം. ഞങ്ങളുണ്ട് കൂടെ, ഞാനുണ്ട് കൂടെ എന്ന് പറയുന്നു. ഒരു വീട്ടിനകത്തൊരു മകൻ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടു എന്ന് പറഞ്ഞാൽ സമാധാനവും സന്തോഷമുള്ള വീടിന്റെ എല്ലാ സന്തോഷങ്ങളും തകർന്ന് തരിപ്പണമാകും. ആ വീട് പിന്നെ മരിച്ചു.
ആ വീട്ടിൽ പിന്നെ ജീവനുള്ള ഉമ്മ ഉണ്ടാവില്ല, ആ വീട്ടിൽ പിന്നെ ജീവനുള്ള ഒരു ഉപ്പയും ഉണ്ടാവില്ല. കാരണം എന്താ? 9.5 മാസക്കാലത്തോളം ഉദരത്തിൽ ഇങ്ങനെ പ്രതീക്ഷയും പ്രത്യാശയുമായിട്ട് ചുമന്ന് നൊന്ത് പ്രസവിച്ചൊരു മകൻ കൗമാര കാലഘട്ടങ്ങളിൽ അതാ മനോഹരമായി അവന് ഉമ്മയ്ക്കും ഉപ്പയ്ക്കും നാടിനും യശസ് വരുത്തേണ്ട മകൻ തലകുനിഞ്ഞ് ശിരസ് കുനിഞ്ഞ് ചിത്തപ്രമം ബാധിച്ച നാടിനും വീട്ടുകാർക്കും വേണ്ടാതെ വിശ്വാസമില്ലാതെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ഒരു മകനതാ ഭ്രാന്തനെ പോലെ നാട്ടുകാരുടെ വാക്കുകളും കുത്തുവാക്കുകളും കേട്ടതാ ഞങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നു. ദൈവമേ, ആ ഉമ്മ ജീവിക്കൂ സന്തോഷമായിട്ട്? ഉമ്മ ആ ഉപ്പ സന്തോഷമായിട്ട് ജീവിക്കുമോ? നീതിമാനായ ഖലീഫ ഉമർ എന്ന ചക്രവർത്തി മദീനത്ത് അദ്ദേഹത്തെ ഭരണകാലത്ത് അവിടെ പഠിക്കാൻ വന്ന വിദേശിയായ ഒരു വിദ്യാർത്ഥിയുടെ വീട്ടിലേക്ക് അദ്ദേഹം പോയി. സായാഹ്നത്ത് നടക്കാൻ ഇറങ്ങിയപ്പോ, എന്റെ വിദ്യാർത്ഥിയല്ലേ, മതപഠന ഭൗതിക പഠനത്തിനകത്ത് അവൻ എന്തെങ്കിലും വീഴ്ച വന്നാലോ ഞാനാണ് ഉത്തരവാദി, ഞാനാണ് റെസ്പോൺസിബിലിറ്റി. മഹാനായ ഖലീഫ ഉമർ ചക്രവർത്തി ആ വിദ്യാർത്ഥിയുടെ അടച്ചിട്ട വീടിന്റെ വാതിൽ പതുക്കെ തുറന്നു നോക്കി. നോക്കുമ്പോൾ അതിനകത്ത് മദ്യത്തിന്റെ മണം വരുന്നു, കുട്ടികൾ ഇങ്ങനെ ഇളകുന്നുണ്ട്. വാതിൽ തുറന്നപ്പോ വിദ്യാർത്ഥി ഈ മഹാനായ ഖലീഫ ഉമറിനെ ഇങ്ങനെ കാണുക. പെട്ടെന്ന് എഴുന്നേറ്റു. അദ്ദേഹം വലിയ സങ്കടത്തെ മുഖം തിരിഞ്ഞ് നടന്നു. 3-4 വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ ആ ചെറുപ്പക്കാരനെ കാണാൻ പറ്റിയിട്ടില്ല. പിന്നീട് വെള്ളിയാഴ്ച ദിവസം അതാ പ്രാർത്ഥന നടക്കുമ്പോ ആ നിസ്കാരത്തിന് ശേഷം ആൾക്കൂട്ടത്തിന് പിൻപിൽ നിന്ന് പിരിഞ്ഞു പോകാൻ നിൽക്കുമ്പോ മിഹ്റാബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഖലീഫ ഉമർ ഇങ്ങനെ ഈ വിദ്യാർത്ഥി അവനെ വിളിക്കുന്നുണ്ട്, മോനെ വരാൻ പറഞ്ഞു. മനസ്സത് വലിയ വേദന തോന്നി അവന്. ആൾക്കൂട്ടത്തിന് നടുവിൽ എന്നെ ഇന്ന് ശിക്ഷിക്കപ്പെടും, ചാട്ടവാറിന്റെ അടിയാൽ ഞാൻ വേദന കൊണ്ട് പുളകം മൂളും. അങ്ങനെ വലിയ സങ്കടത്തോടെ ഇങ്ങനെ നടന്നു വരുമ്പോ ആ മിഹ്റാബിന്റെ അടുത്തെത്തിയപ്പം ഈ ചെറുപ്പക്കാരെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, നീ അന്ന് മദ്യപിച്ച കാര്യം ഞാൻ ആരോടും പങ്കുവെച്ചിട്ടില്ല, സങ്കടപ്പെടണ്ട, വന്ന കാര്യം സാധിച്ച് മടങ്ങിപ്പോവുക. അങ്ങനെ മിഹ്റാബിന്റെ മുമ്പിൽ വെച്ചിട്ട് ചെറുപ്പക്കാരൻ ആർത്തു കരഞ്ഞു അത്രേ. മദ്യം സകല തിന്മകളുടെ ജനനി എന്ന പരിശുദ്ധ ഖുർആൻ മാനവരാശിയോട് വിലക്കേർപ്പെടുത്തുന്ന മഹത് വചനം ചെറുപ്പക്കാരൻ ഓർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞു അത്രേ. ഇനി ഒരിക്കലും ഞാൻ മദ്യപിക്കില്ല. കാര്യം എന്താ? ഒരു ചേർത്ത് പിടിക്കലാണ്, ഒരു ചേർത്ത് പിടിക്കലാണ്. ഞാനുണ്ട് കൂടെ, ആരും അറിയില്ല, അറിഞ്ഞതൊന്നും കുഴപ്പമില്ല, കാലം ഇങ്ങനെയാണ്, നമുക്ക് സംവിധാനമുണ്ട്, കൊണ്ടുപോകാം, വാ, നീ തുറന്ന് സംസാരിക്കും, അല്ലെ? ഒറ്റപ്പെടുത്തലല്ല. നമ്മൾ ചിലപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, സാറേ ഞങ്ങൾ അങ്ങോട്ട് പോകാറില്ല, മിണ്ടാറില്ല, കൂടാറില്ല, ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങള്, അല്ലേ? പക്ഷെ നമ്മൾ ചില മര്യാദകൾ കൊടുക്കണം, മാത്രം ചില സൂചനകൾ കൊടുക്കണം. എന്നിട്ടും പാലിച്ചില്ലെങ്കിലോ പടന്നക്കാവ് മകൾ ചെയ്തുപോലെ ചെയ്യേണ്ടി വരും, അല്ലെ? ചില ശ്വാസനകൾ, ചില ഓർമ്മപ്പെടുത്തലുകൾ, ചില കുറിപ്പുകൾ. എന്നിട്ടും വീണ്ടും വീണ്ടും അങ്ങനെയാണെങ്കിലോ ആ മകളിന്റെ പ്രാഥമിക അംഗത്വം എടുത്ത് ഒഴിവാക്കി, 19 വിശ്വാസികളുടെ പ്രാഥമിക അംഗത്വം എടുത്ത് ഒഴിവാക്കിയ മകളാണ് പടന്നക്കാവ് മകൾ. വലിയ മാതൃക കാണിച്ചു. തുടർന്ന് വന്ന കേരളത്തെ പല മകളുകളും ഈ ഇതിന് പാത പിന്തുടർന്നു. കാര്യം എന്താ? ഒരു മക്കളെയും അല്ലെങ്കിൽ ആ മകളിനകത്ത് ഒരു കാര്യങ്ങൾ നടത്തിത്തില്ല എന്നുള്ള നിയമ സംവിധാനം കൊണ്ടുവന്നു. ഞാൻ നീട്ടിയൊന്നുമില്ല, നീട്ടി കൊണ്ടുപോകുന്നില്ല. കാരണം ഇവിടെ 1-2 പേരൊക്കെ എഴുന്നേക്കാൻ തുടങ്ങി, എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് കുറച്ച് സമയം, 5 മിനിറ്റ് കൂടെ എനിക്ക് സമയം തരണം, എന്നിട്ട് എഴുന്നേറ്റ് പോകാവുള്ളൂ. അപ്പം പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാം ജീവിക്കുന്ന പ്രത്യേക ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. നമുക്കൊക്കെ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞു, അല്ലേ? നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നമ്മൾ റോഡിന്റെ പക്കത്തും അരികത്തും ഒക്കെ നമ്മൾ പലരെയും കാണും, നമ്മളെ മക്കളെയൊക്കെ കാണും. പക്ഷെ പലപ്പോഴും നമുക്ക് ബന്ധപ്പെടാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഒളിഞ്ഞ ദേശം, ഒരു വെളിമ്പ്രദേശോട് ഞാൻ ഇതൊക്കെ യാത്ര ചെയ്ത് വന്നത്. ആ വണ്ടികളൊന്നുമില്ല, വിജനമായ സ്ഥലമാണ്. വരുന്ന വഴിക്ക് ഇവിടെ ഒരു ബൈക്കിന് മോളിൽ ഇരുന്ന് 2 പയ്യന്മാര് മദ്യപിക്കുകയോ വലിക്കുകയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് എനിക്ക് ഇറങ്ങി ഇടപെടാൻ പറ്റുമോ? ബുദ്ധിമുട്ടായിരിക്കും. 1-2 പേരുണ്ടെങ്കിൽ വണ്ടി നിർത്തിയിട്ട് ഒരു സദാചാര ചോദ്യം ചെയ്യലൊന്നുമല്ല, ഒരു സ്നേഹാചാര ചോദ്യം ചെയ്യലുണ്ട്. മോനെ, എവിടെയാ മോന്റെ വീട്? എവിടെ എന്റെ കുട്ടിയുടെ വീട്? എവിടെ? നീ എന്റെ മോനെ പോലെ ഉണ്ടല്ലോ കുഞ്ഞെ. ആ ഇറങ്ങുമ്പോ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ അവനെ കണ്ടാൽ മനസ്സിലാവും. കാര്യം എന്താ? ആ ഇറങ്ങലും ചോദ്യം, എന്റെ മോനെ എവിടെയാ വീട്, നീ എന്റെ മോനെ പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോ തന്നെ അവന്റെ കയ്യിലെ മദ്യക്കുത്തിയോ അവന്റെ കയ്യിലെ സിഗരറ്റ് പതിയെ കൊണ്ട് മാറ്റി പിടിക്കും. കാര്യം എന്താ? അവനെ നമ്മൾ പരിഗണിച്ചു, കൺസൾട്ട് ചെയ്തു, അവന് വില കൊടുത്തു. നമ്മൾ ഒരിക്കലും അവന് കിട്ടാത്തൊരു കാര്യം കേട്ടോ ഈ പരിഗണന. അവന്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല, അവന്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. കുരുത്തം കെട്ടവൻ, തലവെറിച്ചവൻ, താന്നോന്നി, അധിക പ്രസംഗി, പോടാ പോ, അതവൻ കേട്ടിട്ടുള്ളത്. പക്ഷെ നമ്മൾ അവന് വില കൊടുത്തില്ലേ? ഊരും പേരും അറിയാത്ത ഒരിക്കൽ മാത്രം കണ്ട അവനെ നമ്മൾ എങ്ങനെ അഭിസംബോധന ചെയ്ത് എന്റെ നാട്ടിൽ വന്നാണ് കുടിക്കണേ? എന്താണ് വിചാരം?
അല്ലല്ലോ നമ്മൾ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരഭാഷ കണ്ടാൽ അത് മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. ഇത്തരം കുട്ടികൾക്ക് സ്നേഹം കിട്ടാത്ത ഇത്തരം കുട്ടികൾക്ക് നമ്മുടെ കണ്ണും നമ്മുടെ രൂപഭാവങ്ങൾ കണ്ട, ബോഡി ലാംഗ്വേജ് കണ്ട അപ്പോൾ അവർക്ക് മനസ്സിലാവും, അവർ പ്രതികരിക്കും. ഞാൻ പണിയേക്ക് പോടാറി. സ്നേഹത്തിൽ എന്റെ മോന്റെ പേരെന്താ, എവിടെ എന്റെ വീട് ചോദിക്കുമ്പോൾ തന്നെ സിഗരറ്റ് പുറകോട്ട് പിടിക്കും. എനിക്ക് അനുഭവമുണ്ട്, ഒരുപാട് അനുഭവമുണ്ട്. അങ്ങനെ ചോദിക്കാൻ ആളില്ല നാട്ടിൽ. അങ്ങനെ ചോദിക്കാൻ ആളില്ലെങ്കിൽ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ മദ്യക്കുപ്പി ഇങ്ങനെ കൂടിക്കിടക്കും, അവിടെ ഹാൻഡ്സിന്റെ കവർ സിഗരറ്റ് ഒക്കെ കൂടിക്കിടക്കും. ചില കോളേജിന്റെ പുറകിലൊക്കെ ഇങ്ങനെ സാധനം കൂടിക്കിടക്കും. കാര്യം എന്താ? ശ്രദ്ധിക്കാൻ അവിടെ അധ്യാപകരില്ല, ശ്രദ്ധിക്കാൻ നാട്ടുകൂട്ടങ്ങളില്ല. സ്നേഹത്തിന്റെ നാട്ടുകൂട്ടം, സ്നേഹത്തിന്റെ അധ്യാപകരും നമ്മളില്ല അല്ലേ? ആയുധമെടുത്താൽ മാത്രമേ കീഴ്പ്പെടുന്ന വിശ്വാസമൊന്നുമില്ല. സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തിയതാണ് അല്ലെ ഗാന്ധിജി. നിരാഹാരത്തിലൂടെ ബ്രിട്ടീഷുകാരെ കീഴ്പ്പെടുത്തിയ ഒരു മഹാന്റെ മണ്ണാണ് ഈ മണ്ണ്. കീഴ്പ്പെടുത്താം സ്നേഹം കൊണ്ട് അല്ലേ? സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റാത്ത എന്താ ഉള്ളത്? ഈ ലോകം മൊത്തം മാറിപ്പോയി. ഞാൻ പലപ്പോഴും നിങ്ങളോട് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ഈ ലോകത്തിന്റെ മാറ്റം ചെറിയ മാറ്റമല്ല. സ്നേഹം കൊണ്ട് നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല, എല്ലാം കീഴ്പ്പെടുത്താൻ പറ്റും സ്നേഹം. പലപ്പോഴും നമുക്ക് ആ സ്നേഹം വരുന്നില്ലെന്നാണ് ഏറ്റവും വലിയ ദുരന്തം അല്ലേ? എല്ലാവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് ചില കൊടുക്കൽ വാങ്ങലുകളാണ്, ചില സ്നേഹങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അതാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് നമുക്ക് എവിടെയാണ് പരാജയം സംഭവിച്ചത്? ചില കൊടുക്കൽ വാങ്ങലുകളിൽ നിന്നും, ചില കാഴ്ചകളിൽ നിന്നും, ചില കേൾവികളിൽ നിന്നും. അതുകൊണ്ട് തന്നെയാണ് ഭർത്താവ് ഭാര്യയെ കേൾക്കണില്ല, ഭാര്യ ഭർത്താവിനെ കേൾക്കണില്ല, മക്കള് ഉപ്പയെ കേൾക്കുന്നില്ല, മക്കള് ഉമ്മയെ കേൾക്കുന്നില്ല. എല്ലാവരും പേരിനൊരു വീട്ടിൽ ഇങ്ങനെ താമസിക്കുന്നു. ഉപ്പ എല്ലാം ചെയ്തു കൊടുക്കുന്നു, യാന്ത്രികമായിട്ട് പഠിക്കുന്നു. അങ്ങനെ നമ്മുടെ മനസ്സിലെന്താ വേണ്ടത്? മോൻ നന്നായിട്ട് പഠിക്കണം, A+ കിട്ടണം, റാങ്ക് ലിസ്റ്റിൽ പേര് വരണം, അവന് നീറ്റ് എക്സാമിൽ പേര് വേണം, ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, വിദേശത്ത് പോകണം, നല്ല ബെറ്റർ ആയിട്ട് UK, കാനഡ, ബ്രിട്ടൻ, അമേരിക്കയിലൊക്കെ പോയി ജോലി ചെയ്യണം, അവന് ഭാര്യ വേണം, മകളാണെങ്കിൽ അവൾ നല്ല പഠിക്കണം, നല്ല ചെറുക്കനെ അവൾക്ക് കിട്ടണം അല്ലെ? അവന് നല്ല പെണ്ണ്, അവൾക്ക് നല്ലൊരു ചെറുക്കൻ മതി. നമ്മുടെ രക്തം പരിശോധിച്ചാൽ നമുക്ക് ഷുഗറോ പ്രഷറോ ഒന്നും പാടില്ല. അടുത്ത വീട്ടിൽ എന്ത് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമല്ല. അതല്ലേ നാടിന്റെ ദുരന്തം ഇങ്ങനെ ആയത്? അതല്ലേ നാടിന്റെ ദുരന്തം? അയൽ വീട്ടിലെ ദുരന്തം നടക്കുമ്പോൾ ഉമ്മ പറഞ്ഞ, സാറേ ഞങ്ങളോട് പോലല്ലേ, വാതിൽ അടച്ച് ഞങ്ങൾ കുറ്റിയിട്ട് സാറേ പട്ടി അടിച്ചേക്കുന്നു. ഇന്റെ ഭർത്താവ് പറയാ TV കണ്ട് ഉറക്കം വെച്ചാന്ന് പറയും. സാറേ അങ്ങനെ TV ഉറക്കം വെക്കുമോ? വന്നിട്ട് കുടിച്ചിങ്ങാട് തൊള്ളെ തോന്നാത്തൊക്കെ വിളിച്ചു പറയും സാറേ. എന്നിട്ട് തൊടിയില്ലാതെ കിടക്കുമ്പോ ഭാര്യ വന്നിട്ട് ഇങ്ങനെ ചാക്കെടുത്തന്നെ ഇടല മേത്ത് കൂടെ. എന്നിട്ട് ഞാൻ എന്റെ കുട്ടികളൊന്നും കാണാതെ പറഞ്ഞിട്ട് അങ്ങോട്ട് ബാത്തൊക്കെ പോകില്ലേ. അങ്ങനെ ജീവിച്ചത് സാറേ. എന്നിട്ട് അവസാനം ആ വീട് സ്ഥലം എന്റെ മാപ്പിള പറഞ്ഞാണ്ട് കിട്ടിയവർക്ക് വിറ്റുകൊണ്ട് ഞങ്ങളുടെ പോയി ഇവിടുന്ന്. അങ്ങനെ വളർത്തിയ കുട്ടിയാണ് സാറേ. നോക്കിയാണ് ഇപ്പം 4 കല്ല കയറി വരെ വീട്ടിക്ക് 4 കല്ലേ കയറി വരാ. മനസ്സിൽ നയിക്കൂ സാറേ. എന്നോട് പറഞ്ഞ ഒരു ഉമ്മ പറഞ്ഞ കാര്യം എന്താ? ആയ കാലത്ത് അയൽ വീട്ടിനകത്തൊരു ദുരന്തം നടന്നപ്പോ പ്രവാചക സന്ദേശങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്താ? നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ നീ വയറ് നിറച്ചു ഉണ്ണരുത് എന്ന് പറഞ്ഞ്, ഉണ്ണരുത് അയൽവാസി പട്ടിണി കിടക്കുന്നതാണ് അർത്ഥം. പ്രവാചക സന്ദേശങ്ങൾ ദ്വയാർത്ഥങ്ങളുണ്ട്. ആ വീട്ടിനകത്ത് സമാധാനമില്ലാതെ മദ്യത്തിന്റെ ദുരന്തത്താൽ ആ വീട് ഉറങ്ങാൻ പറ്റാത്ത വീടാ, പഠിക്കാൻ പറ്റുന്ന 3 പെൺകുഞ്ഞുങ്ങളെ വീടാ. അയൽവാസി ഇവിടെ വാതിലടച്ച് കുറ്റിയിട്ടിട്ട് ടിവിയുടെ ശബ്ദം വെച്ചിട്ട് അങ്ങോട്ട് പോകാതെ, അറിയാതെ, കേൾക്കാതെ ഒരു 12 വർഷം വരെ കഴിഞ്ഞില്ലേ? സർവശക്തനായ ദൈവം തെരഞ്ഞെടുത്തു, 19 വയസ്സായ മകനെ തെരഞ്ഞെടുത്തു അല്ലേ? അതിന്റെ ശിഷ്ടം കിട്ടി ഇങ്ങോട്ട്. എന്താ? അയൽവാസിയെ കാണാൻ പറ്റിയില്ല. ക്രിസ്തു പറയുന്നുണ്ട്, നിന്റെ അയൽവാസിയെ പോലെ നിന്നെ സ്നേഹിക്കാനാ പറഞ്ഞിരിക്കണേ. അടുത്ത വീട്ട് മമ്മദിനോട് ബീരാനോട് വിട്ട് ഐ ലവ് യു പറയാനല്ലല്ലോ പറഞ്ഞിരിക്കണേ. ആ സ്നേഹത്തിൽ പല അർത്ഥങ്ങൾ, ദ്വന്ദ്വർത്ഥങ്ങൾ, ദ്വയാർത്ഥങ്ങൾ. പക്ഷെ പലപ്പോഴും നമ്മൾ പാലിക്കണില്ല. നമ്മള് തെരുവിൽ കണ്ടത്, അങ്ങാടി കണ്ടത്, തെങ്ങുംതൊപ്പിൽ കണ്ടത്, പാറക്കെട്ടിൽ കണ്ടത്, വഴിവെക്കൽ കണ്ടത്, മൂത്രപ്പുഴ പിമ്പിൽ കണ്ടത്, ഏതെങ്കിലും ബാല്യങ്ങൾ വലിക്കോ കുടിക്കോ ഒക്കെ ചെയ്ത് കണ്ട് നമ്മളെ ബാധിക്കോ? ബാധിക്കൂല. കാര്യം എന്താ? അതെല്ലാം അസുര ജന്മങ്ങളാ, അതെല്ലാം പൊയ്മുഖങ്ങളാ. നമ്മളെ ബാധിക്കണമെങ്കിൽ 9 മാസക്കാലത്തോളം ഉദരത്തിൽ ഇങ്ങനെ ചുമന്ന് നൊന്ത് പ്രസവിച്ച മകനാണെങ്കിൽ നമ്മളെ ബാധിക്കും. നമുക്ക് പട്ടട വെക്കാനാണെങ്കിൽ, നമ്മളെ പ്രതീക്ഷ അർപ്പിച്ച് ജീവിച്ച മകനാണെങ്കിൽ നമ്മളെ ബാധിക്കും സഹോദരൻ, ബാധിക്കും. ആ സമയത്ത് വീട്ടിലേക്ക് കയറി വരുന്ന മകന്റെ ശരീരത്തിൽ പുകല മണത്ത, മദ്യം മണത്താൽ അവന്റെ ഷർട്ടോ അവന്റെ പാന്റോ അലക്കാൻ എടുക്കുമ്പോ അതിനകത്ത് വല്ല കഞ്ചാവോ വല്ല ബ്രൗൺ ഷുഗറോ അതിനകത്ത് വല്ല ഹാൻഡ്സോ കിട്ടിയാൽ ഉമ്മ നീ തകർന്നു പോകൂലേ? അതേ തകർച്ച നിന്റെ അയൽവക്കത്ത് തകരുന്നില്ലേ? അപ്പൊ നമ്മൾ പരിഹസിക്കാൻ പറ്റുമോ? നമ്മൾ പരിഹസിക്കാൻ പറ്റുമോ? ഒരു വീട്ടിൽ ലഹരിയുടെ ദുരന്തം നടന്ന ആ വീട്ടിലൊരു ഉപ്പ ഉമ്മ തകർന്നു പോകും. ആൾക്കൂട്ടങ്ങൾ പിന്നെ മനുഷ്യൻ ഫേസ് ചെയ്യും. പള്ളിയുടെ ഏറ്റവും പിറകിലായിരിക്കും മനുഷ്യന്റെ സ്ഥാനം.
കല്യാണപ്പുരയിൽ ആ മനുഷ്യൻ അവസാനം വരുള്ളൂ. കടകൾ തുറക്കുന്ന മനുഷ്യൻ വന്നിട്ട് പെട്ടെന്ന് പോകും. ആൾക്കൂട്ടങ്ങളെ മനുഷ്യൻ ഫേസ് ചെയ്യില്ല. കാര്യം എന്താ? എന്റെ മകൻ എനിക്ക് ചീത്തപ്പേരുണ്ടാക്കിയിരിക്കണം. ലോകം അങ്ങനെ അല്ലെ, ചീത്തപ്പേര്. അപ്പൊ സ്നേഹത്തിലൂടെ കീഴ്പ്പെടുത്താൻ നമുക്ക് പറ്റും. ആ സ്നേഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ. ക്ഷമയും സ്നേഹമാണ് ലോകത്തെ കീഴ്പ്പെടുത്തിയ ഏറ്റവും വലിയ വജ്രായുധം. അതിലൂടെ അല്ലാതൊന്നും ഈ ലോകത്തെ ആർക്കും കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ ഒരു പുതിയ സന്തോഷ വാർത്തയുണ്ട്. എന്താ സന്തോഷത്തിന് അറിയാമോ? നമ്മുടെ പുതിയൊരു ടെസ്റ്റ് നിലവിൽ വരാൻ പോവുകയാണ്. HPLC ടെസ്റ്റ്. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ആ ടെസ്റ്റ് ഇതാ നിലവിൽ വരാൻ പോവുകയാണ്. ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമോഗ്രാഫി ടെസ്റ്റ് ആണ്. ടെസ്റ്റിന്റെ പ്രത്യേകത എന്താ? 10,000 റുപ്പീസാണ് ടെസ്റ്റിന്റെ വില. എന്താ വിലയുടെ ഇതിന്റെ പ്രാധാന്യം എന്താ? 1 വർഷം വരെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യ ശരീരം അത് കണ്ടുപിടിക്കാൻ പറ്റും. സിഗരറ്റ്, നിക്കോട്ടിൻ, കഞ്ചാവ്, ഹാൻസ്, മദ്യം, MDMA, ഈ പറയുന്ന ഏത് ലഹരി ഉപയോഗിച്ചാലും 1 വർഷം വരെ ഉപയോഗിച്ചാൽ ശരീരത്തിന്റെ രക്തത്തിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഹെയർ ടെസ്റ്റ് ആൻഡ് നൈൽ ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, ഈ 3 ടെസ്റ്റുകൾ ഏറ്റവും ആപ്റ്റായ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെയർ ടെസ്റ്റ് ആണ്. മുടി പരിശോധിക്കുന്ന ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് നിലവിൽ വരാൻ പോവുകയാണ്. അങ്ങനെ വൻകിട കമ്പനികൾ അവരുടെ സ്ഥാപനങ്ങളിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നിടത്ത് അവരത് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു. നിങ്ങൾ ഈ സ്ഥാപനത്തിലേക്ക് വരണമെങ്കിൽ HPLC ടെസ്റ്റ് പാസ്സായിരിക്കണം. നിങ്ങളുടെ ശരീരത്തിൽ ലഹരിയുടെ സാന്നിധ്യമില്ല എങ്കിൽ ഈ കമ്പനി നിങ്ങളുടെ ടെസ്റ്റിന്റെ പൈസ ഞങ്ങൾ കൊടുക്കും. നിങ്ങളുടെ ശരീരത്തിൽ ലഹരി ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പൈസ പേ ചെയ്തോണം, വീട്ടിൽ പോയിക്കോണം, വീട്ടിലിരുന്നോണം. തിരുവനന്തപുരത്ത് 1-2 പ്രശസ്തമായ ചർച്ചുകൾ, മസ്ജിദുകൾ, അറിയപ്പെടുന്ന ചില മസ്ജിദുകൾ, അവിടുത്തെ മഹല് കമ്മിറ്റി കത്തീവൊക്കെ തീരുമാനമെടുക്കുകയാണ്. ആ മഹലിലെ ചില പെൺകുട്ടികളെ വിവാഹം ചെയ്ത് കൊടുക്കണമെങ്കിൽ പുരുഷൻ ഈ ടെസ്റ്റ് പാസ്സാക്കിയ സർട്ടിഫിക്കറ്റ് മാതാപിതാക്കൾക്ക് ഹാജരാക്കി കൊടുക്കണം. എത്ര മനോഹരമായ ടെസ്റ്റാണ് വരാൻ പോകുന്നത് പ്രിയപ്പെട്ടവര്. വിദേശ രാജ്യങ്ങൾ, സൗദി പോലുള്ള GCC കൺട്രികളിൽ അങ്ങോട്ടേക്കുള്ള ഇപ്പോഴൊക്കെ PCC നടപടികൾ, അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ഇതാ ഈ പറയുന്ന HPLC ടെസ്റ്റ് വിദൂരമല്ല. 2025 ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ ടെസ്റ്റുകൾ നിലവിൽ വരാൻ പോകുന്ന പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു സിഗരറ്റ് പോലും വലിച്ചാല് 1 വർഷത്തിനുള്ളിൽ വലിച്ചാൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ടെസ്റ്റുകൾ നിലവിൽ വരാൻ പോകുന്നു. പല അമ്മമാരുടെ കണ്ണീരിന് അറുതി വരാൻ പോകുന്നു. കാരണം പെൺകുട്ടികളാകാൻ കഴിച്ചു വിടുമ്പോൾ വലിക്കോ കുടിക്കോ എന്നൊക്കെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. സിഗരറ്റ് വലിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. കാര്യം എന്താ? ഇങ്ങനെ വാവൊക്കെ പല്ലിനടി കറ ഉണ്ടാവും, ഇല്ല ചുമയ്ക്കുമ്പോൾ ചുമയുണ്ടാവും, ഇല്ല ചുണ്ട് കറുത്തിട്ടിരിക്കും, മദ്യപിക്കുന്നില്ല, കണ്ണ് കണ്ടാൽ അറിയാം, സംസാരം കേട്ടാൽ അറിയാം, ശരീരത്തിൽ ഇങ്ങനെ ആട്ടലുണ്ടാവും. ഈ പറയുന്ന സാധനമുണ്ടല്ലോ, ഈ ഭീകരൻ, നമ്മൾ ഈ പറയുന്ന MDMA. കാര്യം എന്താ? ഞാൻ ആദ്യം വെച്ച് പറഞ്ഞ കണക്ഷൻ പോയി. കാര്യം ഈ പറഞ്ഞ അവനൊരു പേര് ഞാൻ പറഞ്ഞിരുന്നു, പാർട്ടി ഡ്രഗ്. കാര്യം എന്താ? പാർട്ടിക്കകത്ത് ഇവൻ കൊടുക്കാൻ പറ്റും. എങ്ങനെ കൊടുക്കാൻ പറ്റണത്? പാർട്ടിക്കകത്ത് നമ്മളിങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കൾ സോഡയോ നാരങ്ങ വെള്ളം പോലും കുടിക്കാത്ത, ചായ പോലും കുടിക്കാത്ത നമ്മുടെ മക്കളൊക്കെ ഇവിടുന്ന് വല്ല ബാംഗ്ലൂർ, ഡൽഹിയോ ഒക്കെ പഠിക്കാൻ പോകുമ്പോൾ അവിടുന്ന് കൂട്ടം കൂടിയൊക്കെ ഈ ഡാർക്ക് വെബ് എന്ന സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ അവിടുന്നൊക്കെ നമ്മുടെ മക്കളോടൊപ്പം കൂടിയിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കും. അപ്പൊ നമ്മുടെ മക്കളോട് പറയും, എടി വാടി, എടാ ബാ, നല്ല രസമാണ്, ഭയങ്കര രസമാണ്, DJ പാർട്ടിയാണ്, നല്ല വൈബാണ്, നല്ല പൈസ ചെലവൊന്നും ഇല്ലല്ലോ, ബാംഗ്ലൂർ ഇങ്ങനെയൊക്കെയാണ്, ഇല്ല ഇവിടെ ഇങ്ങനെയാണ്, നീ വന്നു നോക്ക്, ജസ്റ്റ് ഇത് കണ്ടു നോക്കിയിട്ട് പോയിക്കോ, ബാ, വേറൊന്നും അല്ലല്ലോ, അവിടെ വല്ല കള്ളുകൂടിയ പരിപാടി ഒന്നല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾ അതിന് കൂട്ടത്തിൽ പോകും. അവിടെ പോയിട്ട് ഈ ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഡാർക്ക് വെബ് സൈറ്റുകൾ പോലുള്ള അതിനകത്ത് ഉരുത്തിരിഞ്ഞ പേരാണ് അവർ പേരിട്ടിരിക്കുന്ന ഡാർക്ക് വെബ് സൈറ്റുകൾ എന്നാണ്. അവിടെ പറഞ്ഞ ഈ DJ പാർട്ടി മ്യൂസിക് യൂണിറ്റിലൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്യുമ്പോൾ ഒപ്പമുള്ള നമ്മുടെ ഈ പറയുന്ന സുഹൃത്തുക്കള് കയ്യിലുള്ള ഗ്ലാസ്സിലേക്കോ അല്ലെങ്കിൽ കയ്യിലുള്ള പെപ്സി ഇതൊക്കെ നമ്മുടെ മകനെ കൊണ്ടോ മകളെ കൊണ്ടൊക്കെ പൊട്ടിക്കും. ഫ്രഷ് കുപ്പിയാവും, പൊട്ടിക്കും, ലൈവായിട്ട് പൊട്ടും. പൊട്ടിക്കണ ഒഴിക്കാൻ പറയും. ഒഴിക്കണത് ഒരു പ്യൂർ ഗ്ലാസ്സിലേക്കായിരിക്കും ഒഴിക്കണം. ട്രാൻസ്പെറന്റ് ആയ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും, ഇങ്ങനെ ഒഴിക്കും. അപ്പൊ നമ്മൾ കാണുകയാണല്ലോ, വിശ്വാസമാണല്ലോ, വേറെ കവിളിപ്പൊന്നുമില്ലല്ലോ. അങ്ങനെ ഞാൻ തന്നെ അത് ആദ്യം കൊണ്ട് കുടിക്കും. രണ്ടാമത് ഈ പറഞ്ഞ നമ്മളെ മകനെ കൊണ്ട് തന്നെ മകളെ കൊണ്ട് തന്നെ ഒഴിപ്പിക്കും. രണ്ടാമത് കൊടുക്കുമ്പോൾ അത് അടച്ചു വെക്കുന്ന പറയുന്ന ആ ഫ്യൂ സെക്കൻഡിനകത്ത് ഈ കൊടുക്കുന്ന ഞാനാ കൊടുക്കുന്നെങ്കിൽ എന്റെ വിരലൊന്ന് മെല്ലെ ഇതിനകത്തേക്ക് അമർന്നിരിക്കും, ഈ ഗ്ലാസ്സിനകത്തേക്ക്. 1, 2 ഈ 2 സെക്കൻഡ് മതി. ഈ ഇരിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ്, കോഫി, സോഫ്റ്റ് ഡ്രിങ്ക്സ്, കൂൾ ഡ്രിങ്ക്സ്, പെപ്സി, മിറാണ്ട, ഇനി എന്തുമായിട്ട് അതിനകത്തേക്ക് 2 സെക്കൻഡ്, 1, 2 ഈ 2 സെക്കൻഡിന്റെ വിരലൊന്ന് അതിനകത്തേക്ക് അമർന്നിരുന്നിട്ട് അറിയാതെ ഇങ്ങനെ കൊടുത്താൽ മതി. അത് വാങ്ങി നമ്മുടെ മകൾ ഒരു സോഡ പോലോ ഒരു സ്ട്രോങ് ചായ പോലും കുടിക്കാത്ത നമ്മുടെ മകനോ മകളോ അത് കുടിച്ചാൽ ഒരു രുചി വ്യത്യാസവും ഉണ്ടാവുന്നില്ല, ഒരു സ്മെല്ലും ഇല്ല. അവരുടെ ശരീരത്തിന്റെ ഇന്റർണൽ ഓർഗൻസിനകത്തേക്ക് സാധനം ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ഉണ്ട്, ഒരു സ്റ്റിമുലേഷൻ ഉണ്ട്, ബ്രെയിനകത്ത് വരുന്ന ചേഞ്ച് ഉണ്ട്.
ആ ചേഞ്ച് പൊതുവേദി കൊണ്ട് പറയാൻ പറ്റില്ല. കാരണം നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാൻ. പൊതുവേദിയിൽ കുട്ടിയിരിക്കുന്ന വേദിയിൽ സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ആഫ്റ്റർ എഫക്റ്റ് ഒന്നും പറയാൻ പാടില്ല. പിന്നെ ഉണ്ടാകുന്നതൊക്കെ ഒരു ഇമാജിൻ തോട്ട്സുകളാണ്. ആ രീതി 48 മണിക്കൂർ വരെ നീണ്ടു നിൽക്കും. 48 അവേഴ്സ് ഈ സ്റ്റിമുലേഷൻ നിൽക്കും. 48 മണിക്കൂർ കഴിയുമ്പോൾ ഇവൻ നേരെ ഫോൺ ചെയ്യുന്നവരെ ഉമ്മയെപ്പോയോ നല്ല വിളിക്കണേ. തലേ ദിവസം പോയി കൂട്ടുകാരനെ വിളിക്കടാ, ഒന്ന് വാടാ പ്ലീസ്, എനിക്ക് ഭയങ്കര ടെൻഷൻ വരുന്നുണ്ട്, വേർക്കുണ്ട്, ഭയങ്കര എന്തൊക്കെയോ തോന്നുന്നുണ്ട്, നമുക്ക് ഇന്നലെ പോയ സ്ഥലത്ത് പോകാം, വാ, എന്ത് രസമായിരുന്നു, നല്ല വൈബാ, നീ വാടാ പ്ലീസ്, നമുക്ക് പോവാ. പിറ്റേ ദിവസം അവിടെ പോകും, കഴിഞ്ഞു. അപ്പൊ എന്താ, ഒരു തവണ ഉപയോഗിച്ച എന്താ നമ്മുടെ മകനും മകളും എന്താ വിളിച്ചു പറഞ്ഞത്? ഇന്നലെ എനിക്ക് തന്ന ജ്യൂസ് തരാനല്ല പറഞ്ഞേ, ഇന്നലെ നീ എനിക്ക് തന്ന ലഹരി തരാനല്ല പറഞ്ഞേ. ലഹരി കൊടുത്ത ഓർമ്മയില്ലല്ലോ, വെള്ളമല്ലേ കുടിച്ചത്, അവൻ അറിയില്ലല്ലോ ലഹരിയാണ്. ഇന്നലെ പോയ സ്ഥലത്ത് പോകില്ലേ, നല്ല രസമാണ്, അവിടുത്തെ വൈബ് ഭയങ്കര രസമാണ്, അവിടെ ഫുഡ് നല്ല ടേസ്റ്റ്, അവിടെ ലൈറ്റിംഗ് അറേഞ്ച് രസമാണ്, അവിടെ മ്യൂസിക് ഭയങ്കര രസമാണ്, പ്ലീസ് പോകാം. ഇങ്ങനെ ചതിയിലൂടെ പെട്ട ആയിരക്കണക്കിന് പെൺകുട്ടികളുണ്ട് നമ്മുടെ സാക്ഷര കേരളത്തിൽ. അതുകൊണ്ട് നമുക്ക് പറയാം സിഗരറ്റ് ഉപയോഗിക്കുന്ന പെൺകുട്ടികൾ കുറവാണല്ലോ. എന്തുകൊണ്ടാണ് ഈ പറയുന്ന 10,000 എടുത്ത് പെൺകുട്ടികൾ ഈ MDMAക്ക് അഡിക്റ്റഡ് ആയിട്ടുണ്ട്? 10,000 എടുത്ത്, എത്ര ഭയാനകമാണ്. ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്, യങ്സ്റ്റേഴ്സ്. കാര്യം എന്താ, ശ്രദ്ധിച്ചു കേട്ടോണം, നമ്മുടെ നാട്ടിൽ ആരെങ്കിലും MDMA ഉപയോഗിക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഒറ്റപ്പെടുത്തരുത്, തന്നെ ഒറ്റപ്പെടുത്തരുത്, ആജ്ഞ അപേക്ഷയാണ്. പക്ഷെ ആ MDMA ഉപയോഗിക്കുന്ന ഒരു കുട്ടി ഓർക്കണം, ആ കുട്ടി തീർച്ചയായിട്ടും അവൻ കച്ചവടക്കാരനാവും, സെല്ലറാവും. കാരണം MDMA വാങ്ങണമെങ്കിൽ 2,000 to 4,000 റുപ്പീസ് പെർ ഗ്രാമിന് വിലയുണ്ട്. അത് യഥാർത്ഥ സാധനത്തിന്റെ വിലയാണ് ഞാൻ പറഞ്ഞത്. മെത്തലിൻ ഡയോക്സി മെത്താംഫെറ്റമിൻ എന്നറിയപ്പെടുന്ന 29 തന്മാത്രകളടങ്ങിയ ഈ പറയുന്ന MDMA, ക്ലാര, കല്ല്, എക്ടസി, മാൻഡി, മോളി എന്നൊക്കെ പറയുന്ന വിവിധ രാജ്യങ്ങൾ വിവിധ പേരുകൾ അറിയപ്പെടുന്ന ഈ പറയുന്ന ജർമ്മനി 1912 കണ്ടുപിടിച്ച മെർക്ക് എന്ന് പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഡെവലപ്പ് ചെയ്ത് മെർക്ക് ആൻഡ് കൊളീഷ് എന്നറിയപ്പെടുന്ന സയൻസ് ഡെവലപ്പ് ചെയ്ത ഒരു നല്ല ജീവൻ രക്ഷോ ഉപാധിയായ ഒരു മെഡിസിൻ ആയിരുന്നു ഈ പറയുന്ന MDMA, മെത്തലിൻ ഡയോക്സി മെത്താംഫെറ്റമിൻ. ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പേഷ്യന്റിന്റെ ശരീരത്തിന്റെ രക്തത്തിന്റെ ഒഴുക്കിനെ പ്രിവെന്റ് ചെയ്യാൻ, നിർത്താൻ വേണ്ടി, വേദന ഇല്ലാതാക്കാൻ വേണ്ടി വൈദ്യശാസ്ത്ര രംഗത്തെ ഒരു ഏറ്റവും നല്ല കണ്ടുപിടുത്തമായിരുന്നു 1912 ജർമ്മനി കണ്ടുപിടിച്ചത്. അത് 1960 എത്തിയപ്പോൾ ചെക്കോസ്ലോവാക്യ, ഹംഗറി, സ്വീഡൻ, ഡെൻമാർക്ക് പോലുള്ള വികസിത രാജ്യങ്ങൾ ഇതിനെ കെമിക്കലി സിന്തസിസ് ചെയ്തു. 3,4 മീഥൈൽ എന്ന് പറയുന്ന അതിന്റെ കോമ്പറ്റീഷൻ ആണ്. അതിന്റെ ഈ പറയുന്ന കെമിക്കലിനെ ഒന്ന് ചേഞ്ച് ആക്കി 26 നിന്ന് 28, 40, 45 അതിന്റെ തന്മാത്രകളെ വികസിപ്പിച്ച് പേര് രൂപങ്ങളൊക്കെ മാറ്റി ഇന്ന് നമ്മുടെ നാട്ടിലെ പല മെട്രോപൊളിറ്റൻ നഗരങ്ങളിലും ഈ സാധനം ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ അതിന്റെ നിർമ്മാണത്തിലേക്ക് വരെ കടന്നുപോയിട്ടുണ്ട്. ഒരിക്കലും ജാമ്യം കിട്ടില്ല എന്നുള്ള വലിയ സങ്കടകരം. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് മരണം സംഭവിക്കും, 5 years. ഇന്റേണൽ ഓർഗൻസിനകത്ത് ക്ഷതം വരും, നീര് വരും. ശരിയായ ഏറ്റവും പീക്ക് ടൈം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോണേ. ഇത് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാം. എന്തുകൊണ്ടാണ് ഇപ്പൊ സംഭവിച്ച അമ്മയെ കൊന്നത്, 6ാമത്തെ ആളെ കൊന്നു, ഈ പറയുന്ന താമരശ്ശേരി കൊന്നു, കോഴിക്കോട്, കായംകുളത്ത്, കൂത്താട്ടുകുളം, തൃശ്ശൂർ, ചങ്ങനാശ്ശേരി, ഇടുക്കി, രാമക്കമേട്, ഈ പറയുന്ന വഴിക്കടവ്, ഇങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിലുള്ള ഈ ദുരന്തങ്ങളെല്ലാം സംഭവിച്ച കാരണം എന്താ? ഈ പറയുന്ന MDMAയുടെ ആഫ്റ്റർ എഫക്ട് അതിന്റെ ബിഗിനിങ് ടു എൻഡ് വരെയാണ്. ബിഗിനിങ് ടു എൻഡ് വിത്തിൻ 5 years. അതിന്റെ 5 yearsന്റെ യൂസ് ചെയ്യുന്ന ആളുകളുടെ സ്വഭാവങ്ങളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വഭാവം എന്താ? 5 വർഷം കൊണ്ട് ഏകദേശം ചിത്തഭ്രമം എന്ന ഒരു പ്രോസസ്സിംഗിലേക്ക് വരും. വാട്ട് ഇസ് മീനിങ് ഓഫ് ചിത്തഭ്രമം? അതായത് സ്വന്തം ശരീരത്തോട് ഇഷ്ടം നശിക്കും, സ്ഥലകാല ബോധം നഷ്ടപ്പെടും, ദാമ്പത്യ ജീവിതം തകർന്നു പോകും, ദാമ്പത്യ ജീവിതം പൂർണ്ണമായിട്ടും പരാജയപ്പെടും, രാത്രി പകലാക്കും, പകല് രാത്രിയാക്കും, സോഷ്യൽ കമ്മിറ്റ്മെന്റ് വിശ്വാസം നഷ്ടപ്പെടും, ഉറക്കങ്ങളെല്ലാം പോവും. ഏറ്റവും അടുത്ത് നിൽക്കുന്ന മാതാപിതാക്കളോട് കൂടുതൽ അക്രമ സ്വഭാവം കാണിക്കാൻ വ്യഗ്രതകൾ ഉണ്ടാവും. നിങ്ങൾ കാരണമാണ് ഞാൻ ഇങ്ങനെ, നിങ്ങളാണ് എന്നെ നിലയിൽ എത്തിച്ചത്, ഞാൻ ഭരിക്കാതെ ഇങ്ങനെ ആയിട്ടുണ്ട്, നിങ്ങൾ എന്നെ പഠിപ്പിക്കാത്തതുകൊണ്ടാണ്, നിങ്ങൾ എനിക്ക് ചെയ്തു തരാത്തതുകൊണ്ടാണ്, നിങ്ങൾ എന്നെ ഇങ്ങനെ ആക്കിയത്, നീ 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 ഈ വാക്കിലേക്ക് മാതാപിതാക്കൾ എത്തും. കടുത്ത വാക്കുകൾ ഉപയോഗിക്കും, തെറിവാക്കുകൾ വല്ലാതെ ഇവർ ഉപയോഗിക്കും. പെട്ടെന്ന് ഇവരുടെ സ്വഭാവം വ്യതിചലിക്കും. അങ്ങനെ എവിടെയെങ്കിലും അയൽവക്കത്തെ സ്വന്തത്തിലൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നിമിഷ നേരം ഇവർ കൈ കിട്ടുന്ന ആയുധങ്ങൾ എടുത്തിട്ട് ഇവർ കീഴ്പ്പെടുത്തും, കൊലപ്പെടുത്തും. തടുക്കാൻ ചെല്ലുന്നവരെയും ഇവർ ഇല്ലാതാക്കും. കാരണം
ഒരു ടോമോ മോഡിലേക്ക് അവരുടെ മൈൻഡ് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യും. ഇത്തരം ആളുകൾ ഈ 2025 കൂടി 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 വരികയാണ്. ഈ വാർത്തകളെല്ലാം നമ്മൾ ഇനി കുറെ കേൾക്കാനുണ്ട്. അപ്പൊ അത് പറയേണ്ടത് ലോകം മൊത്തം മാറിപ്പോയിട്ടുണ്ട്. നമ്മൾ നല്ലൊരു ഉത്തരവാദിത്തം നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടെന്ന് അറിഞ്ഞാൽ അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നിങ്ങളെല്ലാം മുന്നിട്ടിറങ്ങണം. അവനകത്ത് മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഒന്നും നമ്മൾ നോക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ആക്ട് ചെയ്തില്ലെങ്കിൽ അവനിൽ നിന്ന് 5 പേരിലേക്ക് സ്പ്രെഡ് ചെയ്യും. കാരണം അവൻ നല്ലൊരു വിൽപ്പനക്കാരനാവും. പല മാതാപിതാക്കളും പറയുന്ന കാര്യമുണ്ട്, സാറേ അവനൊന്ന് മരിച്ചാൽ മതി സാറേ, സത്യം എന്റെ കുട്ടി മരിച്ചാൽ മതി, ഞാൻ ആകെ പ്രാർത്ഥിക്കുന്ന സുബൈ നിസ്കാരം കരഞ്ഞു പ്രാർത്ഥിക്കണം, എന്റെ മോനൊന്ന് വണ്ടി തട്ടി മരിക്കണേ, വേദമില്ലാതെ മരിക്കണത് സാറേ, 12 കേസായി ഓന്റെ പേരിൽ 12 കേസ്. ഓൻ ആദ്യ ദിവസം സാറേ ഓന്റെ പോക്കിൽ നിന്ന് ആൻസ് എടുത്തപ്പോ അവന്റെ ഭാര്യ നിലത്ത് വീണതാണ്, ആശുപത്രി കൊണ്ടുപോയതാണ് സാറേ, ഞാൻ ട്രിപ്പ് ഇട്ടതാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് എന്റെ വൈഫിന് ബോധം വന്നത്. ഓന്റെ ഉമ്മക്ക് ആൻസ് കണ്ടിട്ട് സാറേ, ഓനിപ്പോ കച്ചവടക്കാരൻ എത്ര കുട്ടികൾക്ക് ഓരോ കൊടുക്കുന്നുണ്ട്. എന്റെ ഭാര്യ ബോധം കിട്ടിയത് 2 ദിവസമാണെങ്കിൽ, ആൻസ് കണ്ടിട്ട് ബോധം കിട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ MDMA എന്റെ മോൻ കച്ചവടാക്കണം സാറേ, അല്ലേ? എത്ര കുട്ടികൾ തകരുന്നുണ്ട്. കൊല്ലാൻ എനിക്ക് പറ്റൂല സാറിന്റെ കൈക്ക് വിലല്ല, കൊല്ലാൻ എനിക്ക് പേടിയാണ്. ഓനെ തല്ലിയിട്ടാണ് സാർ അവിടെ കണ്ടി മുറിയൊക്കെ എന്റെ മോനെ തല്ലിയതാണ്. വീട് മൊത്തം അടിച്ചു പൊളിച്ചിട്ടുണ്ട്, വീട് മൊത്തം. എങ്ങനെങ്കിലും ഒന്ന് മരിച്ചാൽ മതി, പ്രാർത്ഥിക്കണം സാർ. ഓ മരിക്കണില്ല. എത്രയോ നല്ല കുട്ടികൾ നാട്ടിൽ മരിക്കണോ എന്ന് മരിക്കാത്ത. ആ ഉമ്മയും പറഞ്ഞപ്പോ മരിച്ചു പോകണം അമ്മ പ്രാർത്ഥിക്കണേ. ഉമ്മ പറയാണ് പടച്ചോനില്ലെന്ന് അമ്മ പറയണം, പടച്ചോനില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രാർത്ഥന കേൾക്കണ്ടേ? ഞാനല്ലേ ജന്മം കൊടുത്തത്, എന്തോ മരിക്കാത്തത്. എത്ര കുട്ടികൾ അവനെ കൊണ്ട് നശിക്കുന്നുണ്ട്. ഒരമ്മ മകൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കാലം അല്ലേ നമ്മൾ കാണുക, പ്രിയപ്പെട്ടവര്. അപ്പൊ അതുകൊണ്ട് മക്കളെ ഒക്കെ വളർത്തുക, അവർക്ക് വേണ്ടി ഉരുകരുത്, അവർക്ക് വേണ്ടി ജീവിക്കരുത്, അല്ലേ? മക്കളെ വളർത്തുക, മക്കൾക്ക് വേണ്ടി ജീവിക്കരുത്, മക്കൾക്ക് വേണ്ടി ഉരുകരുത്, അവരെ വളർത്തുക. ആ വളരലിൽ അവർ നിങ്ങളെങ്ങനെ കാണും? എന്താ കാണുന്നത്? നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് കാണും, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കുന്നത് കാണും, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഉരുകുന്നത് കാണും. അത് കണ്ട് നിങ്ങളുടെ മക്കൾ ഇങ്ങനെ വളരും, നിങ്ങളുടെ വാർദ്ധക്യം സമ്പുഷ്ടമാകും. നിങ്ങളുടെ വാർദ്ധക്യത്തിൽ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന റോൾ മോഡലിംഗ് എന്താണ്? നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചതാണ് നിങ്ങളുടെ സമ്പത്ത്. പക്ഷെ അതൊന്നില്ല, നിങ്ങൾ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കണേ. നിങ്ങൾ മക്കൾക്ക് വേണ്ടി ഉരുകുന്നത്. ശിഷ്ടജീവിതം എന്താ? നിങ്ങളുടെ വാർദ്ധക്യം. മക്കളൊക്കെ വിദേശത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ ശവസംസ്കാര ചടങ്ങിൽ പോലും പങ്കെടുക്കാൻ മക്കൾക്ക് പറ്റൂല. ഇന്ന് പല മകനും കണ്ടില്ലേ, സ്ഥലം ഞാൻ പറയില്ല, വെർച്വലായിട്ടാണ് കാണുന്നത് ശവസംസ്കാര ചടങ്ങ്. വെർച്വൽ കാണാം. ഒരു മകൻ, ഏക മകൻ, അച്ഛന്റെ ശവസംസ്കാരം ഇങ്ങനെ മൊബൈലിൽ കാണാം, അമേരിക്ക ഇരുന്നുകൊണ്ട്. കാലം എത്ര മാറി അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ നിങ്ങൾ സംഘടിപ്പിച്ച പരിപാടി ചെറിയൊരു പരിപാടിയല്ല, ഇതൊരു വലിയ മഹാസമ്മേളനമാണ്. തീർച്ചയായിട്ടും ഈ മഹാസമ്മേളനത്തെ എന്നും ഞാൻ ഹൃദയത്തോടൊന്ന് ഓർത്തു വെക്കുകയാണ്. കാരണം എന്നും നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഞാനും സെയ്തൊക്കെ ഡവട്ടേന്ന് കൂടെ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ ദിവസം മനോഹരമായ ഒരു ദിവസമാണെന്ന് നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ ഖാദർ അവർ രാവിലെ വന്ന് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഒരുപാട് നേരം ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ പ്രവാസ ലോകത്തെയും ഈ നാടിന്റെയും പോലീസ് സ്റ്റേഷനിലെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒരുപാട് ബന്ധമുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. വലിയ സന്തോഷത്തോട് ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. കൂടെ ഒരാളുണ്ട് നമ്മളെ കൂടെ, ആരായിരുന്നു? റൈസ് അല്ലേ? റൈസും ഉണ്ടായിരുന്നു. റൈസ് പോയോ? ആ, റൈസും കൂടെ ഉണ്ടായിരുന്നു. അപ്പം പ്രിയപ്പെട്ടവരെ, ഞാൻ വാക്കുകളൊന്നും നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമ്മളെല്ലാം നല്ല ട്രെയിനിങ് കിട്ടിയ നല്ല ഒരു പ്രത്യേക തത്വശാസ്ത്രം വിശ്വസിക്കുന്ന ഒരു ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ ഒക്കെ കരുത്തരായ സാരഥികളാണ് നിങ്ങൾ. നമുക്കൊക്കെ മാനവീയ മനുഷ്യത്വം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയുന്നവരാണ്, വിശ്വാസം എന്ന് അറിയുന്നവരാണ്. പരിശുദ്ധമായ ഒരു നോമ്പ് റമദാൻ മാസം അടുത്ത് വരികയാണ്. മനസ്സും ശരീരവും ഒക്കെ നിങ്ങൾക്ക് ഒരുക്കാൻ സാധിക്കട്ടെ എന്ന് കൂടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊക്കെ കണ്ടും കേട്ടതൊക്കെ ഏറ്റവും പവിത്രമായ ഒരുപാട് സംരാധിതരായ നേതാക്കളുടെ സമൃദ്ധമായ അല്ലെ അവരുടെയൊക്കെ പാഠവങ്ങളും നേതൃത്വ മികവുകളൊക്കെ കണ്ടിട്ടാണ് നമ്മളൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പാണക്കാട് കൊടപ്പനക്കുന്നതിൽ ശിഹാബ് തങ്ങൾ അവർകൾ, അദ്ദേഹത്തിനൊക്കെ എത്രയോ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹം മുനവി തങ്ങളുമായിട്ട് ഞാൻ അഭിവാജ്യം എന്നുള്ള വ്യക്തിയാണ്. ഞാൻ എന്നും ദുബായി പോയപ്പോഴൊക്കെ അദ്ദേഹം തൊട്ട് ഷാർജയിൽ ഉണ്ടായിരുന്നു, ഞാൻ വിളിച്ചിരുന്നു അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. അപ്പൊ പ്രിയപ്പെട്ട തങ്ങള് അവിടെ ഞാൻ ജോലി ചെയ്യുന്ന പെരുന്തമണ്ണ പോലീസ് സ്റ്റേഷനിലെടുത്ത തളി ക്ഷേത്രം, ആ ക്ഷേത്രത്തിന്റെ വാതിലുകള് ഓരോ സാമൂഹിക രോഗികൾ കത്തിച്ചു, അന്ന് വിശ്വാസികളല്ല കത്തിച്ചു. പക്ഷെ അന്ന് തങ്ങളവിടെ വന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ലോകത്തിനോട് സംസാരിച്ച തങ്ങൾ പറഞ്ഞത് അല്ലെ, പാണക്കാട്ടെ കുടുംബത്തിനകത്തുനിന്നൊരു ഒരു മനുഷ്യൻ ഒരു പ്രകാശം പോലെ വന്നിട്ട് തളി ക്ഷേത്രത്തിന്റെ വാതിലുകളെ സ്പർശിച്ചുകൊണ്ട് ആ മനുഷ്യൻ ജനങ്ങളുടെ മുഖത്തേക്ക് നോക്കിയ മനുഷ്യൻ പറഞ്ഞു, 1000 മസ്ജിദുകൾ പള്ളികൾ തകർന്നാലും ഒരു ക്ഷേത്രത്തിന്റെ ഓടുകൾ പോലും ഇളകരുത്. എന്റെ ആജ്ഞയല്ല, അപേക്ഷയാണ് അല്ലെ. അത് മൊത്തം ഈ സമൂഹം മൊത്തം അത് ശിരസാൽ സ്വീകരിച്ചതാണ്. എത്ര മനോഹരമാണ്. ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ആ സൗധം തകർന്നു വീണപ്പോൾ എത്രയോ ജനഹൃദയങ്ങളിലേക്ക് ഒരു വിങ്ങലുണ്ടായി. പക്ഷെ
പക്ഷെ നിമിഷ നേരങ്ങൾ കൊണ്ട് ഈ മണ്ണ് ശാന്തമായി, അല്ലേ? അക്രമങ്ങളിലേക്ക് പോയ മണ്ണ് നിമിഷ നേരങ്ങൾ കൊണ്ട് ശാന്തമായി. സമരങ്ങളിലേക്ക് നിന്ന് സമരാധരായ സമാധാനത്തിന്റെ ദൂതന്മാരായ മനുഷ്യരുടെ നല്ല വാക്കുകൾ ജനം ഏറ്റെടുത്തു. കാലം അങ്ങനെയാണ്. പല നല്ല മനുഷ്യരുടെയും ഒക്കെ ചില ചിന്തകൾ, അവിടെ ചില വാക്കുകൾ ജനം ഏറ്റെടുക്കും, ഹൃദയാന്തരങ്ങൾ ഏറ്റെടുക്കും. അതിനൊക്കെ വലിയ സൂചനയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം അത്തരം തലമുറയിൽപ്പെട്ടവരാണ്. ജീവിതത്തിൽ നല്ല നല്ല നിമിഷങ്ങളിലേക്കൊക്കെ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കട്ടെ. ഈ മഹത്തരമായ ലഹരി വിരുദ്ധ ക്യാമ്പും കുടുംബസംഗമവും ഏറെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംവാദിച്ചത്. എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ആരെ നിങ്ങൾ വേദനപ്പെടുത്തിയാലും മാതാപിതാക്കളെ ഒരിക്കലും നിങ്ങൾ വേദനപ്പെടുത്തരുത്. ഫിലിപ്പമ്പാട് എന്ന് പറയുന്ന ഞാൻ ഇന്ന് എവിടെയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, എത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ അമ്മയും അച്ഛനെയും ജീവനതുല്യം ഹൃദയത്തിൽ സ്വീകരിച്ചതിൽ ഏറ്റവും വലിയ ഒരു മികവാണ് എൻ്റെ ജീവിതം ഇന്ന് സമ്പുഷ്ടമാക്കിയത്. ഒരുപക്ഷെ എനിക്ക് ജോലി കിട്ടാൻ തന്നെ കാരണം ഞാൻ PSC പരീക്ഷ എഴുതാൻ വരുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ നെഞ്ചത്ത് വെച്ചാൽ പ്രാർത്ഥിച്ച് ഇത്രയേ ഉള്ളൂ, എനിക്ക് മൊത്തം എഴുതാൻ കഴിയണം. 540 എഴുതി 2 ലക്ഷത്തിൽ ചെല്ലാൻ ഒരു പരീക്ഷ എഴുതുന്നുണ്ട്. കാരണം കുരുത്തംകെട്ട എൻ്റെ പേരൊന്നത്ത് വരുന്ന വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ ആ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഞാൻ ചിന്തിച്ചതും പ്രാർത്ഥിച്ചു ഇങ്ങനെയാണ്: ഈ പരീക്ഷ എനിക്ക് എഴുതി എനിക്ക് റാങ്ക് പേര് വന്ന് ജോലി കിട്ടിയ എൻ്റെ അമ്മയ്ക്ക് ഞാൻ കുഞ്ഞ് സ്വർണ്ണക്കമ്മലുമാണ്. എൻ്റെ അമ്മയുടെ കാതില് സ്വർണ്ണക്കമ്മലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചത്രേ ഉള്ളൂ, എൻ്റെ അമ്മയ്ക്ക് ഞാൻ കുഞ്ഞ് സ്വർണ്ണക്കമ്മലുമാണ്. ആ പരീക്ഷ ഒക്കെ കഴിഞ്ഞു. ഞാൻ കോയമ്പത്തൂർ പോയി. 6 മാസം കഴിഞ്ഞപ്പോൾ പെങ്ങളെ വിളിച്ചു. റാങ്ക് ലിസ്റ്റ് പേരുണ്ടെന്ന് പറഞ്ഞു. നാട്ടിലേക്ക് ഒന്ന് ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തിറങ്ങി. ഞാൻ ഒരുക്കി വിട്ടു വെച്ച എൻ്റെ ആദ്യത്തെ 2 മാസം സ്റ്റൈഫൻഡ് എൻ്റെ അമ്മയ്ക്ക് വാങ്ങിയ സ്വർണ്ണക്കമ്മലാണ്. 74ാമത്തെ വയസ്സിലും അമ്മയുടെ കാതിൽ ആ സ്വർണ്ണക്കമ്മലുണ്ട്. വലിയ ബട്ടറൊക്കെ ഇട്ട് അമ്മ പുറകിട്ടേക്ക്. എൻ്റെ പെങ്ങള് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ അവിടെ SI ആണ് എൻ്റെ പെങ്ങള് ജാൻസി. 2 മക്കളാണ്, ഞാനും എൻ്റെ പെങ്ങളും സഹോദരി. എൻ്റെ പെങ്ങൾ ഇടയ്ക്ക് വന്നിട്ട് പറയും, അമ്മ ഊരട്ടെ എന്നൊക്കെ പറയും. അപ്പൊ അമ്മ പെട്ടെന്ന് കയറി പിടിക്കും അതിൽ. അങ്ങനെ നീ ഊരണ്ടാന്നൊക്കെ പറയും. മാറ്റമ്മ, അത് ചെറിയതല്ലേ, അവൻ ചെറിയ സാധനമല്ലേ വാങ്ങി തന്നത്, മാറ്റിയേക്കാം, എന്തിനപ്പോ അതിന്റെ ആവശ്യം, ഇതൊക്കെ പഴയ സാധനമല്ലേ, ആ പ്ലാസ്റ്റിക്കിന്റെ ബട്ടറൊക്കെ കാണുന്നുണ്ട് പറയും. അവിടെ എന്തോട്ടെ എന്നൊക്കെ പറയും അമ്മ. അത് പറഞ്ഞാൽ മാത്രം എൻ്റെ അമ്മ ദേഷ്യപ്പെടുന്ന ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ അമ്മയുടെ കാതില് ഞാൻ കമ്മല് കണ്ടിട്ടില്ല, ഈർക്കിലിയെ കണ്ടിട്ടുള്ളൂ. എൻ്റെ അമ്മയുടെ ബാല്യത്തിൽ പൈസ കൊടുക്കാൻ തുടങ്ങിയത്. അതും ഞാൻ യൂസഫ് അലി സാറിന്റെ ഒരു സ്ഥാപനത്തിലേക്കുള്ള ഒരു അപേക്ഷ, ഒരു ബയോഡാറ്റ കണ്ടതിന് ശേഷമാണ് എനിക്ക് അങ്ങനത്തെ ചിന്ത വരാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ അപേക്ഷയിൽ ഒരു ചോദ്യമുണ്ട്: നിങ്ങളുടെ അമ്മ നാട്ടിൽ ഒറ്റയ്ക്കാണ്, നിങ്ങളുടെ അസാന്നിധ്യത്തിൽ ആരാണ് ഉമ്മയെ സംരക്ഷിക്കുന്നത്? ഞാൻ തരുന്ന ശമ്പളത്തിൽ നിങ്ങൾ എത്ര ശതമാനം തുക നിങ്ങൾ ഉമ്മയ്ക്ക് നാട്ടിലേക്ക് അയച്ചു കൊടുക്കും? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ചാണക്യ സുഹൃത്തുക്കളെല്ലാം പറയുന്നുണ്ട്, മാതാപിതാക്കൾക്ക് നമ്മുടെ സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം അവർക്ക് അവകാശപ്പെട്ടതാണ്. എത്ര മക്കൾ അത് പാലിക്കുന്നുണ്ട്? നമുക്ക് കിട്ടുന്ന ദശാംശം അതിന്റെ ചൂടാറുന്നതിന് മുമ്പ് നമ്മുടെ അമ്മയുടെയും അച്ഛന്റെയും ഉപ്പയുടെയും കയ്യിലെത്തണം. എത്ര പേര് നമ്മൾ കൊടുക്കുന്നുണ്ട്? 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന വ്യക്തിയായിരുന്നു ഞാൻ കഴിഞ്ഞ 3-4 മാസം മുമ്പ് വരെ. സബ് ഇൻസ്പെക്ടർ എന്ന റാങ്കിൽ പെരുന്തമണ്ണ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ നിങ്ങളെപ്പോലെ സ്വതന്ത്ര പദവിയിലാണ്. സർക്കാരിന് രാജിക്കത്ത് എഴുതി കൊടുത്തുകൊണ്ട് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന മനോഹരമായ പദവി രാജിവെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി. 7 വർഷവും 2 മാസം കൊണ്ടുണ്ട് എനിക്കിന് സർവീസ്. പെരുന്തമണ്ണ പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും മനസ്സുകൊണ്ടും ശരീരം കൊണ്ട് ഞാൻ പോലീസ് സബ് ഇൻസ്പെക്ടറാണ്. പലരും വിളിക്കും, സുഹൃത്തുക്കളൊക്കെ വിളിക്കും. ഒഴിവിട്ടുമ്പോഴൊക്കെ സ്റ്റേഷനിൽ പോകും. ഇപ്പോഴും അവിടെ പടക്കം പൊട്ടിയാലും അടിയുണ്ടായാലും വീട്ടിൽ എന്തെങ്കിലും ഉണ്ടായാലും ഒക്കെ സാറേ എന്നോ സങ്കടം നെഞ്ചു പൊട്ടി വിളിക്കുന്ന ഒരുപാട് അമ്മമാരും കൂട്ടുകാരും എന്റെ സ്റ്റേഷൻ പരിസരത്തുണ്ട്. അവരെ അതേ ഇതിലൂടെ ഞാൻ സ്റ്റേഷനിലേക്ക് വിളിക്കും, പരിഗണിക്കണമെന്ന് പറയും. പരിഗണിക്കാറുമുണ്ട് എന്റെ സഹപ്രവർത്തകർ. അപ്പോ ലോകത്തിൽ ഏറ്റവും പട്ടിണി അനുഭവിച്ചൊരു അമ്മയാ എന്റെ അമ്മ. വേദനകളും പീഡനങ്ങളൊക്കെ അനുഭവിച്ച അമ്മയുടെ മകനാണ് ഞാൻ. അച്ഛൻ മരിച്ചു പോയതിനു ശേഷം അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ അമ്മയ്ക്ക് നിങ്ങളെപ്പോലല്ല, അമ്മയ്ക്ക് ഒരു ഭാഗം കൊഴിഞ്ഞു പോയതാണ്, നടക്കാൻ ബുദ്ധിമുട്ടാണ്, പരസഹായം വേണം, ഷോക്ക് വന്നതാണ് എന്ന് പറഞ്ഞ് അമ്മ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്നവളല്ല. അമ്മ കാണാത്ത സ്ഥലങ്ങളില്ല, അമ്മ കാണാത്ത ബന്ധുമിത്രാദികളില്ല, അമ്മ കയറാത്ത ഹോട്ടലുകളൊന്നുമില്ല. മലപ്പുറം ജില്ല എല്ലാ ഹോട്ടലും അമ്മ കയറിയിട്ടുണ്ട്. എന്റെ കാറിന്റെ ഫ്രണ്ട് സീറ്റിന് അമ്മയ്ക്കുള്ള സീറ്റാണ്, ഫ്രണ്ട് സീറ്റ്. ഞാൻ എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോൾ ഒരു 5000 റുപ്യ അമ്മയ്ക്ക് കൊടുക്കും. അത് 1-ാം തീയതി ശമ്പളം കയറുമ്പോൾ ATM-നകത്ത് മെസ്സേജ് വരും. ഞാൻ നേരെ വണ്ടി എവിടെ നിർത്തും, ATM പൈസ എടുക്കുന്നവരെ വീട്ടിൽ ചെല്ലും. 1-ാം തീയതി ഒക്കെ ആണെങ്കിൽ രാവിലെ പോകാൻ നേരത്തെ ഗുളി എഴുന്നേക്കാൻ നേരത്തെ തന്നെ അമ്മയ്ക്ക് കൊടുക്കും. അമ്മ ഈ പൈസ ഇട്ട് നേരെ മുറിക്കകത്ത് പോയി ലൈറ്റ് ഇട്ട് ഫാൻ ഓഫ് ആക്കിയിട്ട് അമ്മ കട്ടിൽ ഇരുന്നിട്ട് ഈ പൈസ ഇടും. അപ്പൊ ഈ ചുളിഞ്ഞ നോട്ടാണ് അമ്മ നോർക്കും, തലതിരിഞ്ഞേക്കാൻ എല്ലാം ഒരേപോലെ വെക്കും. 500 നോട്ടുകൾ ഇങ്ങനെ. അമ്മ ഭയങ്കര രസമാണ്. ഞാൻ ഇടയ്ക്കൊക്കെ എണ്ണ ഇങ്ങനെ കാണും.
അമ്മയുടെ ഞാൻ കൊടുത്ത ഔദാര്യാണെന്നാ. ഒരു വിഷ വാങ്ങുന്നില്ല അമ്മ പൈസ വാങ്ങാം. ഞാൻ പറ അമ്മ ഈ കൈ കൊണ്ട് ഇതുകൊണ്ട് വാങ്ങുന്ന പറയാം. അപ്പൊ അമ്മ ഈ കൈ പൊങ്ങൂല. അപ്പൊ അമ്മ ഈ കൈ കൊണ്ട് വിറച്ചിട്ട് ഇങ്ങനെ വാങ്ങും ഇങ്ങനെ. അപ്പൊ എന്റെ മുഖത്ത് ദയനീയമായിട്ട് നോട്ടുണ്ട് അമ്മയുടെ. അമ്മയുടെ പേര് ഞാൻ ദാനം കൊടുക്കുന്നത്. എന്റെ അമ്മയുടെ ഔദാര്യമല്ല, എന്റെ ഔദാര്യമല്ല, എന്റെ അമ്മയുടെ അവകാശമാണ്. നമ്മുടെ ഉമ്മമാരുടെ അവകാശമാണ്. അമ്മ അകത്ത് പോയിട്ട് പൈസ എങ്ങനെ ഉണ്ണും. ഞാൻ ചില മാസം കൃത്യം 5000 എല്ലാ മാസം കൊടുക്കുക. പിന്നെ ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നി അമ്മ ഇത്ര കൃത്യതയുള്ള ആളല്ലേ, അപ്പൊ ഈ കൈക്ക് വേറെയിലൊക്കെ ഉണ്ടല്ലോ, ഇതിങ്ങനെ എണ്ണുന്നിടയിൽ കൃത്യം ഉണ്ടെന്ന് അറിയണമല്ലോ വെച്ചിട്ട് ഒരു 500 പേര് വെച്ച് കൊടുക്കും. അത് വെച്ച ആ ദിവസം പോയി 2 മണിക്കൂറൊക്കെ വേണം എണ്ണി തീരണമെങ്കിൽ. എന്നിട്ട് ഞാൻ അങ്ങനെ പറയും പോവാൻ നേരത്തെ അമ്മ പോട്ടോ പറയും. മക്കളെ നിക്ക് മക്കളെ, ശോധ 500 രൂപ കൂടുതലുണ്ട്. എന്റെ കുഞ്ഞിന്റെ കാര്യത്തോ 500 കൂടുതലുണ്ട് മക്കളെ, ഇങ്ങനെ കൊടുക്കുന്ന കുഞ്ഞ് നോക്കി കണ്ട് കൊടുക്കണം കേട്ടോ, കുഞ്ഞ് ശ്രദ്ധയല്ല എന്റെ കുഞ്ഞിനെന്ന് പറയും. അയ്യോ ആണോ അമ്മ എന്നൊക്കെ പറഞ്ഞ് വാങ്ങി ആ പോക്കറ്റ് വെച്ച് കെട്ടിപ്പിടിച്ച് കൊടുക്കും അമ്മയ്ക്ക്. ചില മാസം ഞാന് 5000 രൂപ കൊടുക്കും. അമ്മ പറയും അമ്മ മക്കളെ 5000 രൂപ കറക്റ്റാണ്. ചില മാസം ഞാൻ 4500 രൂപ കൊടുക്കുള്ളൂ. ഇന്ന് വരെ അമ്മ പറഞ്ഞിട്ടില്ല 500 രൂപ കുറവുണ്ട് മക്കളെ. അതാണ് അമ്മ. അങ്ങനെയുള്ള അമ്മമാരെ ഒന്നും നിങ്ങൾ സങ്കടപ്പെടുത്തരുത്, എന്റെ അപേക്ഷയാണ്. അതാണ് ഉമ്മമാര്. ഒരുപക്ഷെ എന്റെ അമ്മ അനുഭവിച്ച വേദനയും പട്ടിണിയൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അമ്മയ്ക്ക് പറയാനുള്ള. പിന്നെ ഉപ്പമാര്, മക്കളൊക്കെ ശ്രദ്ധിക്കണം, വാക്കുകൾ നിർത്തുകയാണ്. ഈ ഉപ്പമാരെന്ന് പറഞ്ഞാല് ഉപ്പമാരൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 10-ൽ 3 ഉപ്പമാര് മരിക്കുക. കാർഡിയോ അറസ്റ്റ്, സൈലന്റ് അറ്റാക്ക്, ജോലി സ്ഥലത്ത്, വിദേശത്ത്, ഉറക്കത്തിൽ, നടത്തത്തില്, ഇതൊക്കെ മനുഷ്യന്മാരൊക്കെ മുക്കുന്നും വൈകുന്നൊക്കെ ചോര വന്ന് മരിക്കുകയാണ് ഈ മനുഷ്യന്മാർ. നാളെ കാണാമെന്ന് വിചാരിച്ചാൽ പക്ഷേ നമ്മുടെ ഉപ്പമാരെ ഒന്നും കാണണമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ട കേട്ടോ. ഭാര്യമാരോടൊക്കെ പറയാം, പൊറുക്കാൻ പറ്റുന്ന വിഷയമൊക്കെ പുറത്തു കൊടുക്കുക. പിന്നീടേക്ക് മാറ്റി വെച്ചാൽ പക്ഷേ അവരുണ്ടായി എന്ന് വരില്ല. എൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് എൻ്റെ അച്ഛൻ്റെ മരണം. അച്ഛൻ മരിച്ചിട്ട് 3 വർഷമാവുന്നു. ചെർപ്പളശ്ശേരി ക്ലാസ്സിന് പോകാൻ നിൽക്കുന്ന സമയത്താണ് 65 ദിവസം ഞാൻ അച്ഛനെ നോക്കി. മഞ്ചേരി മെഡിക്കൽ കോളേജുണ്ട്. കൊറോണ കഴിഞ്ഞ ശേഷം, കൊറോണയ്ക്ക് ഒപ്പം. അതെല്ലാം അച്ഛന് കൊറോണയൊന്നും വന്നിട്ടൊന്നുമില്ല, അതിജീവിച്ചു. ശേഷം 76-ാമത്തെ വയസ്സിൽ അച്ഛൻ വീണ്ടും ആശുപത്രി 6 ദിവസം ഞാൻ തന്നെ പോയി. പിന്നെയും തിരിച്ച് വീട്ടിൽ വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞു. ഞാനിങ്ങനെ ക്ലാസ് എടുക്കാൻ വേണ്ടി ചെർപ്പളശ്ശേരി ഭാഗത്തേക്ക് പോകുന്നു. രാവിലെ എഴുന്നേറ്റപ്പോ അമ്മ പറഞ്ഞു, മോനെ അപ്പന് ഇവിടെ വേനുണ്ടെന്ന്. അപ്പൊ കിടക്കാണ്. ഞാൻ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചോദിച്ചു, അപ്പൊ ഇവിടെ വേനുണ്ടെന്ന് ചോദിച്ചു. അവിടെ അല്ല മക്കൾ, ഇവിടെയാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഞെക്കി ഇങ്ങനെ. അപ്പൊ അമ്മയോട് പറഞ്ഞു, ഇവിടെ അല്ല അമ്മ പറഞ്ഞു. ഇന്നലെ ഇവിടെയാ മോനെ പറഞ്ഞത്. അപ്പൊ വിളിച്ചു, ഇവിടെയാണെന്ന് പറഞ്ഞു. ഇവിടെയാണെന്ന് ചോദിച്ചു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു, ശരിക്കും വേനയുടെ കൈ വെക്കാൻ പറ്റുന്നുണ്ടോ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. പക്ഷെ പറഞ്ഞു ഇവിടെയാണെന്ന് പറഞ്ഞു. എന്തൊക്കെയായി പറയണേ ചോദിച്ചു. ഇവിടെ ഒന്ന് ഉറപ്പിച്ച് പറ. ലോഡ് ഗുളികയല്ലേ, അത് കഴിച്ചാൽ മതിയാ. ലോഡ് ഗുളികയിലെ കഴിച്ചാൽ മതി, വേണമെങ്കിൽ പറ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഈ ഒരു വാക്ക് കേട്ടോണേ, വേണമെങ്കിൽ പറ കൊണ്ടുപോകാം. അച്ഛനോട് പറഞ്ഞത്. നല്ല ഡ്രസ്സൊക്കെ അയൺ ചെയ്ത്, നല്ല പേനയൊക്കെ പോക്കറ്റിൽ കുത്തി, മനസ്സ് മുഴുവൻ ചെർപ്പളശ്ശേരിയിലെ ക്ലാസ്സും ഒക്കെയായിരുന്നു എൻ്റെ മനസ്സ് മുഴുവൻ. വീണ്ടും ഇറങ്ങാൻ നേരത്തെ ഷൂ ഒക്കെ കെട്ടി വീണ്ടും ചോദിച്ചു, അപ്പാ വേണമെങ്കിൽ പറ കൊണ്ടുപോവാ. വേണ്ട മക്കളെ, ക്ലാസ്സിലേ ചോദിച്ചു. ആ ക്ലാസ്സിലേക്ക് പോയി. വലിയ ക്ലാസ് ആയിരുന്നു ക്ലാസ്. കഴിഞ്ഞ് ക്ലാസ് കയറി ഇപ്പൊ മൊബൈല് സൈലന്റ് ആക്കി വെച്ചു. അന്ന് ഒറ്റയ്ക്കായിരുന്ന ക്ലാസ്സിലൊക്കെ പോകുന്നത്. ഇന്ന് സെയ്ത് കൂടെയുണ്ട്. ഇപ്പൊ എന്റെ മൊബൈൽ സൈലന്റ് ആണ്. സെയ്തിന്റെ മൊബൈൽ ഉള്ളതുകൊണ്ടാണ് സൈലന്റ്. അല്ലെങ്കിൽ എന്റെ മൊബൈൽ ഞാൻ സൈലന്റ് ആക്കാറില്ല. 8 ഡേയ്സിന് മുകളിൽ എപ്പോഴും ഞാൻ വെക്കും. 8 കോളോളം എന്റെ അമ്മ വിളിച്ചു, കാണാൻ പറ്റിയില്ല. ചെർപ്പളശ്ശേരിയിൽ ക്ലാസ് നടക്കുന്നവർ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. അവിടുന്ന് മൊബൈൽ ഓണാക്കാനോ നോക്കാനോ പറ്റിയില്ല. ആൾക്കൂട്ടങ്ങളും സെൽഫികൾക്കിടയിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. അങ്ങനെ വണ്ടി കയറി മഞ്ചേരിലെത്തി. ഏട്ടുമ്പോ കയറി പൈസയൊക്കെ എടുത്ത് വണ്ടിക്കകത്ത് കയറി ഇരുന്നു. അപ്പൊ എന്റെ അയൽവാസി രതീഷ് എന്ന് പറഞ്ഞ ആൾ വിളിച്ചിട്ട് പറഞ്ഞു, എവിടെ എത്തിയും ചോദിച്ചു. വന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു. പെട്ടെന്ന് വരും, അച്ഛന് ചെറിയൊരു പ്രശ്നമുണ്ട്. കുഴപ്പമൊന്നുമില്ല, അടുത്ത കോള് വരുന്നുണ്ട്. അടുത്ത അനിയമുഞ്ഞ എന്റെ സുഹൃത്താണ്. വിളിച്ചിട്ട് പറഞ്ഞു, എവിടെ എത്തി? ഞാൻ വന്നുകൊണ്ടിരിക്കാന്ന്. പെട്ടെന്ന് വാന്ന് പറഞ്ഞു. എന്ത് പറ്റി? ഒന്നുമില്ലെന്ന് പറഞ്ഞു. കോള് കട്ടായിട്ടില്ല, അവിടെ ആൾക്കാരെയൊക്കെ ശബ്ദം കേൾക്കാം. അവൻ അറിഞ്ഞോ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല അവനോടെന്ന് പറഞ്ഞു. പിന്നെ വണ്ടി എങ്ങനെ വിട്ടെന്ന് എനിക്കറിയില്ല, വീട് വരെ. വേണമെങ്കിൽ പറ കൊണ്ടുപോകാം, വേണമെങ്കിൽ പറ കൊണ്ടുപോകാം.
ഇന്ന് ഞാൻ ഒരിടുന്ന ഒരു ശബ്ദമാണ്, വേണമെങ്കിൽ പറ കൊണ്ടുപോകും. വീട്ടിലെത്തി, ആൾക്കാരൊക്കെ ഉണ്ട് വീടിന് മുറ്റത്ത്. പക്ഷെ കരയാനൊന്നും തോന്നിയിട്ടൊന്നുമില്ല. വീടിനകത്ത് കയറി ഇപ്പൊ അച്ഛൻ കട്ടിലിങ്ങനെ കിടക്കുന്നുണ്ട്. കയ്യിൽക്കൊക്കെ നല്ല ചൂട് പോലെ തോന്നണമുണ്ട്. മൂക്കിനകത്തുനിന്ന് ചോര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞു, ആ ഊന്നൊക്കെ അമ്മ പറയുമ്പോൾ മിണ്ടിയിട്ടില്ല. ഒരു 6 ദിവസം അമ്മ പിന്നെ മിണ്ടിയിട്ടില്ല. അമ്മ പറഞ്ഞു, ഇങ്ങനെ അമ്മ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ അച്ഛനെ മുഖത്ത് നോക്കി, അച്ഛൻ്റെ കൈയെല്ലാം ഇങ്ങനെ പിടിച്ചു നോക്കി, മുഖത്ത് ഇങ്ങനെ തലോടി, വായിൽ ഒഴുകുന്ന ചോരയൊക്കെ തുടച്ച് ഞാൻ നേരെ എൻ്റെ സുഹൃത്തുക്കളുടെ മുറിയിലേക്ക് ആക്കി. പിറ്റേ ദിവസം ഫ്യൂഡറെല്ലാം കഴിഞ്ഞു, അച്ഛൻ്റെ സംസ്കാരമൊക്കെ കഴിഞ്ഞു, സെമിത്തേരിയിൽ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. രാത്രി വീണ്ടും എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നുണ്ട്. വേണമെങ്കിൽ പറ കൊണ്ടുപോകാം എന്നായിരുന്നു എൻ്റെ മനസ്സ് മുഴുവനും. വണ്ടി ഉണ്ടായിട്ടും എത്രയോ ഡോക്ടർമാരുണ്ടായിട്ടും അച്ഛനെ രാവിലെ ഒരു വണ്ടി കയറ്റി കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ രാത്രിയിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പൊട്ടിക്കരഞ്ഞ നിമിഷമാണ് സെമിത്തേരിയിൽ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്ക് അലമുറയിട്ട് കരഞ്ഞ നിമിഷമാണ്. പൊറുക്കണമെന്ന് പറഞ്ഞ കരഞ്ഞ നിമിഷമാണ്. അച്ഛൻ കേട്ടിട്ടുണ്ടാവാം. പിന്നെ ഒരിക്കലും ഞാൻ എൻ്റെ ഫോൺ, എൻ്റെ അമ്മയുടെ ഫോൺ ഒരിക്കലും ഞാൻ പിന്നെ സൈലന്റ് ആക്കിയിട്ടില്ല. അമ്മയ്ക്ക് പ്രത്യേക റിംഗ് ടോണാണ്. ഏതുറക്കത്തിലും അമ്മയുടെ റിംഗ് ടോൺ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ അപേക്ഷയാണ്, മാതാപിതാക്കളുടെ ഫോണുകൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. അവർക്ക് പ്രത്യേകിച്ച് റിംഗ് ടോൺ നിങ്ങൾ ഇട്ട് കൊടുക്കണം അതിനകത്ത്. അത് മാത്രമല്ല, ജീവിതത്തിൽ ഒരിക്കലും ഒരുപക്ഷെ അവരുടെ കുഞ്ഞ് ആവശ്യങ്ങളെ തള്ളിക്കളയരുത്. നാളെ ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ അവർ ഉണ്ടായെന്ന് വരില്ല. ഇന്ന് അമ്മ ഒറ്റയ്ക്കല്ല, എല്ലായിടങ്ങളിലും അമ്മയെ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് വിദേശത്തൊക്കെ എനിക്ക് വിസ കിട്ടിയ ആളാണ്. പക്ഷെ അമ്മയ്ക്ക് പേടിയാണ്. അതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റൂല. ഇപ്പം ഞാൻ ദമാമിൽ പോയി 4 ദിവസമേ നിന്നിട്ടുള്ളൂ. ഇപ്പം ഞാൻ അബുദാബിയിൽ ഞാൻ പോയിട്ട് 20-ാം തീയതി ഇവിടുന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഞാനും പങ്കെടുക്കൊരു വേദിയിൽ വേങ്ങരയിൽ നേരെ ചെയ്തന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കുകയാണ്. എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഞാൻ 9:00 ഇവിടുത്തെത്തി. രാത്രി KMCC തിരുവങ്ങാടിക്കാരോടൊപ്പം ഭക്ഷണം കഴിച്ചു, രാവിലെ എഴുന്നേറ്റു. വീണ്ടും വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അവരെല്ലാം പള്ളിയിൽ പോയി. എനിക്ക് 2 മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരം KMCC ഇസ്ലാമിക് സെന്ററിലെ പ്രോഗ്രാം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ ഫ്ലൈറ്റ് കയറി ഇവിടെ വന്നു. ചങ്ങരംകുളത്തും മണ്ണാർക്കാടും പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തു. അന്ന് ഒക്കെ മനസ്സ് വീട്ടിലാണ്. 2 സ്കൂളിൽ വീട്ടിൽ നിന്ന് മാറാൻ പറ്റില്ല. അമ്മയ്ക്ക് അത്രയും അറ്റാച്ചാണ് ഞാനും അമ്മയും തമ്മിൽ. കാരണം അമ്മയിലോടത്തോളം കാലം മാത്രമേ നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഉള്ളൂ, അല്ലേ? എത്ര വൈകി ചെന്നാലും എൻ്റെ കാറ് ആ പോർച്ചിൽ കയറുമ്പോൾ, എന്നിട്ട് പിന്നെ ടൈമുണ്ടേ, നടന്നു വന്ന് എൻ്റെ ഷൂ ഊരി ആ കുഞ്ഞു ഗേറ്റ് അങ്ങോട്ട് പൂട്ടിയിട്ട് അകത്ത് കയറിയാൽ അമ്മയ്ക്ക് അറിയാം എൻ്റെ ടൈമിങ്. ആ സമയത്ത് പോർച്ചിലെ ലൈറ്റ് കിടും. പക്ഷേ ഏതെങ്കിലും ഒരു ദിവസം ആ ലൈറ്റ് അണയ്ക്കാൻ അവളില്ലെങ്കിലോ, ആ ലൈറ്റ് ഇടാൻ അവളില്ലെങ്കിലോ, അതുവരെ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്, അല്ലേ? ഉപ്പയും അതുപോലെയാണ്. ജീവിതത്തിൽ ഈ 2 അല്ലേ ശരീരങ്ങൾ, 2 ജന്മങ്ങൾ, മക്കൾ എന്ത് തെറ്റ് ചെയ്താലും, മക്കളുടെ ഏറ്റവും വളർച്ചയിലും ഏറ്റവും പതനത്തിലും സങ്കടപ്പെടുന്ന 2 ജന്മങ്ങൾ ഉണ്ടെങ്കിൽ അത് അമ്മയുള്ളൂ, അത് അച്ഛനുള്ളൂ, ഉപ്പയുള്ളൂ. ഒരു ഉപ്പ ശരിക്കും വിഡ്ഢിയാകുന്ന എപ്പോഴാണെന്നറിയോ? മക്കൾക്ക് മുമ്പിലാണ് വിഡ്ഢിയായി പോവുക ഒരുപ്പ. ഒരുപ്പ ഏറ്റവും കൂടുതൽ ദുർബലനാകുന്ന എപ്പോഴാണെന്നറിയോ? മക്കളുടെ പരിഹാസങ്ങൾക്ക് മുമ്പിലാണ്. ഒരുപ്പ ഏറ്റവും കൂടുതൽ ശാന്തനാകുന്ന എപ്പോഴാണെന്നറിയാമോ? മക്കളിങ്ങനെ സുഖമായി ഉറങ്ങുമ്പോൾ ആ ഉറക്കത്തിന്റെ ഭാവം കാണുമ്പോൾ ഏതൊരു ഉപ്പയും ഒന്ന് ശാന്തനായി പോകും. ഒരുപ്പ ശരിക്കും ഏറെ സന്തോഷിക്കുന്ന എപ്പോഴാണെന്നറിയാം? മക്കളുടെ വിജയങ്ങൾക്ക് മുമ്പിലാണ്. മക്കളെ നിങ്ങളുടെ വിജയങ്ങൾക്ക് മുമ്പിലാണ് ഒരുപ്പ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അവരെ സങ്കടപ്പെടുത്തരുത്. ഒരുപ്പ ശരിക്കും ഒറ്റപ്പെട്ടു പോകുന്ന എപ്പോഴാണെന്നറിയാമോ? നമ്മൾ ചില ചോദ്യങ്ങളും ചോദിക്കാതെ, അവരോട് ചില അനുമതിയൊക്കെ വാങ്ങാതെ, അവർ നട്ട മരവും അവരുടെ ചില സ്വപ്നങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ പൊട്ടിച്ചു കളയും, ചിലപ്പോൾ മുറിച്ചു കളയും, അവർ നട്ട മരങ്ങളൊക്കെ, അല്ലെ? അപ്പൊ അവരുടെ മനസ്സ് വിഷമിക്കും. ഞാൻ ഒറ്റപ്പെട്ടു പോയവനാണ്, എനിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല ഇനി വീട്ടിൽ, അല്ലെ? നീ മക്കളായില്ലേ, അവരുടെ കാലമായില്ലേ. അതുകൊണ്ട് അങ്ങനെ നമ്മൾക്ക് അവരെ ഒറ്റപ്പെടുത്താൻ പറ്റും. അതുപോലെ ഒരുപ്പ മടുത്തുപോയി, ഇനി ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് വിചാരിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? ശരിക്കും നമ്മുടെ ചില പഴിപറച്ചിലുണ്ട്. നടങ്ങിയിരുന്നോട് അവിടെ ആ മൂത്രം മൊത്തം അങ്ങോട്ട് വീഴുന്നുണ്ട്, അവിടെ ഇരുന്നോട് ഞങ്ങൾ കൊണ്ടുതരും, എന്തിനാ അങ്ങോട്ട് ഇറങ്ങണത്, വയസ്സായില്ലേ, തട്ടിത്തടഞ്ഞ് വീഴണ്ട, എത്ര പറഞ്ഞ കേട്ടൂടെ, ഞാൻ പറഞ്ഞാ കുറ്റം. ഇങ്ങനെ ചില വാക്കുകൾ കേട്ട ചില ഉപ്പമാര് ഒറ്റയ്ക്ക് ഇരുന്ന മനുഷ്യന്മാരെ പ്രാർത്ഥിക്കും, ഒന്ന് മരിച്ചാൽ മതി, എന്നെ പെട്ടെന്ന് അങ്ങോട്ട് എടുക്കണമേ ദൈവമേ. ഒരു ഉപ്പ ശരിക്കും തോറ്റുപോകുന്ന എപ്പോഴെന്നറിയാമോ? നമ്മൾ ചില കത്തുകളൊക്കെ എഴുതി വെച്ച്
ഉമ്മയും ഉപ്പയൊക്കെ ഒറ്റപ്പെടുത്തി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ, ഉപ്പ പൊറുക്കണം, അമ്മ പൊറുക്കണം, ഞാൻ പോവാണ്, എന്നെ ഇനി അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞ് ചില മക്കള് ഇന്നലെ കണ്ടവന് കൂടെ ഇറങ്ങിപ്പോകും. അന്നാണ് ജീവിതത്തിൽ ഒരു ഉപ്പ തോറ്റുപോകുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു ഉപ്പയെ നിങ്ങൾക്ക് തോപ്പിക്കാൻ പറ്റൂല. ഒരു ഉപ്പ എപ്പോഴും കരയുന്ന എപ്പോഴാണെന്ന് അറിയാമോ? സമ്പത്തിൽ ഇല്ലേ തോറ്റുപോയാലും കരയൂല, അസുഖം വന്നാലും കരയൂല. ആ മനുഷ്യനെ ആരെങ്കിലും അവഹേളിച്ചാലും മനുഷ്യൻ കരയില്ല. പക്ഷേ ആ മനുഷ്യൻ കരയുന്നപ്പോഴെന്ന് വെച്ചാൽ ഒരു പെൺകുഞ്ഞ്, ആ മനുഷ്യന്റെ മകള് കല്യാണം കഴിച്ച് വിടുന്നെന്ന് അവൾ ആ വീട്ടിൽ നിന്ന് പോകും. രാത്രിയാകുമ്പോ ഉപ്പ വീട്ടിനകത്ത് നോക്കുമ്പോൾ അവളെ ചുരിദാറോ ഷാളോ വളയോ എന്തെങ്കിലുമൊക്കെ ചെരുപ്പോ ഒക്കെ കണ്ട ആ മനുഷ്യൻ ഇങ്ങനെ ആരും കാണാതെ ഏങ്ങലിടിച്ച് കരയോ മനുഷ്യൻ ഒറ്റയ്ക്ക്. എന്റെ മകള് പോയ വീട്ടില് അവളോട് സന്തോഷം ഉണ്ടാവണേ, എന്റെ കുഞ്ഞു പാവ, എന്റെ കുട്ടിക്ക് ഒന്നും അറിയില്ല, കുട്ടിയാണ് എന്റെ മകള്, അവക്ക് സന്തോഷം ഉണ്ടാകണേ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നവനാണ് ഉപ്പ. ഞങ്ങളുടെ ഉപ്പമാരെ ഒന്നും നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. ഉമ്മയുടെ കാര്യം പറയേണ്ട കാര്യമില്ല. കാരണം ഒരു ഉമ്മ എന്ന് പറഞ്ഞാല്, ഞാൻ ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചു, എന്താ മോളെ ഉമ്മ എന്ന വാക്കിന് അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, അപ്പൊ അവള് പറഞ്ഞു, നമ്മള് സ്നേഹിച്ചിട്ടില്ലെങ്കിലും നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്ന ജീവിയുടെ പേരാണ് സാർ ഉമ്മ എന്ന് പറഞ്ഞു. നോക്ക്, നമ്മളെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്ന ജീവിയുടെ പേരാണ് ഉമ്മ, അല്ലേ? സൂര്യോദയത്തിന് മുമ്പേ കൈലുകളോടും പാത്രങ്ങളോടും ഒക്കെ തട്ടിയും മുട്ടിയും സംസാരിക്കുന്ന സ്ത്രീ ജന്മത്തിന്റെ പേരാണ് ഉമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. തൊടിയിലെ വാടിക്കറിഞ്ഞ ചെടികൾക്കും കരിയാപ്പിലകൾക്കും തെങ്ങിനും കവുങ്ങിനും ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു കർഷക സ്ത്രീ അവാർഡ് പോലും കിട്ടാത്ത മകളുടെ പേരാണ് ഉമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കാതെ പോയ മദർ തെരേസമാരാണ് നമ്മുടെയൊക്കെ ഉമ്മമാര്. അവരെ സങ്കടപ്പെടുത്തരുത്. വീടിനകത്ത് ചൂടിനോടും ചാരത്തോടും ചുക്കിലിയോടും മാറാപ്പലകളോടും മല്ലടിച്ച് ചുക്കിച്ചൊളിഞ്ഞു പോയ ഒരു പഴന്തുണി കഷ്ടമുണ്ടെങ്കിൽ അവളുടെ പേരാണ് ഉമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. എന്റെ നിന്റെയൊക്കെ വരവെന്ന് വൈകിയാൽ ഉമ്മറപ്പടിയില് മറ്റൊരു പ്രസവേന അനുഭവിക്കുന്ന മാലാഖയുടെ പേരാണ് ഉമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. വിളമ്പിക്കൊടുത്ത് തനിക്ക് തിയാതെ വരുമ്പോ, മക്കളെ അമ്മയ്ക്കത് ഇഷ്ടമല്ല എന്ന് കള്ളം പറയുന്നവരുടെ പേരാണ് അമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. എന്റെയും നിന്റെയും ഒക്കെ വിഴുപ്പലക്കി ചുക്കി ചുളിഞ്ഞുപോയ പഴന്തുണി കഷ്ണമാണ് ഉമ്മ. ഞാൻ നിങ്ങളുടെ അണ്ണാൻ കുഞ്ഞിനെ പിടിച്ച് ഉമ്മറപ്പിടി താലോലിക്കുമ്പോ ഉമ്മ പറയും, മോനെ മോളെ അതിനെ തുറന്നുകൂടെ മക്കളെ, അതിനെ കണ്ടില്ലെങ്കിൽ അതിന്റെ തള്ള കരയുമെന്ന് പറയുന്നവളെ സങ്കടപ്പെടുത്തരുത്. എല്ലാ ലൈറ്റുകളും അണച്ച് അവസാനത്തെ ലൈറ്റും കിടത്തി പരാതിയും പരിഭവങ്ങളും ഇല്ലാതെ കിടന്നുറങ്ങുന്നവളുടെ പേരാണ് ഉമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. പടച്ചവരോടുള്ള പരിഭവം ഉറച്ചില് സ്വന്തം പേര് പറയും പലപ്പോഴും മറന്നു പോകുന്നവരുണ്ടെങ്കിൽ അവളുടെ പേരാണ് ഉമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. ഈ സ്വർഗത്തിലെ മലക്കുകള് പോലും പറഞ്ഞിട്ടുണ്ട് ഉമ്മയെക്കുറിച്ച്, അല്ലേ? ഒരിക്കൽ ഖബർസ്ഥാനിൽ പോയിട്ടൊരു മകൻ ഉമ്മയുടെ വിയോഗത്തില് മനനൊന്ന് പ്രാർത്ഥിക്കുക, അങ്ങനെ മാ നീ ഉണ്ടായിരുന്നപ്പോ എന്ത് സന്തോഷമായിരുന്നു, നിന്റെ വേർപാടിലായിരുന്നു ഞാനിപ്പോ ദുഃഖം അനുഭവിക്കുന്നത് പറഞ്ഞു തിരിയുമ്പോ ഈ മകന്റെ കല്ലൊരു മിസാങ്കിൽ തട്ടി തെറിച്ചു വീഴുന്നുണ്ട്. പെട്ടെന്ന് ഖബറിനകത്തുനിന്ന് ഒച്ച കെട്ടുവത്രേ. ഈ ഉമ്മ പറയുകയാണത്രേ, ആർത്ത് കരഞ്ഞുവത്രേ, പടച്ച റബ്ബേ എന്റെ കുഞ്ഞിന് വേദനിച്ചിട്ടുണ്ടാവും, എനിക്ക് ഒരു നിമിഷത്തെ ആയുസ് വരുമോ, എന്റെ മകന്റെ മുട്ടൊന്ന് പോയി തിരുമ്മി കൊടുത്തിട്ട് ഞാൻ വീണ്ടും വന്ന് കവറിനകത്ത് കിടന്നോളാം, എനിക്കൊരു 5 മിനിറ്റ് ജീവൻ തരും. സ്വർഗത്തിലെ മാലാഖമാര് പറഞ്ഞു അത്രേ, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസും അഫിയത്തും കൊടുക്കണമേ നാഥാ. അങ്ങനെയാണ് ഉമ്മ എന്ന് പറയുന്നത്. ഈ പ്രകാശം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ വാടിക്കരിഞ്ഞ ചെടികളും പൂവും ഞാനും നിങ്ങളും ഒക്കെ പറയും, എന്റെ ഉമ്മയില്ലാത്ത വീട് വീടേയല്ല, എന്റെ അമ്മയില്ലാത്ത വീട് വീടേയല്ല. അതുകൊണ്ട് മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിൽ സ്വർഗം നേടാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ ഏകദേശം മുഴുവൻ വായിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് 25-ാമത്തെ ആയത്താണ്. അതിൽ പ്രത്യേകം പരാമർശിക്കപ്പെടുന്നുണ്ട്, മാതാപിതാക്കളെ ചേ എന്ന വാക്കുകൊണ്ട് പോലും നമ്മൾ ഉച്ചരിക്കപ്പെടരുത്. ചേ പാപപങ്കിലതമാണ്. ചേ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എത്രയോ ചേകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, എത്രയോ ചേകൾ. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് മാതാപിതാക്കളാണ്.
അവരോടൊപ്പമുള്ള ഒന്നിച്ചുള്ള അത്താഴവും ഒന്നിച്ചുള്ള സഹനവും ഒന്നിച്ചുള്ള ജീവിതവുമാണ് ലോകത്തെ ഏറ്റവും ലഹരി. അത് ഉണ്ടാവാൻ, അത് ഉണ്ടാക്കിയെടുക്കാൻ നാം ഓരോരുത്തരും സാധ്യമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരുടെ കാര്യം പറയട്ടെ, നിർത്തുകയാണ്. ജീവിതത്തിൽ നിങ്ങളിപ്പോൾ താമസിക്കുന്നത് നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിലാണ്. ഓട്ടിയസ് പറഞ്ഞൊരു കാര്യമാണ്, യാതൊരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലല്ല ഇപ്പോൾ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, നിങ്ങളുടെ വാർദ്ധക്യത്തിൽ, നിങ്ങളുടെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിൽ ഒരിക്കലും ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേല ചെയ്യാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചു എന്ന് വരില്ല. ഒരിക്കലും അവരെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ഇരിക്കാനോ ഒരു വെള്ളം കൊടുക്കാനോ ഞാൻ നിങ്ങൾക്ക് അവസരം തന്നു എന്ന് വരില്ല. അത് വേറൊരു പെൺകുട്ടിക്ക് ഞാൻ പൗത്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ നിനക്ക് ബരമേൽപ്പിച്ചിരിക്കുന്നത് നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കൾക്ക് വേല ചെയ്യാനാണ്. അത് നീ ഭംഗിയായി ചെയ്തു കൊള്ളുക. അങ്ങനെയെങ്കിൽ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ നിന്റെ മാതാപിതാക്കൾക്ക് മറ്റൊരു പെൺകുട്ടിയാൽ ഈ വേല ഞാൻ അവിടെ ചെയ്തു കൊടുത്തോളാം. ഞാൻ നിന്നിൽ ബരമേൽപ്പിച്ചിരിക്കുന്നത് നിന്റെ ഭർത്താവിനെ, അവരുടെ ഭർത്താവിന്റെ മാതാപിതാക്കളെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും മാറ്റി നിർത്തി സ്നേഹിച്ച് സന്തോഷിപ്പിച്ച് സുഗമരത്തിലേക്ക് എത്തിക്കാനാണ് ഞാൻ നിന്നെ ബരമേൽപ്പിച്ചിരിക്കുന്നത്. അത് നീ ഭംഗിയായി ചെയ്തു കൊള്ളുക. അങ്ങനെയെങ്കിൽ നിന്റെ സ്വഭവനത്തിൽ മറ്റൊരു പെൺകുട്ടിയാൽ ഈ വേല ഞാൻ അവിടെ ചെയ്തു കൊടുത്തോളാം. എത്ര പൂരകങ്ങളാണ് ഇത് പറയുന്നത് നോക്കിക്ക്. പക്ഷെ പലപ്പോഴും നമുക്കിത് സാധിക്കുന്നില്ല എന്നാണ് ഏറ്റവും വലിയ സങ്കടം. അതുകൊണ്ട് ഭർത്താക്കന്മാരുടെ മാതാപിതാക്കളെ അവരുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ കാണാതെ സ്നേഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥം പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഫിലിപ്പമ്പാടിന്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമോ ലൈക്കും ഷെയറും ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. തിരിച്ചറിവെന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഉണ്ട്, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അല്ല, ഒരു ഫണ്ട് പിരിവൊന്നുമില്ല. അതിനകത്ത് ഏകദേശം 54 ലക്ഷത്തോളം രൂപയുടെ പഠനോപകരണങ്ങളൊക്കെ ഇതുവരെ ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും 27 ഞാനും ചെയ്തും ലാപ്ടോപ്പ് കൊടുക്കണം. എനിക്ക് പാലക്കാടാണ് അവിടെ. അതുകൊണ്ട് ഞാൻ എൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. കാരണം എൻ്റെ വാക്കുകളും പദസമ്പത്തുകളും ഒക്കെ ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു ദിവസം 1 ലക്ഷം രൂപയോളം ഞാനിപ്പോൾ വേദികളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന വ്യക്തിയാണ്. പക്ഷെ അതൊന്നും എൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്കല്ല. കാരണം ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, ഉപ്പയില്ലാത്ത അച്ഛനില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. അവരെ സഹായിക്കുന്ന ഒരു തിരിച്ചറിവ് എന്ന ഓർഗനൈസേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സ്നേഹവും വായ്പകളൊക്കെ ഈ പറയുന്ന ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കണ്ടാൽ അതിന്റെ ദശാംശം ഒരുപക്ഷെ അതിന്റെ മോണിറ്റേഷൻ ഫണ്ടിലേക്കായിരിക്കും അത് വരിക എന്ന് മാത്രം പറയുന്നു. തീർച്ചയായിട്ടും ഇന്ന് ഈ മുസ്ലിം ലീഗ് അരിപ്രാമ്പ്ര ശാഖ ലഹരി വിരുദ്ധ ക്യാമ്പും കുടുംബസംഘവും നടത്തിയത് ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ ചടങ്ങായിട്ട് ഞാൻ കാണും. എന്റെ ഫേസ്ബുക്കിൽ എഴുതാൻ പറ്റുന്ന സുന്ദരമായ സദസ്സാണ് ഈ സദസ്സ്. തീർച്ചയായിട്ടും ഇത് സംഘടിപ്പിച്ച മുസ്ലിം ലീഗിന്റെ ഈ ഇവിടുത്തെ ശാഖയുടെ ഏറ്റവും പ്രഗത്ഭരായ കുഞ്ഞുങ്ങളെയും ഇവിടുത്തെ ഇതിന്റെ ഏറ്റവും മുഖ്യധാര നിൽക്കുന്ന മുഴുവൻ നേതാക്കളെയും ഒക്കെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഇനിയും സംഘടിപ്പിക്കുന്ന പരിപാടിയെല്ലാം ഇത്തരത്തിലെ ഗംഭീരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ടവർക്കും കേട്ടവർക്കൊക്കെ ഫിലിപ്പമ്പാടിന്റെ നന്ദിയും സ്നേഹവും ഒക്കെ സമർപ്പിക്കുകയാണ്. വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ലഹരിയില്ലാത്ത നല്ല നാളേക്കായി അരിപ്രാമ്പ്ര എന്ന് പറയുന്ന ദേശം ഇനി നമ്മൾ കണ്ടുമുട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ സമ്പൂർണ്ണ ലഹരി വിരുദ്ധ ഒരു ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെടുന്ന വേദിയിലാവട്ടെ ഞാൻ വരേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഫിലിപ്പമ്പാടിന് നന്ദി, സ്നേഹം, സന്തോഷം. താങ്ക് യു.